या सृष्टि श्रेष्ठुरद्या वहदि विधिहुदम या हवीरे या जहोत्री यदि कालसुदित विषय गुणाया स्थिता व्याप्य विश्वम या माहु सर्वबीज प्रहृदया प्राणिनं प्राणवन्दं प्रतीक्षाभिं प्रपन्नस्तनुभिरबधो वस्ताभिरष्टाभिरीश अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै ശ്രീഗുരവേ നമഃ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ദൈവമേ, കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. 1926 നമ്പർ ആർ ശങ്കർ മെമ്മോറിയൽ ശാഖ ഇരമത്തൂരിൻ്റെ 1ാമത് ശ്രീനാരായണ കൺവെൻഷൻ്റെ 3ാം ദിവസമായ ഇന്ന് ഇപ്രകാരം ഒരു പ്രഭാഷണത്തിന് നിയോഗിച്ചതിന് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. വിശിഷ്യ പ്രിയപ്പെട്ട അനിൽ പി ശ്രീരംഗത്തിനോട്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ മനോജ് പാവുക്കര, ചെയർമാൻ എംപ്ലോയീസ് ഫോറം യൂണിയൻ. സ്വാഗതം നടത്തിയ ശ്രീമതി ശ്രീദേവി ഉത്തമൻ, കൃതജ്ഞത പറയുന്ന ശ്രീമതി സിന്ധു ബിജു, യൂണിയൻ ഭാരവാഹികളായ പ്രിയപ്പെട്ട ഹരിലാൽ, പ്രിയപ്പെട്ട പുഷ്പ ശശികുമാർ, വനിതാ സംഘത്തിൻ്റെ സമുന്നതയായ നേതാവ് ശ്രീമതി ശ്രീദേവി മാഡം അവർകൾ, ശാഖയുടെ പ്രസിഡന്റ് ശ്രീ ജയപ്രകാശ് കീച്ചേൽ ബംഗ്ലാവ്, ചെയർമാൻ കൺവീനർ സുരേഷ് കുമാർ, വൈസ് ചെയർമാൻ സന്തോഷ്, പ്രിയപ്പെട്ട രാജേന്ദ്ര പ്രസാദ്, മറ്റ് ഭാരവാഹികൾ, സുമനസ്സുകളായ സഹൃദയരായ സഹോദരങ്ങൾ, വ്യത്യസ്തമായൊരു വിഷയമാണ് ഗുരു വൈഖരിയിലെ നർമ്മങ്ങളും മർമ്മങ്ങളും. അനീഷും അമ്പിളിയും ഉണ്ടായിരുന്നു. അമ്പിളി ഇപ്പോഴാണ് നേരത്തെ എത്തിയിട്ടുണ്ട്. അവരെ ചെയ്ത ദൗത്യം വളരെ വലുതാണ്. നിയോഗമാണ് ഈ ഗുരുപദൻ ടിവിയിൽ വന്നു ചേർന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. ലോകമെമ്പാടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ സ്വാഗതത്തിന് ഷാൾ കൊണ്ടിട്ട മനുഷ്യൻ പറഞ്ഞ രാത്രി 2:30 വരെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എപ്പോഴാണ് ഉറങ്ങുന്നേ? അത് ശേഷമേ ഉറങ്ങത്തുള്ളൂ. സന്തോഷം. ഇതുപോലെ എവിടെ പോയാലും ഇതല്ലേ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചേർത്തല ചെന്നപ്പോഴും അത് തന്നെയാണ് പറയുന്നല്ലേ. അത് വലിയ ഒരു നിയോഗമാണ്. ഞാനൊരു ശാഖയിലോ ഒരു കൺവെൻഷനൊരു വേദിയിലോ പ്രസംഗിച്ചാൽ മുമ്പിലിരിക്കുന്നവർ മാത്രമേ കേൾക്കുള്ളൂ. അനീഷിനെയും ഗുരുപദൻ ടിവിയെയും കൊണ്ടെത്തിച്ചത് ഗുരുവിൻ്റെ നിയോഗമാണ്. അതുകൊണ്ടുള്ള പ്രയോജനം ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും ഏത് രാജ്യത്ത് ചെന്നാലും. ഇപ്പം മാർച്ചിലെ സ്റ്റേറ്റ്സിൽ പോയി അവിടെയും മലയാളികൾ, SNDPക്കാർ മാത്രമല്ല, വ്യത്യസ്തമായ മതവിഭാഗങ്ങളിലുള്ളവരൊക്കെ ഇത് കാണുന്നു. അപ്പോൾ ദൗത്യത്തിനൊരു വലിയ പൂർത്തീകരണം വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ഇത് കാണുന്നു, വിളിക്കുന്നു. അതെല്ലാം ഗുരുവിൻ്റെ ഓരോ മായാലീലകളാണ്. അങ്ങനെയാണ് അവർ ഇന്നും ഇവിടെയും എത്തിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കൊടുക്കണം. ആവർത്തനം വന്നു കഴിഞ്ഞാൽ മനുഷ്യനെ ബോറടിക്കും. ആവർത്തന വിരസത എന്നാണ് പറയുന്നത്. ആവർത്തനം വിരസത ഉണ്ടാക്കാം. പക്ഷെ ഒരേ വിഷയം തന്നെ പറയുമ്പോൾ വ്യത്യസ്ത ടോണുകളിൽ പറയുമ്പോൾ വിരസത വരത്തില്ല. പക്ഷേ ദൈവത്തിന് ആവർത്തനം ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ജോലി തന്നെ ആവർത്തനമാണ്. സൃഷ്ടിപരമായ കാര്യത്തിൽ ആവർത്തനമാണ്. നമ്മൾ ലക്ഷാർച്ചനയും കോടിയർച്ചനയും ഒക്കെ നടന്നു. ഒരേ മന്ത്രം 1,00,000 പ്രാവശ്യം 1 കോടി പ്രാവശ്യം ജപിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമാണ് ആവർത്തനം. പക്ഷേ മനുഷ്യർക്ക് ആവർത്തനം വിരസത ഉണ്ടാകും. സ്വാഭാവികമാണത്. അതുകൊണ്ട് വ്യത്യസ്തമായൊരു വിഷയമാണ് ഗുരുവൈഖരിയിലെ നർമ്മങ്ങളും മർമ്മങ്ങളും. ആ ടൈറ്റിൽ അങ്ങനെ കൊടുക്കാൻ കാരണം വൈരാഗിയായ യമിയായ വേദാന്തിയായ
ദാർശനികനായ ഒരു മഹാഗുരു നർമ്മങ്ങൾ പറയുക എന്നതൊരു വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നാം. നിത്യവിസ്മയമാണ് ഗുരു. ആലോചിക്കും തോറും അത്ഭുതങ്ങളാണ്. ആർക്കും ഒരു മനുഷ്യർക്കും ഒരു അവതാരങ്ങൾക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് ഗുരുദേവൻ്റെ ചര്യകളും ജീവിതങ്ങളും ദർശനങ്ങളും എല്ലാം. പരസ്പരം പൂരകങ്ങളാണോ എന്ന് ചിന്തിക്കാം, പക്ഷെ എല്ലാം പൂരകങ്ങളാണ്. ആ വിഷയം അങ്ങനെ ഹെഡിങ് കൊടുക്കാൻ കാരണം സംസ്കൃത ഭാഷ പഠിക്കാൻ സ്വാമി ചിന്മയാനന്ദജി നിയോഗിച്ചതനുസരിച്ച് ഞാൻ തേടിപ്പിടിച്ച ബലരാമപ്പണിക്കർ സാർ സംസ്കൃത ഭാഷയുടെ കേരളത്തിൻ്റെ അല്ല, ഒരുപക്ഷെ തെക്കേ ഇന്ത്യയുടെ തന്നെ അവസാന വാക്കെന്ന് വിശേഷിപ്പിക്കാവുന്ന സംസ്കൃത കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. പോരാ, ഒട്ടേറെ അവാർഡുകൾ വാരിക്കൂട്ടിയ വാരണാസിയിൽ ലോക സംസ്കൃത സമ്മേളനം നടക്കുമ്പോൾ 2.5 മണിക്കൂർ നേരം ജന്മകാലം മുതൽ ജനിച്ചത് മുതൽ സംസ്കൃതം പഠിച്ചു വളർന്ന ബ്രാഹ്മണരെ പോലും അതിശയിപ്പിക്കുമാറ് 2.5 മണിക്കൂർ നേരം കടുകട്ടി സംസ്കൃതത്തിൽ പ്രസംഗിച്ച മലയാളികൾ വേണ്ട രീതിയിൽ അറിയാതെ പോയ ഭാഷയുടെ മഹാഗുരുവാണ് ബലരാമ പണിക്കർ സാർ. സാറാണ് ആദ്യമായി ഗുരുദേവനെ സംബന്ധിക്കുന്ന സംസ്കൃതത്തിൽ ഗുരുദേവ ഭാഗവതം എഴുതിയത്. ബലരാമ പണിക്കർ സാർ അദ്ദേഹം അവിടുന്ന് ഗുരുദേവൻ്റെ ഗൃഹസ്ഥാശ്രമ ശിഷ്യനായിരുന്നു. അങ്ങനെ സംസ്കൃതം പഠിക്കാൻ ചെന്നെത്തി ഒരുപാട് പ്രായമായപ്പോഴാണ് എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞത്. സ്വാമി ചിന്മയാനന്ദജിയാണ് പറഞ്ഞയച്ചത്. അവിടെ ചെന്ന് ബന്ധപ്പെട്ട കഥകളൊക്കെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കാം. ആദ്യം എന്നെ പഠിക്കാൻ അനുവദിക്കാൻ പറഞ്ഞ പ്രായമായ, അതുകൊണ്ട് വിശ്രമ ജീവിതത്തിലാണ്, ജപവും മന്ത്രവുമായി കഴിയുകയാണ്. പിന്നെ എൻ്റെ ഏതാണ്ട് ഭഗീരഥൻ്റെ യത്നം പോലെ യത്നം നടത്തി ഏതായാലും എന്നെ സ്വീകരിച്ചു. അങ്ങനെ വേദാന്തങ്ങളും സംസ്കൃത ഭാഷയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത ക്ഷുരസ്യധാര ദിശിത ദുരത്യ ദുർഗം പദസ്ഥൻ കവയോ വദന്തി എന്ന ഉപനിഷത് വാക്യം പഠിപ്പിക്കാനായി നിയോഗിച്ച ഒരു ദിവസമാണ്. അന്നെനിക്ക് അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. രാവിലെ ഉപനിഷത്തും എഴുതിയെടുക്കാനുള്ള നോട്ട് ബുക്കും പേനയും ഒക്കെ എടുത്തുകൊണ്ട് നേരെ ചെന്ന് സാറിൻ്റെ വീട്ടിൽ രാവിലെ ചെല്ലുമ്പോൾ സുഖമില്ലാതിരിക്കുകയാണ്. ഈ വിഷയം ഇങ്ങനെ അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഞാൻ പറയാം. ഗുരുവൈഖരിയിലെ നർമ്മങ്ങളും മർമ്മങ്ങളും അവതരിപ്പിക്കാനുണ്ടായ പശ്ചാത്തലം ഇതാണ്. അന്നെനിക്ക് 17 വയസ്സേ ഉള്ളൂ. ഒരിക്കലും ഇതേ ഒരു പ്രഭാഷണം ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചല്ല പഠിക്കാൻ പോകുന്നത്. എല്ലാം എന്നെ തയ്യാറെടുപ്പിക്കുകയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കഠോപനിഷത്തിൻ്റെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപര നിബോധത ക്ഷുരസ്യധാര നിശിത ദുരത്തയ ദുർഗം പദസ്ഥൻ കവയോ വദന്തി എന്ന ഉപനിഷത്ത് വാക്യം പഠിപ്പിച്ചതിൻ്റെ ആശയം പറയാനായിട്ട് നിയോഗിച്ച ദിവസമാണ്. ഉപനിഷത്തും ബുക്കും പേനായും ഒക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഗുരുനാഥന് സുഖമില്ല, കാലിന് വേദനയാണ്. കാല് നീര് വന്ന് വേദന എടുത്തിട്ട് എങ്ങനെ ചാരുകസേരെ കിടന്ന് കാലുയർത്തി വെച്ചുകൊണ്ട് ഞരങ്ങുകയും മൂളുകയും ചെയ്യുക. അന്നേരം പറഞ്ഞ് ഇന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ല, വല്ലാത്ത വേദനയാണ്. അന്നേരം ഞാൻ അടുത്തിരുന്നിട്ട് ആ രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു ചലച്ചിത്രം പോലെ തെളിയുന്നുണ്ട്. ഞാൻ അടുത്തിരുന്നിട്ട് പിണ്ടതൈലം എന്ന് പറയുന്ന വേദന സംഹാരിയായ പിണ്ടതൈലം എടുത്ത് എൻ്റെ ഗുരുവിൻ്റെ കാലിൽ ഇങ്ങനെ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് മുറ്റത്തുണ്ടായിരുന്ന പുളിയിൽ നിന്ന് കുറച്ച് പുളിയിലയും പറിച്ച് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിച്ചും കൊടുത്തു. ഞാനിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാ തുറന്നാൽ ഇങ്ങനെ അറിവുകൾ മാത്രമേ വരൂ. ഭൗതികമായ ഒരു കാര്യവും പറയത്തില്ല. KSRTC സമരമോ അല്ലെങ്കിൽ അധ്യാപക സമരമോ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ ഇതൊന്നും പറയത്തില്ല. ബാലാപണിക്കർ സാറ് വാ തുറന്നെങ്കിൽ അറിവ് മാത്രമേ തരൂ. ഒന്നുമേ ഗുരുദേവനെ സംബന്ധിച്ചത് അല്ലെങ്കിൽ വേദാന്തം, അല്ലാതൊന്നും ആ നാവിൽ നിന്ന് വരൂല. അങ്ങനെ മൃദുവായി ഇങ്ങനെ കാല് തിരുമ്മിക്കൊണ്ടിരുന്ന സമയത്ത് ഗുരുവിനെപ്പറ്റി, മഹാഗുരുവിനെ പറ്റിയായി സംസാരം. അങ്ങനെ മഹാഗുരുവിനെ പറ്റി പറയുന്ന കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞ ചില സവിശേഷതകളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ കാലിങ്ങനെ തിരുമുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ
ഗുരുദേവൻ്റെ കാല് തിരുമ്പുന്ന പോലെ എനിക്ക് തോന്നിയത്. കാരണം അവിടുന്ന് നേരിട്ട് കിട്ടിയ അറിവാണ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം അവിടുന്ന് പറഞ്ഞു, മഹാഗുരുവിനെ അങ്ങനല്ല, അവിടുന്ന് പറഞ്ഞ സ്വാമി തൃപ്പാദങ്ങളെന്ന് മാത്രമേ ബാലപണിക്കർ സാറേ പറഞ്ഞിട്ടുള്ളൂ. 6 കൊല്ലക്കാലമേ 6.5 വർഷമേ എനിക്ക് ആ വൈജ്ഞാനിക സരസിലൂടെ പ്രവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. ആ 6.5 കൊല്ലം കൊണ്ട് 65 കൊല്ലം പറഞ്ഞാൽ തീരാത്ത അറിവിൻ്റെ നികുഞ്ചങ്ങൾ വാരി തുറന്ന് തന്നിട്ടാണ് പോയത്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, എപ്പോൾ പറഞ്ഞാലും ഇത്രയും 6.5 വർഷം ഞാൻ പിറകെ നടന്നിരുന്നു. എല്ലാ ചതയദിനത്തിനും ശിവഗിരി പ്രഭാഷണത്തിന് പോകുന്നതിന് കൂടെ പോയിരുന്നു. ഈ സമയങ്ങളിലെല്ലാം എൻ്റെ മഹാഗുരു സ്വാമി തൃപ്പാദങ്ങൾ എന്നല്ലാതെ ഒരിക്കലും വിശേഷിപ്പിച്ചിട്ടില്ല. ഗുരുദേവനെന്നോ മഹാഗുരുവെന്നോ ഇല്ല, എപ്പോഴും സ്വാമി തൃപ്പാദങ്ങൾ സ്വാമി തൃപ്പാദങ്ങൾ ഇങ്ങനെ പറയും. അപ്പം ഞാനിങ്ങനെ തൃപ്പാദം തടവിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എൻ്റെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങൾ തടവിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, സ്വാമി തൃപ്പാദങ്ങളുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നതും ആ സംസാരം കേൾക്കുന്നതും അനന്തമായ ഒരു ആനന്ദത്തിൻ്റെ അനുഭൂതി ആണ്. തുടർന്ന് പറഞ്ഞ വാക്യങ്ങളെല്ലാം ദത്തശ്രദ്ധനായി കേട്ടതിനു ശേഷം അന്നേരം എഴുതിയെടുക്കാൻ പറ്റത്തില്ല. ഞാൻ കയ്യിലിങ്ങനെ തൈലമിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുക. വേദന ആറിയപ്പോൾ പിന്നീട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് പറഞ്ഞു തന്നു. ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയെടുത്ത് ഇപ്പോഴും അതവിടെ തന്നെ കിടപ്പുണ്ട്. 1973 എഴുതിയതാണ്. ഇപ്പോഴും അതവിടെ തന്നെയുണ്ട്. തുടർന്ന് പറഞ്ഞ വാക്യങ്ങളാണ്. അവിടുത്തെ സവിധത്തിലിരുന്നാൽ, സ്വാമി തൃപ്പാദങ്ങളുടെ സവിധത്തിലിരുന്ന് നമുക്ക് സംസാരിക്കുന്നതും അവിടുന്ന് ഇങ്ങോട്ട് സംസാരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു അനന്തമായ ആനന്ദ അനുഭൂതി ആണ്. കേട്ടിരുന്നാൽ നമുക്ക് വിട്ടുപോകാൻ തോന്നില്ല. സ്വാമി തൃപ്പാദങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവിടുന്ന് ദാർശനികനാണ്. ഒരു ദാർശനികൻ്റെ വിരക്തിയുടെ ഭാവം ആ സംസാരത്തിൽ ഉണ്ടാവുകയില്ല. വൈരാഗിയാണ്. വൈരാഗിയായ ഗുരുദേവൻ്റെ അടുത്തിരുന്ന് അവിടുത്തെ സംസാരം കേട്ടുകൊണ്ടിരുന്നാൽ ഒരു നിശ്ചലത്വം, വൈരാഗിയുടെ നിശ്ചലത്വം നമുക്ക് അനുഭവപ്പെടുകയില്ല. യമിയാണ് ഗുരുദേവൻ. ദാർശനികനാണ്, വൈരാഗിയാണ്, യമിയാണ്. അത്തരം മഹാത്മാക്കളുടെ അടുത്തിന് സംസാരിച്ച സാധാരണ ജനങ്ങൾക്ക് ബോറടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് സ്വാമി തൃപ്പാദങ്ങളുടെ മഹാത്ഭുതം. അങ്ങനെ ദാർശനികൻ്റേതായ ഒരു ദുർഗ്രഹത തോന്നുകയില്ല, വൈരാഗിയുടേതായൊരു നിശ്ചലത തോന്നുകയില്ല, യമിയുടേതായ ഒരു നിർവികാരത തോന്നുകയില്ല. ഗുരുദേവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏത് ശക്തമായ പ്രതിസന്ധിയുടെ പ്രശ്നങ്ങൾ അവതരിക്കുമ്പോഴും ഗുരുദേവൻ്റെ മുഖം സദാ പ്രസന്നമായിരുന്നു. എൻ്റെ മഹാഗുരു പറഞ്ഞു തരിക, സദാ പ്രസന്നമാണ്. ഏത് ഗൗരവമായ പ്രശ്നം വന്നാലും, ഏത് വൈകാരികമായി ജ്വലിക്കുന്ന വിഷയം വന്നാലും മഹാഗുരുവിൻ്റെ മുഖം എപ്പോഴും പ്രസന്നതയായിരുന്നു. കോപം കൊണ്ട് ആ മുഖം തുടുക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഗുരുദേവനെ നേരിട്ട് 10 ആണ്ടുകളോളം കണ്ട് ശുശ്രൂഷിച്ച ഭാർഗവമൈദ്യനോട് ഞാൻ ചോദിച്ചു, ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഭാർഗവമൈദ്യനൊക്കെ പിന്നെ പരിചയപ്പെടുന്നത്, അദ്ദേഹത്തോടും ചോദിച്ചു, ഗുരുദേവൻ എപ്പോഴെങ്കിലും കോപിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല, സദാ പ്രസന്നതയാണ്. CR കേശവൻ വൈദ്യനും പറഞ്ഞു സദാ പ്രസന്നതയാണ്. വിശ്വമഹാകവിയുടെ ഭാര്യ ഭാനുമതിയും അമ്മയും പറഞ്ഞു എപ്പോഴും പ്രസന്നതയാണ്, ചിരിച്ച മുഖമാണ്. ഏത് വൈകാരിക വിക്ഷോഭത്തിൻ്റെ സമയത്തും ചിരിച്ച് പ്രസന്നമായ ചിരിയോടുള്ള മുഖമാണ്. അപ്പോഴമ്മയോട് ഞാൻ ചോദിച്ചു, ഗുരുദേവൻ ഒരുപാട് നർമ്മങ്ങൾ, ഫലിതങ്ങൾ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അമ്മയോടോ ആശാനോടോ അങ്ങനെ വല്ല ഫലിതങ്ങളും പറഞ്ഞിട്ടുണ്ടോ? ആശാനോട് ഒരു ഫലിതവും പറഞ്ഞിട്ടില്ല. ആശാൻ പൊതുവെ ഗൗരവക്കാരനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആശാൻ വല്ല ഫലിതങ്ങളും പറയുമായിരുന്നോ? ഇല്ല, ആശാൻ ഫലിതം ആസ്വദിക്കും, ചിരിക്കും, പുഞ്ചിരിക്കും, പൊട്ടിച്ചിരിക്കത്തില്ല. ആശാൻ ഗൗരവ സ്വഭാവിയായിരുന്നു.
അമ്മയോട് ഗുരുദേവൻ ഒരിക്കൽ മാത്രം ഒരു ഫലിതം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ മാത്രം. അതിങ്ങനെയായിരുന്നു. ബെയിൽസ് സാഹിബിൻ്റെ ഇന്ന് പട്ടും വളയും കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അന്ന് കൈതമുക്കിലാണ് ആശാനും ഭാനുമതി അമ്മയും താമസം. ശ്രീകണ്ഠേശ്വരത്തിനടുത്തുള്ള കൈതമുക്കിൽ ഒരു ചെറിയ വീട്, ഒറ്റമുറി അടുക്കള. അതിന് ആശാൻ വിളിച്ചിരുന്ന വീട് കിളിക്കൂടെന്നാണ്. ഈ കിളിക്കൂടിലാണ് താമസിച്ചിരുന്നത്. അവിടുന്ന് ഈ പട്ടും വളയും ആദ്യം ഗുരുദേവന് കൊണ്ട് സമർപ്പിക്കണമെന്ന് തീരുമാനിച്ച് അപ്പോൾ ഈ പട്ട് കൊണ്ടുവന്ന് ഗുരുദേവൻ്റെ മുമ്പിൽ എത്തിക്കുന്ന സമയത്ത് ഒരു പട്ടൂടെ അധികം വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഒരുപക്ഷെ ബേലിസ് രാജകുമാരൻ എനിക്ക് തന്ന പട്ട് ഗുരുദേവൻ സ്വീകരിച്ചില്ലെങ്കിൽ വേറൊരു പട്ട് ഗുരുദേവന് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി. അങ്ങനെ അത് രണ്ടും കൂടെ എടുത്ത് അവിടെ പോയിട്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാതിരിക്കാനും ശിവഗിരിയിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും അത്യാവശ്യം പാചകം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒരു ചാക്കിനകത്ത് കെട്ടി ഭാനുമതി അമ്മയും ആശാനും കൂടെ വള്ളക്കടവിൽ വന്ന് വള്ളത്തിൽ കയറി വർക്കലയ്ക്ക് പോയി. വർക്കല തുരപ്പിൻ്റെ അവിടെ ശിവഗിരിയുടെ അവിടെ കടവിലിറങ്ങി. ഇറങ്ങിയോണ്ട് ആശാന് സംഘടനാപരമായ എന്തോ അത്യാവശ്യമുണ്ടായിരുന്നു. ഭാനു, നീ ഈ സാധനങ്ങൾ കൊണ്ട് നേരെ ഗുരുവിൻ്റെ അടുത്ത് പോയി ഈ പട്ട അവിടെ സമർപ്പിക്കാൻ പറഞ്ഞു. പട്ടെന്ന് പറയാൻ നല്ല പുതയ്ക്കാൻ കൊള്ളാവുന്നൊരു പട്ടാണ് ആശാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൊണ്ട് ഭാനുമതി അമ്മ ചെല്ലുമ്പോൾ ഗുരുദേവൻ ശാരദാ മഠത്തിലുണ്ട്. ആശാൻ ബാക്കി ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാൻ പോയിരിക്കുകയാണ്. അമ്മ ചെല്ലുമ്പോൾ ശാരദാ മഠത്തിൽ ഗുരുദേവനുണ്ട്. അപ്പം അമ്മ എന്ന് മുഖം കാണിച്ചപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. വല്ലതും കഴിച്ചോ ഗുരുദേവൻ ചോദിച്ചു. ഞങ്ങൾ അവിടെ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അതിനുള്ള സംഗതികളൊക്കെ ഞങ്ങളുടെ ചാക്കിലുണ്ടായിരുന്നു. അവിടുത്തെ ഒരാളുടെ പേര് പറഞ്ഞു, കരുണാകരനോ അങ്ങനെ ഒരു ചായക്കടയുണ്ട്. അയാളുടെ ചായക്കടയിൽ കയറി ഉപ്പുമാവ് ഉണ്ടാക്കി കഴിച്ചെന്ന് പറഞ്ഞു. അന്നേരം ഗുരുദേവൻ ചോദിച്ചു, ഈ പോന്നിടത്തെല്ലാം ചാക്കുകെട്ടം കൊണ്ട് നടക്കാമെന്ന് ചോദിച്ചു. ആഹാരം ഞാൻ തരേണ്ടുന്ന കർത്തവ്യമുള്ള ആളല്ലേ, നിങ്ങൾ ഇവിടെ വന്ന് അന്നത്താൻ വെച്ച് കഴിച്ചോ, പോന്നിടത്തെല്ലാം ഇങ്ങനെ ചാക്കും കൊണ്ട് നടക്കുമെന്ന് ചോദിച്ചു. ഭാനുമതി അമ്മ ചിരിച്ചപ്പോൾ പറഞ്ഞു, അപ്പം നിങ്ങൾക്ക് ഒച്ചിൻ്റെ സ്വഭാവം ഉണ്ടല്ലേ. അങ്ങനെ ഒരു നേരം പോക്കേ ഗുരുദേവൻ ഭാനുമതി അമ്മയോട് പറഞ്ഞിട്ടുള്ളൂ. ഒച്ചിൻ്റെ സ്വഭാവം എന്താ? കൂട് പുറത്ത് വെച്ചുകൊണ്ട് നടക്കത്തില്ലേ, കൂട് ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ കൂടും കൊണ്ട് നടക്കാമെന്നൊന്ന് ഗുരുദേവൻ ചോദിച്ചു. ആശാന് കിട്ടിയ ബേലിസ് രാജകുമാരൻ കൊടുത്ത പട്ടും ആശാൻ ഗുരുദേവന് വാങ്ങിച്ച പട്ടും രണ്ടും അവിടെ മുന്നിൽ വെച്ചു, പാത കാണിക്കായിട്ട് വെച്ചു. ഗുരുദേവൻ പറഞ്ഞു, ഇത് ആശാന് കിട്ടിയതല്ലേ, സൂക്ഷിച്ചു വെച്ചോ. നേരം ഭാനുമതി അമ്മ പറഞ്ഞു, ഇത് ഇവിടത്തേക്കൊരു പുതപ്പാണ്. അന്നേരം ഗുരുദേവൻ പറഞ്ഞു, എനിക്കിവിടെ ആവശ്യമുള്ള കമ്പിളികളും പുതപ്പും എല്ലാം ഉണ്ട്, ഇവിടെ ശിവഗിരിയിലേക്ക് ഇത് വെക്കണ്ട, നിങ്ങളങ്ങ് കൊണ്ടുപോയിക്കോ, ഞാൻ വീട്ടിൽ വരുമ്പോൾ അത് പുതച്ചോളാം. ഭാനുമതി അമ്മ അത് വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു. ഗുരുദേവൻ അത് പുതച്ചിരുന്നു. അവസാന കാലഘട്ടത്തിൽ ചെങ്ങമനാട് വെച്ച് ഈ കഥ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഗുരുദേവൻ പുതച്ച പുതവ് ഇപ്പോഴും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. അമ്മ തന്നെ കാണിച്ചു. ഞാനത് തൊട്ട് വന്ദിച്ചെന്ന് മാത്രമല്ല, ഒരു ആവേശം മൂത്തപ്പോൾ ഞാനെടുത്തൊന്ന് പുതയ്ക്കുകയും ചെയ്തു. ഗുരുതക്കേടാണെന്ന് എനിക്കറിയത്തില്ല, കാരണം ഗുരുദേവൻ പുതച്ചതല്ലേ അത്. അതാണ്. അങ്ങനെ ഒരിക്കൽ മാത്രമേ അവരോട് തമാശ നേരം പോക്ക് പറഞ്ഞിട്ടുള്ളൂ. അന്നേരം ബാലാപണിക്കർ സാറ് പറയുന്നു, ഇപ്രകാരം ഏത് വൈകാരിക രംഗങ്ങളിലും മുഖപ്രസന്നതയാണ്. ഭാനുമതി അമ്മയും പറഞ്ഞു, ഏതു സമയവും പ്രസന്നമായ ചിരിച്ച മുഖമാണ്. എന്ത് വിഷയം വന്നാൽ, അരുവിപ്പുറം പ്രതിഷ്ഠ വരുന്ന സമയത്തും സംഘർഷങ്ങൾ മുറ്റിയ സമയത്തും ഒക്കെ ഗുരുദേവന് പ്രസന്നവദനമാണ്. ഏതു സമയം പ്രസന്നമായ മുഖമാണ്. അതുകൊണ്ട് ആ സംഭാഷണം കേട്ടിരിക്കാൻ ആരും താല്പര്യപ്പെട്ടു പോകും. അത് പറഞ്ഞപ്പോൾ ബാലാപണിക്കർ സാർ തന്നെ ഇത് പറയുന്നതിന് തൊട്ട് തലേ മാസം എനിക്ക് പഠിപ്പിച്ചു തന്ന ഗണപതി സ്തുതിയുടെ വരികൾ ഞാൻ ഓർത്തുപോയി. നമുക്കെല്ലാം അറിയാതെ, ശുക്ലാംബരധരം ശശിവർണം ചതുർഭുജം. അടുത്ത വാക്കാ എനിക്ക് കേൾക്കേണ്ടത്. എങ്ങനെ? ഒന്നുകൂടെ ഉറക്കെ പറ. പ്രസന്നവദനം ധ്യായേത് സർവവിഘ്ന ഉപശാന്തയേത്. വിഘ്നങ്ങൾക്കെല്ലാം ഉപശാന്തി വേണമെങ്കിൽ എന്ത് വേണം? പ്രസന്നവദനം വേണം. അതാണ് എൻ്റെ ഗുരു പറഞ്ഞത്. മഹാഗുരു സ്വാമി തൃപ്പാദങ്ങൾ ഏതു സമയവും പ്രസന്നവദനമാണ്. മോന്തയെല്ലാം വലിച്ചു കയറ്റിക്കൊണ്ട് ഒരാൾ വർത്താനം പറഞ്ഞാൽ കേട്ടിരിക്കാൻ തോന്നുമോ? ഇല്ല. എന്തുകൊണ്ട് ഗുരുദേവൻ്റെ സംഭാഷണങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തരികയാണ്. അതിൽ പറഞ്ഞ ക്വാളിറ്റിയാണ് ഏതു സമയവും പ്രസന്നവദനമാണ്. ഒരു നിർമ്മമൻ്റെ നിശ്ചലതയില്ല. ഒരു ദാർശനികൻ്റെ
നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത ദുർഗ്രഹതയില്ല. എന്നിട്ടോ ലളിതമായ പദങ്ങൾ കൊണ്ടാണ് ജനങ്ങളോട് ഗുരുദേവൻ ആശയ സംവാദം നടത്തുന്നത്. പിന്നെ ദാർശനികന്മാരും സംസ്കൃത പണ്ഡിതന്മാരും അങ്ങനെയൊക്കെ ഉള്ളവർ ചെന്ന് കഴിഞ്ഞാൽ ഗുരുദേവൻ്റെ വിഷയം രൂപം അങ്ങ് മാറും. പിന്നെ കഠിനമായ സംസ്കൃതമേ പറയൂ. സാധാരണ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ലളിതമായ ഭാവം മാത്രമല്ല, പ്രസന്നവദനം. ഇത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്തൂടെ? എല്ലാ വിഘ്നങ്ങൾക്കും ഉപശാന്തി വരാൻ, അതാണ് പ്രസന്നവദനം ധ്യായേൻ സർവവിഘ്ന ഉപശാന്തയേൻ. വിഘ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ പ്രസന്നവദനം വേണം, ചിരിക്കുന്ന മുഖം വേണം. ആ പ്രസന്നവദനമില്ലെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിഘ്നേശ്വരൻ എന്ന് വിളിക്കുന്നത്. വിഘ്നേശ്വരൻ എപ്പോഴും പ്രസന്നവദനമാണ്. അതാണ് അനിൽ പി ശ്രീരംഗത്തിനെ പോലെ എപ്പോഴും ചിരിയല്ലേ, അല്ലേ? ചിരിയോടെ ചിരിയാണ്. ആ ചിരി കണ്ടാൽ ആരാ മയങ്ങിപ്പോകാതെ? നമ്മുടെ ചെയർമാൻ്റെ വീട്ടിൽ ഞാൻ 5:15 വന്നതാണ്. രാജേന്ദ്രപ്രസാദാണ് എൻ്റെ മാർഗദർശി. ഇപ്പം വഴി കാത്തു നിന്ന് കൊണ്ടുവന്ന് ഓരോരുത്തരത്താക്കി തരിക. അവിടെ കൊണ്ടുവന്നാക്കി അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ പറയാ, അനിൽ പി ശ്രീരംഗം വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു നിർബന്ധം, ഇതിൻ്റെ ചെയർമാനാകണമെന്ന്. ഞാൻ പിന്നെ അങ്ങനെ ആകാതിരിക്കും. അന്നേരം ഞാൻ വിചാരിച്ചു, ഈ അനിൽ പി ശ്രീരംഗത്തിൻ്റെ ചിരിയാണ് ഈ കുഴപ്പമില്ല ചെയ്യുന്നത്, അല്ലേ? സദാ പ്രസന്നവദനമാണ്. പ്രസന്നവദനം ധ്യായേൻ. അന്ന് വന്നു കഴിഞ്ഞാൽ സർവവിഘ്ന ഉപശാന്തേത്. അതാണ് സ്വാമി തൃപ്പാദങ്ങൾക്ക് ഏത് സമയവും പ്രസന്നവദനമായിരുന്നു. മലയാളികൾക്ക് നഷ്ടപ്പെട്ടു പോയതും ഈ പ്രസന്നവദനമാണ്. അതാണ് ഒരു ചിരി മതി എല്ലാം പരിഹരിക്കാൻ, ഒരു പൊരി മതി എല്ലാം ചൂട്ടുകളയാൻ. ഒരു ചിരി കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ് എനിക്ക് തന്നൊരു ഉപദേശമുണ്ട്, ഇന്നും ഞാനത് പരിപാലിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ശത്രുക്കളില്ല. അതെന്താണ് ആ തന്ത്രം ചോദിച്ചാൽ, എന്നോട് പറഞ്ഞു വിടും, വേണം മക്കളെ സ്കൂളിൽ പഠിക്കുമ്പം കൂട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാകും. അത് ഉറപ്പാണല്ലോ, വഴക്കുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും വഴക്കുണ്ടായി കൂട്ടുകാരുമായി പിണങ്ങിപ്പോയാൽ ഒരു ദിവസമേ പിണക്കാൻ പാടുള്ളൂ. പിറ്റേന്ന് രാവിലെ അവനെ കാണുമ്പോൾ നീ ചിരിക്കണം. പിണങ്ങിയവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു നോക്കുക, അന്നേരം പിണക്കം തീരും. വനിതാ കമ്മീഷന് വേണ്ടി ഞാൻ കൗൺസിലിംഗ് ഒരുപാട് നടത്താറുണ്ട്. അപ്പം ചില ഭാര്യമാർ പറയുന്ന, കുടുംബ കൗൺസിൽ നടത്തുമ്പോൾ ചില ഭാര്യമാർ പറയുന്ന കംപ്ലൈൻ്റാണ്, ഭർത്താവിന് ഭയങ്കര ദേഷ്യമാണ്, തൊട്ടത്തിന് പിടിച്ചെല്ലാം ദേഷ്യം, എടിയും മറ്റേത് മറിച്ച് കടിച്ച് കീറിക്കൊണ്ട് നിൽക്കും. ഇപ്പോൾ ഭർത്താവിന് ദേഷ്യം കുറയ്ക്കാനുള്ള ടിപ്സ് എല്ലാം പറഞ്ഞു കൊടുക്കും, അവൾക്കും പറഞ്ഞു കൊടുക്കുക എങ്ങനെല്ലാം നേരിടാമെന്ന്. രണ്ടിനെയും കൂടെ കൂട്ടി പിടിപ്പിക്കും, എന്നിട്ട് ഇറങ്ങിപ്പോകും. കൗൺസിലിംഗ് ചേംബറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഭാര്യയെ മാത്രം ഞാൻ തിരിച്ചു വിളിക്കും. കാരണം മറ്റേയാൾ കേൾക്കാതെ ഒരു ഉപദേശം കൊടുക്കണം, അത് തിരിച്ചു വിളിക്കും. അവർ വരും, ഭർത്താവും കൂടെ വരാൻ നേരം പറയും, പ്ലീസ് വെയിറ്റ്, ഒരു ചെറിയ കാര്യം പറയാൻ 2 മിനിറ്റ് മതി. അകത്ത് കയറും. ഭാര്യയോട് ഞാനൊരു മന്ത്രം പറഞ്ഞു കൊടുക്കും. എന്താ മന്ത്രം എന്നറിയാവോ? ഭർത്താവിന് അമിത കോപമാണെന്നല്ലേ പറഞ്ഞത്? അതെ. അയാൾ ചാടിക്കടിച്ച് തുള്ളി അലറിക്കൊടിങ്ങോട്ട് വരുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കി ഒരു 70 mm ചിരി ഇരിച്ചാൽ മതി. ചിരിച്ചു നോക്ക്, അവൻ്റെ പണി അന്നേരം തീരും. ഏത് ദേഷ്യപ്പെടുന്ന ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ഭാര്യയ്ക്കൊന്ന് ചിരിക്കാൻ കഴിഞ്ഞാൽ പ്രശ്നം അവിടെ തീരും. പരിശോധിച്ച് നോക്കേ, ചിരിച്ചോണ്ടിരിക്കുന്ന മുഖത്ത് ഒരുത്തനും കൈവലിച്ച് അടിക്കത്തില്ല, തെറിയും വിളിക്കത്തില്ല. അവൻ വിചാരിക്കട്ടെ, ഇവളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇത് ഏറ്റില്ല, അവൻ തോറ്റുപോകും. കണ്ടോ? അതാണ് പ്രസന്നവദനം ധ്യായേൻ സർവവിഘ്ന ഉപശാന്തി. എനിക്ക് ഈ മനഃശാസ്ത്രം പഠിച്ചതിൻ്റെതായ ചില ഒരുപാട് നേട്ടങ്ങളുണ്ട്, ചില കുഴപ്പങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? മനുഷ്യരുടെ മുഖത്താണ് ഞാൻ അധികം ശ്രദ്ധിക്കുന്നത്. ഇവരുടെ മുഖഭാവം എങ്ങനെ. റെയിൽവേ സ്റ്റേഷനിലിരുന്നാൽ, എയർപോർട്ടിലിരുന്നാൽ, എൻ്റെ പ്രധാന ജോലി പോവുകയും വരികയും നേരം മുഖഭാവം നോക്കിക്കൊണ്ടിരിക്കുക. ഈ മുഖഭാവം നോക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു വാല്യുവേഷന് വേണ്ടിയാണ്. എത്രയോ രാജ്യങ്ങളിൽ ഞാൻ പോയി. പല രാജ്യങ്ങളിൽ എയർപോർട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ മനുഷ്യൻ്റെ മുഖഭാവം നോക്കും. ഏറ്റവും പ്രസന്നവദനം ഞാൻ കണ്ടത് ജപ്പാനിലെ ടോക്കിയോയിലാണ്. ജപ്പാനിലെ ജനങ്ങൾക്ക് ഏത് സമയവും ചിരിയാ. ആകെ ഇച്ചിരിച്ചേ ഉള്ളൂ, 4.5 അടി 5 അടി ഉയരമേ ഉള്ളൂ. അവർക്ക് സദാ ചിരിയാ. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ് കൂടിയത് ജപ്പാനിലുള്ളവർക്കാണ്. അവർക്ക് ചുമ്മാ ചിരിയാണ്, ടെൻഷനില്ല, ചുമ്മാ ചിരി, നല്ല പ്രസാദമാണ്. നമ്മൾ ജപ്പാനിൽ എയർപോർട്ടിൽ ഇരിക്കുക, ഒരു പരിചയവും വേണ്ട. ഒരു ജപ്പാൻകാരൻ വന്നാൽ നമ്മളെവിടെ ഹലോ ഹാ എന്നും പറഞ്ഞ് അവൻ ഇനി വരും. സിനിമയെ പറയുന്ന പോലെ അവൻ്റെ പെരുമാറ്റം കണ്ടാൽ തോന്നുന്നു അമ്മ പറ്റ അളിയന്മാരാണെന്ന്, അല്ലേ? ഭയങ്കര ശ്രേയമാണ്. ബർഗറും ചീസായും ഒക്കെ നമുക്ക് മേടിച്ച് തരും, സന്തോഷിച്ചുകൊണ്ട് പോകും. എന്നാൽ ഏറ്റവും കൂടുതൽ വൈകാരികമായി മോന്ത വീർപ്പിച്ചിരിക്കുന്ന
ആൾക്കാരെ ഞാൻ കണ്ട എയർപോർട്ട് ഏതാണെന്നറിയാമോ? ഒന്നാമത് കണ്ടത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്, പിന്നെ കണ്ടത് തിരുവനന്തപുരം എയർപോർട്ടാണ്, പിന്നെ കരിപ്പൂർ എയർപോർട്ട്. അവിടെയൊക്കെ ചെന്നാൽ എങ്ങനെ മനുഷ്യൻ ഏതാണ്ട് സംഭവിക്കാൻ പോകുന്ന പോലെ മലയാളികൾ എയർപോർട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ നടക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. നിങ്ങൾ ചുമ്മാ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒന്ന് ചുമ്മാ പോകുന്ന യാത്രക്കാരെ നോക്കുക. മലയാളിയാന്നോ മോന്ത വീർപ്പ്, ബംഗാളിയാന്നോ അവൻ ചിരിച്ചോണ്ട് പോകും. ശ്രദ്ധിച്ചു നോക്കി. ഇനി പറയുന്നത് സത്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ. ഏതാണ്ട് വൈകാരിക ഭാവത്തിൽ വലിഞ്ഞു മുറുകി നടക്കുന്നവർ ഗുരുദേവനിലേക്ക് വരട്ടെ. ടെൻഷൻ ഫ്രീ ആയി കഴിഞ്ഞാൽ രോഗങ്ങൾ ഒരുപാട് കുറയും. സദാ പ്രസന്നതയാണെന്ന് എൻ്റെ മഹാഗുരു പറഞ്ഞു തരുന്നു. സ്വാമിജിയെ പിന്നെ സ്വാമി തൃപ്പാദങ്ങളെ കുറിച്ച് എൻ്റെ ഗുരുവിൻ്റെ വാക്കിൽ തന്നെ പറയാം. സ്വാമി തൃപ്പാദങ്ങൾ പ്രസന്ന വദനത്തോടെ സംസാരിക്കൂ. ആ വർത്തമാനം പറയുന്നതിൽ ദുർഗ്രഹത ഇല്ല, തടഞ്ഞു നിൽക്കില്ല, പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല ലളിതമായ വാക്കുകൾ ഉപയോഗിച്ച് ലളിതമായ ഉദാഹരണങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ചൂർണികയുടെ രൂപത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ചൂർണിക? എൻ്റെ ഗുരു ചൂർണിക എന്താണെന്ന് പറഞ്ഞു തന്നു. അന്നേരം എഴുതിയെടുക്കാൻ പറ്റത്തില്ല, കയ്യിൽ തൈലം ഇരിക്കുക. പിന്നെ സ്വസ്ഥമായപ്പോൾ അത് ഞാൻ പറഞ്ഞു എഴുതിയെടുത്ത് ചൂർണിക. ഗുരുദേവൻ്റെ സംഭാഷണം ചൂർണികയുടെ രൂപത്തിലാണ്. ചൂർണിക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അംഗകം മാത്രമുള്ള ലളിതമായ വചനം. അതായത് വിഷയാവതരണത്തിൽ ഭാഷാശാസ്ത്രം അനുസരിച്ച് ചൂർണിക എന്നും മധ്യമം എന്നും യൗകികമെന്നും 3 രൂപം ഉണ്ട്. അതിൽ ചൂർണികയാണ് ഏറ്റവും ലളിതമായ ശൈലി. സീത പാടി, കുട്ടി പട്ടിയെ ഓടിച്ചു, വറുത്തു പൊടിച്ച ധാന്യപ്പൊടി, ഇത് ചൂർണികയാണ്. പെട്ടെന്ന് മനസ്സിലാകും. വലിയ ആശയഗംഭീരമായ വിഷയമാണ് എൻ്റെ മഹാഗുരു പറഞ്ഞത്. സ്വാമി തൃപ്പാദങ്ങളുടെ സംഭാഷണം ചൂർണികകളാണ്. ഈ മധ്യമമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം അംഗങ്ങൾ കാണും, അല്ലെങ്കിൽ അംഗികങ്ങൾ കാണും. അങ്ങനെയുള്ള പല വാക്കുകൾ ചേർന്ന് വരുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഇതെല്ലാം സംസ്കൃതത്തിൽ ഉദാഹരണമുണ്ട്. അതൊക്കെ പറഞ്ഞാൽ വലിയ വേദാന്തവും കടികട്ടിയൊക്കെ പറഞ്ഞു പോയാൽ ഒരുപാട് സമയം എടുക്കുന്നതിന് ലളിതമായ മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഗുരുദേവൻ ലളിതമായി പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രഭാഷണം ലളിതമാക്കുന്നത്. പിന്നെ വേദാന്തികളും സാഹിത്യകാരന്മാരൊക്കെ കൂടിയിരിക്കുന്ന സമയത്താണെങ്കിൽ കട്ടികൂട്ടും, അത് വേറെ കാര്യം. സാധാരണ ജനങ്ങളോട് സംവദിക്കുമ്പോൾ ലളിതമായ ഭാഷയിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ മറക്കില്ല. അതുകൊണ്ടാണ് ഗുരുപദൻ TV ജനങ്ങൾ മെനക്കെട്ട് കാണുന്നത്. കണ്ടതൊന്നും പിന്നെ ആളുകൾ മറക്കാറുമില്ല. അപ്പൊ ഈ മാധ്യമ വിഷയത്തിൽ വരുന്ന അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, കാറ്റടിച്ചിട്ടും ഇടിവെട്ടിയിട്ടും മഴക്കാറുണ്ടായിട്ടും മഴ പെയ്തില്ല. അത് ചൂർണികയുടെ അടുത്ത സങ്കീർണതയാണ്. കുട്ടിപാടി, പട്ടി ഓടി, ലളിതം. കുറച്ചുകൂടെ സങ്കീർണമാകും മധ്യമത്തിൽ. യൗകികമെന്ന് പറഞ്ഞാൽ അത് വളരെ ദുർഗ്രഹമാണ്. ഞങ്ങൾ പഠിച്ചു, ഉദാഹരണം, ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ പരീക്ഷ എഴുതി, ഞങ്ങൾ ജയിച്ചു. പഠിക്കാതെ ജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം, പഠിച്ചാലും ജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. ഏവനാണിത് പറയാനിരിക്കുന്നത്? അതാണ് യൗകികം. അതിന് സംസ്കൃതത്തിൽ തന്ന വലിയ കടുകട്ടിയായ ഉദാഹരണമുണ്ട് കേട്ടോ. തദാനി ബുധന്യുദുല്ലംഘന ദൃഢതര ചരണ നിഷ്പീഡനം സോടുമക്ഷമാഷ് മാതൃദേശ നിശേഷ നിശ്ചര ഔഗതയാക്രാന്തിവാന്ന് പറഞ്ഞ് കടുകട്ടിയായ പദങ്ങളാണ് യൗകികം. ഗുരുദേവന്റെ സംസാരം മുഴുവൻ ചൂർണിക രൂപത്തിലാണെന്ന് നേർക്കുനേർ കേട്ട എൻ്റെ മഹാഗുരു പഠിപ്പിച്ചു തന്നു. ലളിതമായ അവതരണം. പിന്നെയോ അടുത്തത് അതിൻ്റെ മർമ്മമാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് ബാലാപണിക്കർ സാറ് പറഞ്ഞതാണ്, കുറിക്കുകൊള്ളുന്ന ഫലിത ഉക്തികൾ, കാലദേശങ്ങൾക്കതീതമായി നിലനിൽക്കുന്ന ഫലിത ഉക്തികൾ. ആ ഫലിതം കേൾക്കുന്നത് കൊണ്ട് ഗുരുദേവന്റെ സംഭാഷണം ഒരിക്കലും ആർക്കും മടുത്തു പോകില്ല. മർമ്മം അവിടെയാണ്. അന്നേരമാണ് എൻ്റെ മഹാഗുരു പറഞ്ഞ വാക്യമാണ്, ഗുരുദേവന്റെ സ്വാമി തൃപ്പാദങ്ങളുടെ വൈഖരിയിലെ നർമ്മങ്ങൾ. ആ നർമ്മങ്ങളിൽ ചില മർമ്മങ്ങളുണ്ട്. അതാണ് ഈ ടൈറ്റിൽ ഞാൻ കൊടുക്കാൻ കാര്യം. ഗുരുവൈഖരിയിലെ നർമ്മങ്ങളും മർമ്മങ്ങളും എന്ന് പേര് കൊടുക്കാൻ കാര്യം ഇതാണ്. പിന്നീട് കാലെല്ലാം വേദനയെല്ലാം കുറഞ്ഞ് എനിക്കിതെല്ലാം പറഞ്ഞു ഞാൻ എഴുതിയെടുത്തു. അതിലാണ്. എന്നിട്ട് പറഞ്ഞു, ഗുരുദേവന്റെ നർമ്മങ്ങൾ
അത് വെറുതെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ചിരിയേക്കാളേറെ അതിൽ ചിന്തകളാണ്. മറ്റൊന്ന്, ആവർത്തിക്കുന്ന ഫലിതങ്ങൾ ഗുരുദേവനില്ല. മറ്റൊരാളുടെ കോപ്പി അടിക്കുന്ന ഫലിതങ്ങൾ ഇല്ല. അത് നൈസർഗികമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ സ്പോണ്ടേനിയസ്. ആ ഓരോ നർമ്മങ്ങളും അഗാധ തലത്തിൽ സ്പർശിക്കുന്നവയാണെന്ന് മാത്രമല്ല, കാലദേശാന്തരങ്ങൾ കഴിഞ്ഞും ആ നർമ്മങ്ങൾ നിലനിൽക്കും. അത് ഗുരുദേവ വൈഖരി എന്താണെന്ന് പിന്നെ പറയാം. വെറും സംഭാഷണമല്ല വൈഖരി, വർത്തമാനം പറയുന്നതല്ല വൈഖരി എന്താണെന്ന് വേദാന്തം പഠിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വൈഖരി എന്താണെന്ന് പെട്ടെന്ന് ചെറിയ മനസ്സിലാകുന്ന വാക്കിൽ പറഞ്ഞു തരാം. അതുകൊണ്ട് ഗുരുദേവൻ്റെ സംഭാഷണമല്ല, ഗുരുദേവൻ ഒരു പ്രഭാഷകനല്ല. ഗുരുദേവൻ പ്രഭാഷണം നടത്തിയില്ല. ചെറിയ 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 വർത്തമാനങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മഹാപ്രഭാഷകരെ ഗുരുദേവൻ വാർത്തു വിട്ടു. സാറുസിപിയെ വൃത്തികെട്ട ജന്തു എന്ന് വിളിക്കുന്ന സി കേശവനെ ഗുരുദേവൻ വാർത്തു വിട്ടതാണ്. സഹോദരനയ്യപ്പനെ പോലൊരു പ്രഭാഷകൻ മലയാളക്കര കണ്ടിട്ടില്ല. ഗുരുദേവൻ വാർത്തു വിട്ട പ്രഭാഷകരാണ്. കുമാരനാശാൻ, ടി കെ മാധവൻ, ഗംഭീരന്മാരായ പ്രഭാഷകരെ ഗുരുദേവൻ വാർത്തു വിട്ടു. പക്ഷേ ഗുരുദേവൻ ഒരു പ്രഭാഷകനല്ല. ശാന്തമായിരുന്ന കാര്യം പറയത്തേ ഉള്ളൂ. ആ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ആർക്കും പോകാൻ തോന്നത്തില്ല. കണ്ടാൽ ആ രൂപ സൗകുമാര്യവും അതാണ്. അതിൽ പ്രധാനമായ പ്രയോഗമാണ് ഈ നർമ്മ ഫലിതങ്ങൾ പറയും. നർമ്മമല്ല, ഫലിതങ്ങൾ പറയുക. ആ ഫലിതങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അത് സ്പോണ്ടേനിയസ്, പെട്ടെന്നാണ് വരുന്നത്. പക്ഷെ അതിൻ്റെ ആഘാതം യുഗാന്തരങ്ങളോളം നിലനിൽക്കും. അത് ഞാൻ പിറകെ പറയാം, 1-2 അടത്തിയെടുത്ത് പറയാം. അതാണ് വീണ്ടും എൻ്റെ ഗുരു പറഞ്ഞു, സ്വാമി തൃപ്പാദങ്ങളുടെ സംഭാഷണത്തിൽ ഏതൊരു പ്രമേയമാണോ അവതരിപ്പിക്കുന്നത് ആ പ്രമേയത്തിൽ പരിപൂർണ ജ്ഞാനമാണ് ഗുരുദേവന്. അതുകൊണ്ടും തീർന്നില്ല. ഏത് നർമ്മോക്തികൾ പറഞ്ഞാലും, എത്ര ലളിതമായി പറഞ്ഞാലും അതിൻ്റെ ശാസ്ത്രീയമായ അടിസ്ഥാനം വിട്ടുപോകാതെ തന്നെ ഇത് അവതരിപ്പിച്ചു പോകും. ഇത്രയും സംഗതികൾ സമഞ്ജസമായി കൂട്ടായി ഒരാൾക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ? ഭാഷാശാസ്ത്രം പഠിക്കുന്നവനും ചിന്തിക്കുന്നവനും മനസ്സിലാകും, ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യം അല്ല അത്. ഈ പറഞ്ഞ ആദ്യം മുതൽ പറഞ്ഞ സകല വിശേഷണങ്ങളും ഒത്തുചേർന്ന് ഒരു ദാർശനികൻ്റെതായ ദുർഗ്രഹതയില്ലാതെ, ഒരു വൈരാഗിയുടെ നിശ്ചലതയില്ലാതെ യമിയാണ് ഗുരുദേവൻ. അത് വളരെ വ്യക്തമായി നളിനിയിലൂടെ ആശാൻ പറഞ്ഞെന്നില്ലേ, ഇത്ര ധന്യത തികഞ്ഞു കാൺമതിൽ അത്ര നൂനമൊരു സാർവഭൗമനിൽ ചിത്തമാം വലിയ വൈരികീഴമർന്നത്തൽ തീർന്ന യമി തന്നെ ഭാഗ്യവാൻ. ദിവാകരമുനിയെ വർണ്ണിക്കുന്നത് ഗുരുദേവനെ സംബന്ധിച്ച് തന്നെയാണെന്ന്. ദിവാകരമുനിയെ വർണ്ണിക്കുമ്പോൾ ഗുരുദേവനായിരുന്നു മനസ്സ് നിറയെന്ന് ആശാൻ ഭാനുമതി അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പാരിലില്ല ഭയമെന്നുമേറെയുണ്ടാരിലും കരുണ എന്നുമേതിനും പോരുമെന്നും അരുളി പ്രസന്നമായി ധീരമായ മുഖകാന്തിയാലവൻ. അത് ഗുരുദേവൻ തന്നല്ലേ അല്ലേ? പാരിലില്ല ഭയം എന്നും ഏതിനും പോരുമെന്നും അരുളി പ്രസന്നമായി ധീരമായ മുഖകാന്തിയാലവൻ. അതാണ്. അത് ഞാൻ അടുത്ത സമയത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു പടത്തിൻ്റെ കീഴിൽ, ഒരു ഫോട്ടോയുടെ കീഴിൽ ഞാൻ ഈ വരികൾ എഴുതി. അതിനൊരുപാട് ലൈക്കും കമൻറ്റും കിട്ടി. മറ്റൊന്നുമല്ല, നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ മരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് യൂറോളജിയുടെ ഹെഡ് പ്രതികരിച്ചത് നമ്മളെല്ലാം കണ്ടില്ലേ? ഡോക്ടറുടെ പേര് ഓർമ്മയുണ്ടോ? ഡോക്ടർ ഹാരിസ് അല്ലേ? എൻ്റെ സ്വന്തം സഹോദരിയുടെ മോനാണ്, എൻ്റെ ശേഷക്കാരനാണ്. ഞാനവൻ്റെ വല്യമ്മാവല. അവൻ പലതും എന്നോട് ആലോചിച്ചിട്ടാണ് ഈ പ്രതികരിച്ചതൊക്കെ. അവന് ഭയമൊന്നുമില്ല. പാരിലില്ല ഭയം ഏറെയുണ്ടാരിലും കരുണ എന്നും ഏതിനും പോരുമെന്നും അരുളി പ്രസന്നമായി ധീരമായ മുഖകാന്തി. പക്ഷെ അവൻ ഈ മൈക്കൊക്കെ കൂടെ കണ്ടപ്പം വിറച്ചു. കാരണം അവൻ പ്രസംഗിച്ചിട്ടില്ല, വേദി കയറിയിട്ടില്ല. മൈക്കും ഇതൊക്കെ ടി വിയൊക്കെ അവൻ ആദ്യമാണ്. പക്ഷെ അവൻ ധീരമായ നിലപാടാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ജോലി പോകുമെന്ന് പറയാൻ പറഞ്ഞ പോട്ടെ. അവൻ സൂപ്പർ അവന് യൂറോളജിയുടെ സൂപ്പർ സ്പെഷ്യലിസ്റ്റാണ്. UK പോയി അതിൻ്റെ ഏറ്റവും വലിയ ഡിഗ്രിയൊക്കെ എടുത്ത അതിസൂക്ഷ്മമായ സങ്കീർണമായ നെഫ്രോളജി കൈകാര്യം ചെയ്യുന്ന ഡോക്ടറാണ് അവൻ. വീട്ടിൽ പ്രാക്ടീസ് ഇല്ല.
ബകയിലെ പെങ്ങളല്ല, എൻ്റെ സ്വന്തം പെങ്ങളുടെ എൻ്റെ ആദ്യത്തെ പെങ്ങളുടെ എൻ്റെ ആദ്യത്തെ സഹോദരിയുടെ മൂത്ത മോനാണ്. ഞാനവൻ്റെ വല്യമ്മാവനും എൻ്റെ മൂത്ത ശേഷക്കാരനും. അത് കണ്ട പലരും പറഞ്ഞ് അമ്മാവൻ്റെ ശേഷക്കാരൻ തന്നെയാണെന്ന് മനസ്സിലായിരുന്നു. കാരണം ഭയമില്ല, ഞങ്ങൾക്ക് ഭയമില്ല. കാരണം ഞങ്ങളെ പഠിപ്പിച്ചത് എങ്ങനെയാണ്, അവൻ്റെ മാതാപിതാക്കൾ അധ്യാപകർ, എൻ്റെ മാതാപിതാക്കൾ അധ്യാപകർ, അവർ പഠിപ്പിച്ചൊരു പന്ഥാവുണ്ട് മനുഷ്യനെ സ്നേഹിക്കാൻ. പ്രീ ഡിഗ്രിക്ക് ആദ്യമായിട്ടും പുനലൂർ എസ് എൻ കോളേജിൽ ക്ലാസ് കിട്ടാൻ വലിയ പ്രയാസമാണ്. ക്ലാസ് കിട്ടിയപ്പോൾ അന്ന് പിതാവ് പുനലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകനാണ്. പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് ക്ലാസ് കിട്ടി. അപ്പം എന്ത് വേണം, ജയിച്ചതല്ല വലിയ പ്രയാസം. 50 പേര് എഴുതിയിട്ട് 7 പേരാണ് ജയിച്ചത്. അതിനകത്ത് ഒരു ക്ലാസ്. അതും കൊണ്ട് നേരെ സ്കൂളിലേക്ക് ഓടിച്ചെന്നപ്പോഴത്തേക്ക് സ്റ്റാഫ് റൂമിലേക്ക് എൻ്റെ ബാപ്പയും കുറേ അധ്യാപകർ സുഹൃത്തുക്കളെല്ലാം കൂടി ഇരിക്കുക. അങ്ങോട്ട് എന്നിട്ട് ഞാൻ ചോദിച്ചു, പ്രീ ഡിഗ്രിക്ക് എനിക്ക് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പ് ക്ലാസ് കിട്ടി, ഞാൻ ആരാകണം? എൻ്റെ വിചാരം ഡോക്ടറാകണമെന്ന് ഉടൻ പ്രതികരണം കിട്ടുമെന്ന്. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ആരാകണം? എൻ്റെ പിതാവ് പറഞ്ഞു, ഒരു മനുഷ്യനാകണം. ഞങ്ങളെ പഠിപ്പിച്ചത് എങ്ങനെ? മനുഷ്യനാകാനാ. അതുകൊണ്ട് എൻ്റെ ശേഷക്കാരനും മനുഷ്യനാണ്. പ്രയർ പ്രാക്ടീസ് ഇല്ല, അവൻ്റെ വീട്ടിന് മുമ്പിൽ ബോർഡില്ല, ആരെങ്കിലും അവൻ്റെ വീട്ടിൽ തിരക്കി ചെന്ന് അവനെ നോക്കത്തുമില്ല. കഴക്കൂട്ട MLA DV പറഞ്ഞില്ലേ, MA വാഹിദ് പറഞ്ഞില്ലേ, യൂറോളജിയുടെ പ്രശ്നം എനിക്കുണ്ടായപ്പം ചികിത്സിച്ച ഡോക്ടർ ഹാരിസാണ്. എൻ്റെ തിരക്കുകളും അദ്ദേഹത്തിൻ്റെ തിരക്കും കാരണം ഞാൻ ചോദിച്ചു, എനിക്ക് സൗകര്യമായി വീട്ടിൽ വന്നൊന്ന് കാണാൻ പറ്റുമോ എന്ന്. ഡോക്ടർ ഹാരിസ് പറഞ്ഞു, ഞാൻ രാവിലെ 7 മണിക്ക് മെഡിക്കൽ കോളേജ് വരും, രാത്രി 10 മണി വരെ മെഡിക്കൽ കോളേജ് കാണും, അതിലേതെങ്കിലും ഒരു സമയത്ത് വന്നാൽ മതി. ഭയക്കരുത്, നന്മ ചെയ്യാൻ ഭയക്കരുത്. അതുകൊണ്ട് ഗുരുദേവൻ യമിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോയതാ, പാരിലില്ല ഭയം എന്നും ഏറെയുണ്ടാരിലും കരുണ എന്നും ഏതിനും പോരുമെന്നും അരുളി പ്രസന്നമായി ധീരമായ മുഖകാന്തിയാലവൻ. പിന്നെയോ, ഇത്ര ധന്യത തികഞ്ഞു കാൺമതിൽ അത്ര നൂനമൊരു സാർവഭൗമനിൽ ചിത്തമാം വലിയ വൈരി കീഴമർന്ന് അത്തൽ തീർന്ന യമി തന്നെ ഭാഗ്യവാൻ. യമനിയമങ്ങളുടെ പാരംഗതനായ ഗുരുദേവന്റെ പ്രഭാഷണത്തിൽ ആ യമിയുടെ ഒരു നിശ്ചലത, ആ സംസാരം കേട്ടുകൊണ്ടിരുന്ന തോന്നത്തേയില്ലാതെ ഒരു പ്രവാഹമാണ് ഗുരുദേവന്റെ സംഭാഷണം. പ്രഭാഷണമല്ല, വർത്തമാനം പറയത്തേ ഉള്ളൂ. അത് കേട്ടാൽ മടുക്കത്തില്ല. ആർക്കും കേട്ടാൽ തൃപ്തിയായി എനിക്ക് മതി എന്ന് പറഞ്ഞ് ആരും പോകില്ല. അങ്ങനെ കേട്ടിരുന്നു പോകും. ആ സംസാരിക്കുന്ന കൂട്ടത്തിലും ഫലിതങ്ങൾ പറയുന്ന കൂട്ടത്തിലും വിരക്തിയുടെ ഒരു ബുദ്ധിമുട്ട് പോലും നമുക്ക് തോന്നാതെ വേദാന്തങ്ങളും ശാസ്ത്രവുമാണ് ഗുരുദേവൻ പറയുന്നതെങ്കിലോ അതീവ താല്പര്യം നമുക്ക് തോന്നിപ്പോൾ അത്ര സോത്സാഹമായി മനുഷ്യൻ കേട്ടിരിക്കും. അതായിരുന്നു അവിടുത്തെ സംഭാഷണ ചതുരത. ഇങ്ങനെ ഇതെല്ലാം കൂടെ വൈരുദ്ധ്യമാർന്ന ഇതെല്ലാം കൂടി ചേർത്ത് കൂട്ടിയിണക്കി ഒരു മനുഷ്യന് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് ഒരു വ്യക്തിക്കേ കഴിയൂ. അത് ശ്രീനാരായണ ഗുരുദേവനാണ്. മറ്റാരെ കൊണ്ടും അത് കഴിയില്ല. മാത്രമല്ല, എൻ്റെ മഹാഗുരു പറഞ്ഞ മറ്റൊരു സംഭവം, ഗുരുദേവന്റെ ശബ്ദം സംഗീത സാന്ദ്രമായ സ്വരമാണ്. സംഗീത സാന്ദ്രമായ സ്വരം, ഫലിത ഉക്തികൾ, ലളിതമായ ചൂർണിക രൂപത്തിലുള്ള അവതരണം. ഇതിനപ്പുറം എന്തു വേണം? അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമായിരുന്നു ഫലിത രൂപത്തിലുള്ള അവതരണങ്ങൾ. ആ ഓരോ നർമ്മങ്ങളും മർമ്മഭേദിയാണ്. നിരവധി നർമ്മങ്ങളുണ്ട്, നമുക്കറിയാം പലതും. കുറച്ച് ഞാൻ പറയാം. അതിൻ്റെ സാഹചര്യം നോക്കൂ. ഏറ്റവും മർമ്മപ്രധാനമായ നർമ്മം ഗുരുദേവൻ പ്രയോഗിച്ചത് എവിടെയാണെന്നറിയോ? അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞപ്പോഴാണ്. നാനാ വഴിക്കും ആളുകളങ്ങ് ഇളകിയത് ആരാന്നൊക്കെ ഞാൻ അറിയാമെന്ന് അന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. സഹസ്രാബ്ദങ്ങളായി നടന്നു വന്നിരുന്ന ഒരു ആചാരം, അദ്വൈതത്തെ പൂണൂലണിയിച്ച് അതിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത ഒരു സമൂഹത്തിന് നേരെ അവരെ ചില്ലുകൊട്ടാരം എറിഞ്ഞുടച്ച ശില, അത് അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചു. അത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ആദ്യം ചോദിച്ചൊരു നമ്പൂതിരി ചോദിച്ചത്, ഏത് രാശിയിലാണ് പ്രതിഷ്ഠിച്ചത്? എനിക്കിഷ്ടമുള്ള രാശിയിലാന്ന് പറഞ്ഞാൽ പോരെ. ആ ചോദ്യകർത്താവിന്റെ മുമ്പിലും ഗുരുദേവന് പ്രസന്നവദനം ധ്യായേത്. പ്രസന്നവദനമാണ്. ചിരിച്ചുകൊണ്ട് നമ്പൂതിരിയോട് ഒരു നർമ്മമാണ് പറഞ്ഞത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞല്ലേ ജാതകം നോക്കൂ.
ജനിക്കാത്ത കുഞ്ഞിന് ജാതകം നോക്കുമോ? ഞാൻ പ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞു, അടിയളന്നങ്ങ് തീരുമാനിച്ചോ ഏതാ മുഹൂർത്തം. എത്ര ദിവസം ചിന്തിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാവും? വീണ്ടും അത് വിവാദമായി അരുവിപ്പുറം പ്രതിഷ്ഠ കത്തിപ്പടർന്നപ്പോൾ ആ വിവാദത്തെ ശമിപ്പിച്ച ആ നർമ്മമാണ് ഏറ്റവും മർമ്മഭേദിയായ നർമ്മം. നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ്, അത് ഈഴവ ശിവനാണെന്നും അഭിപ്രായം. ഞാനത് മാതൃഭൂമിയിൽ വളരെ വ്യക്തമായിട്ട് എഴുതി. ഗുരുദേവൻ പറഞ്ഞത് നമ്മുടെ ശിവനെന്ന് തന്നെയാണ്, ഈഴവ ശിവനെന്ന് പറഞ്ഞിട്ടില്ല. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, ഈഴവ ശിവനെന്ന് പറഞ്ഞാൽ അത് ചെറുതാകലാണ്. അങ്ങനെ ഗുരുദേവൻ ചെറുതാകുന്ന ആളല്ല. 2, നമുക്ക് ജാതി ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. മാതൃഭൂമിയിൽ ലേഖനം ഞാൻ സമഗ്രമായിട്ട് എഴുതി, എഡിറ്റോറിയൽ പേജിൽ 1/2 പേജ് ഞാൻ എഴുതി. അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മുടെ ശിവൻ എന്നാണ്. പക്ഷേ ഈഴവ ശിവൻ എന്ന പ്രയോഗം എങ്ങനെ വന്നു? അതിൻ്റെ പിറകെ ഞാൻ ഒത്തിരി അന്വേഷിച്ച് നടന്നു. ഈഴവ ശിവൻ എന്നൊരു പ്രയോഗം വന്നിട്ടുണ്ട്. അത് ഗുരുദേവനല്ല പ്രയോഗിച്ചത്, കുമാരനാശാനാണ്. ജഗന്നാഥ ക്ഷേത്രത്തിൽ, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലും ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് ശിവപ്രതിഷ്ഠയാണ്. ജഗന്നാഥൻ അത് സാക്ഷാൽ പരമശിവനാണ്. ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ ചെന്നപ്പോൾ മണന്തല ഇല്ലത്തിൽ നീലകണ്ഠൻ മൂസത് എന്ന് പറയുന്ന ഒരു മൂസത്, അയാളുടെ കുറേ പരിവാരങ്ങളും എല്ലാം കൂടെ ജഗന്നാഥ ക്ഷേത്രത്തിൽ വന്നു. എന്തിനാ വന്നതെന്നറിയാമോ? പ്രതിഷ്ഠയൊക്കെ ഞങ്ങളുടെ അവകാശമോ, ആഹാ, അതുകൊണ്ട് കയറി ഒരു അവർണ്ണൻ കയറി പ്രതിഷ്ഠിക്കാൻ വന്നു പറഞ്ഞ് പ്രകമ്പനം ഉണ്ടാക്കാൻ വന്നതാണ്. ഇയാളുടെ കൂടെ കുറേ ശിഷ്യന്മാരും ഉണ്ട്. വന്ന പാടെ ഇതങ്ങോട്ട് കേൾക്കാനായിട്ട് കുറേ അധികം ആൾക്കാർ കൂടി. ആ വന്നതെല്ലാം സാധാരണക്കാരാണ്. സംവാദം നടക്കുമെന്നറിയപ്പോൾ അവിടുത്തെ ഈ പറഞ്ഞ മണന്തല ഇല്ലമെന്നൊക്കെ പറഞ്ഞ കണ്ണൂർ തലശ്ശേരിയിലെ പ്രസിദ്ധമായ തലമുറകളിൽ ഒരുപാട് പഴക്കമുള്ള ഇല്ലമാണ്. കൊല്ലും കൊലയും നാടുവാഴിത്വമുള്ള ഇല്ലത്തിലെ മൂസതാണ്, നീലകണ്ഠ മൂസതാണ് വരുന്നത്. അയാളുടെ കുറേ മൂസതന്മാർ പുറകെ ഉണ്ട്. അവന്മാരെല്ലാം വലിയ മാരകായുധങ്ങളൊക്കെ കൊണ്ടാണ് വരുന്നത്. ജഗന്നാഥ ക്ഷേത്രത്തിൽ കുത്തും കൊലയും നടക്കുമെന്ന് വിചാരിച്ചത് കാണാൻ കൂടിയവരും കുറേ പേരുണ്ട്. സാധുക്കളായ കുറേ പേര് ഗുരുദേവ ഭക്തന്മാരും ഉണ്ട്. അങ്ങനെ വമ്പിച്ച ജനക്കൂട്ടത്തുള്ളിൽ നീലകണ്ഠ മൂസ ഇങ്ങോട്ട് വന്നതിൻ്റെ കടുകട്ടി സംസ്കൃതത്തിൽ അയാൾ അങ്ങോട്ട് വർത്തമാനം പറയാൻ തുടങ്ങി. മഹാഗുരു എന്ത് ചെയ്തു? പച്ച മലയാളത്തിൽ മറുപടി പറഞ്ഞു. എന്താ സംസ്കൃതം ചെയ്യാൻ വേണ്ടാന്ന്? സംസ്കൃത പാരംഗതനല്ലേ മഹാഗുരു? അതല്ലേ ഇതേ തലശ്ശേരി തന്നെ ഒരിക്കൽ തീവണ്ടി കയറി തിരുവനന്തപുരത്തേക്ക് പോവാ. ഇന്നത്തെ പോലെ വന്ദേ ഭാരതും ഡീസൽ എഞ്ചിനും മറ്റേ ഇലക്ട്രിക് എഞ്ചിനൊന്നും ഇല്ല. തലശ്ശേരിയും തിരുവനന്തപുരത്ത് വേണേൽ 2 ദിവസം എടുക്കും. പുകവണ്ടിയാണ്. മട്ടാഞ്ചേരി വന്നിട്ട് പിന്നെ വണ്ടി മാറി കയറണം. അങ്ങനെയൊക്കെ യാത്ര ദുരിതമുള്ള സമയമാണ്. ആ സമയത്ത് ഇന്നത്തെ പോലെ എക്സ്പ്രസ് ഹൈവേ അല്ലെ ബ്രോഡ് ഗേജ് ഒന്നുമില്ല. ഈ ആവി എഞ്ചിനകത്ത് തലശ്ശേരിയിൽ നിന്ന് കയറി ഒരു നാടുവാഴി എന്ന് പറയുന്ന ഒരു കാലത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്, ബ്രാഹ്മണനാണ്. അയാളുടെ കൂടെ കുറേ പരിവാരങ്ങളും ഉണ്ട്. ഇയാൾ കയറിയത് മുതൽ ഗുരുദേവനോട് സംസ്കൃതത്തിൽ സംസാരിക്കാൻ തുടങ്ങി. എന്തായാലും ഒരു രാവും പകലും എന്തായാലും സഞ്ചരിച്ചാണ്, ഉറപ്പാണ്. കയറിയത് മുതൽ ഇയാൾ സംസ്കൃതത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഗുരുദേവൻ അങ്ങനെ തന്നെ അതിനേക്കാൾ വലിയ സംസ്കൃതത്തിൽ മറുപടിയും പറഞ്ഞുകൊണ്ടിരുന്നു. ഒറ്റ അക്ഷരം മലയാളം മിണ്ടിയിട്ടില്ല. അവസാനം വേളി സ്റ്റേഷനിലെത്തിയപ്പോൾ തൊട്ടടുത്ത് പേട്ടയിൽ ഗുരുദേവൻ ഇറങ്ങണം. വേളി സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്ക് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം കൂടെ പാണ്ടക്കെട്ടെല്ലാം മുറുക്കി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്പൂതിരി ഒരു ചോദ്യം ചോദിച്ചു. എന്താ പേര്? നാരായണൻ. അപ്പൊ പേര് ചോദിക്കുമ്പോൾ ഈ നാടുവാഴിക്കൊരു വിചാരം ഉണ്ടായിരുന്നു. പേരും കൂട്ടി ചേർ പറയും അല്ലേ? പേരിൻ്റെ പിറകെ അങ്ങോട്ട് നായരാന്നോ നമ്പൂതിരിയാന്നോ മൂസതാന്നോ വാര്യരാന്നോ പറയുമല്ലോ. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ പേര് ചോദിക്കുമ്പോൾ ജാതി കൂട്ടി പറയുമെന്ന് വിചാരിച്ചാണ് ഈ മരമണ്ടാൻ ചോദിച്ചത്. എന്താ പേര്? നാരായണൻ. അപ്പോഴിയാൾ വീട് ചോദിച്ചപ്പോൾ ജാതിയിൽ ആരായിട്ട് വരും? അവിടെയാണ് അടുത്ത നർമ്മം. കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. പിന്നെ കേട്ടാൽ എങ്ങനെ മനസ്സിലാവും? അല്ലേ? സീയിങ് ഈസ് ബിലീവിങ്. ആ ഫിലോസഫിയാണ്. ഒരു നർമ്മം ഗുരുദേവൻ അവതരിപ്പിച്ചാൽ അതിൽ 1000 മർമ്മങ്ങളുണ്ടാകും. സീയിങ് ഈസ് ബിലീവിങ്. കാണുക എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ദൃക്സാക്ഷി എന്ന് പറയുന്നത്. ചെല്ല് പറയത്തില്ല ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അയൽവക്കത്തെ പെണ്ണുങ്ങൾ തമ്മിൽ അടി കൂടുമ്പോഴാണ് ഇത് കൂടുതൽ പറയുന്നത്. നീ എന്തോ അടി പറയുന്നത്? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പിന്നെ കാതുകൊണ്ട് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ
കണ്ട കാര്യത്തിന് അടിവരയിടാനാണ് കണ്ടതാന്ന് ഉറപ്പ് പറയുന്നല്ലേ. കണ്ണുകൊണ്ട് കണ്ടതാ എന്ന് പറയാം, മനസ്സുകൊണ്ട് കണ്ടതല്ല എന്നാ എൻ്റെ സാരം. കണ്ണുകൊണ്ട് കണ്ടതാ. കോടതിയിൽ വേണ്ടത് ദൃക്സാക്ഷികളാണ്. അതാണ് കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഭംഗിയായി മനസ്സിലാവുന്ന കാര്യം. കണ്ടാൽ മനസ്സിലായില്ലേ പിന്നെ കേട്ടാൽ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? എന്നിട്ട് മറ്റൊരു സംഭാഷണത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞൊരു വർത്താനമുണ്ട്. ഭൂമിയിൽ സ്വന്തം വർഗത്തിനെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു വർഗമേ ഉള്ളൂ, അത് മനുഷ്യനാണ്. പട്ടിക്ക് പട്ടിയെ കണ്ടാൽ അപ്പോഴേ തിരിച്ചറിയാം. അതെല്ലാം കൂടെ ഒന്നീ തമ്മി കുരയ്ക്കും, അല്ലെ കൂട്ടുകൂടി കിടക്കും. കാക്കിക്ക് കാക്കയെ കണ്ടാൽ അറിയാം, പശുവിനെ കണ്ടാൽ അറിയാം, പ്രാവിനെ കണ്ടാൽ അറിയാം, മനുഷ്യനെ കണ്ടാൽ അറിയില്ല എന്ന് ഗുരുദേവൻ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. കണ്ടാൽ അറിഞ്ഞൂടെ പിന്നെ കേട്ടാൽ. അപ്പോൾ 1-2 ദിവസം ഒരു രായും പകലും എങ്കിലും നിർത്താതെ സംസ്കൃതം പറഞ്ഞ ഗുരുദേവന് സംസ്കൃതം അറിയാൻ വേണ്ടിയിട്ടാണോ ഈ നീലകണ്ഠം മൂസത്തിനോട് എന്തിനാ മലയാളത്തിൽ പറഞ്ഞത്? ആ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം ബഹുഭൂരിപക്ഷവും പാമരന്മാരാണ്. ഇവർ പ്രതിഷ്ഠയെക്കുറിച്ച് തർക്കിക്കാൻ വരുമ്പോൾ ഇയാൾ സംസ്കൃതത്തിൽ പറഞ്ഞാൽ, ഗുരുദേവനും സംസ്കൃതത്തിൽ പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുമോ? ഇല്ല. അതുകൊണ്ടാണ് മൂസത്തിൻ്റെ സംസ്കൃതത്തിന് ഗുരുദേവൻ കൊടുത്ത അടിയാണ് മലയാളത്തിലെ മറുപടി. ആ സംവാദം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചോദ്യം ഉത്തരം, അയാളുടെ ചോദ്യങ്ങൾക്കെല്ലാം മണി പോലെ ഗുരുദേവൻ ഉത്തരം പറഞ്ഞു. ആ സമയത്താണ് കുമാരൻ ആശാൻ ഇടപെട്ടു. ആശാൻ കൂടെയുണ്ട്. ആശാൻ ഇടപെട്ട് പറഞ്ഞു, മൂസതേ നിങ്ങളാരും ബഹളം വെക്കണ്ട, ഇത് നിങ്ങളുടെ ശിവനെ അല്ല, ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്ന ഈഴവ ശിവനെയാണ്. അങ്ങനെ ഒരിക്കൽ ഈഴവ ശിവൻ എന്ന് പറഞ്ഞത് കുമാരനാശാനാണ്. അത് ഗുരുദേവൻ കേട്ടുകൊണ്ടിരുന്നു, ആ വാക്കിന് തടസ്സം ചെയ്തിട്ടില്ല. ആശാൻ അങ്ങനെ പറയരുത്, ആശാനെന്നല്ല ഗുരുദേവൻ കുമാരാന്ന് വിളിക്കുന്നത്, കുമാര അങ്ങനെ പറയരുതെന്ന് ഗുരുദേവൻ വിലക്കിയിട്ടില്ല. അതുകൊണ്ട് ഈഴവശൻ എന്ന പരാമർശം തെറ്റല്ല, അങ്ങനെയും പറയാം. അല്ലാതെ അരിവിപ്രം പ്രതിഷ്ഠയുടെ സംവാദത്തിൽ ഗുരുദേവൻ ഒരിക്കലും നാം പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവൻ എന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ ശിവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി ഒരു തർക്കത്തിൻ്റെ ആവശ്യം ഇല്ല. ആ ഒറ്റ നർമ്മപ്രയോഗം വേണ്ട. അങ്ങനൊരു ശിവനുണ്ടോ? നമ്മുടെ ശിവനും നിങ്ങളുടെ ശിവനും അതൊരു നർമ്മമല്ലേ? ആ നർമ്മത്തിലെ അടി എത്ര വലുതാണെന്ന് ആലോചിക്കണം. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നവരസങ്ങൾ വർണ്ണിക്കുന്നു. ഒന്നാമത്തെ രസം ശൃംഗാരം, രണ്ടാമത്തെ രസം ഹാസ്യം. നവരസങ്ങളിൽ രണ്ടാമത്തെ രസമാണ് ഹാസ്യം. ഹാസ്യരസം കൊണ്ട് എന്തൊക്കെയാണ് പ്രയോജനമെന്ന് നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സംഘർഷങ്ങൾ ലഘൂകരിക്കാം. ഗുരുദേവന്റെ നർമ്മങ്ങളുടെ മർമ്മങ്ങൾ ആലോചിക്കണം. സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ നർമ്മം വലിയ പ്രയോജനം ചെയ്യും. 2, ആശയങ്ങൾ സ്ഥാപിക്കാൻ നർമ്മം പ്രയോജനം ചെയ്യും. ഭരതമുനി പറയുന്നു, മൂന്നാമത്, പറഞ്ഞ ആശയങ്ങൾ അവിസ്മരണീയമാക്കാൻ നർമ്മം കൊണ്ട് കഴിയും. സംഘർഷം ലഘൂകരിക്കാൻ നർമ്മത്തിന് കഴിയും. എത്ര കൃത്യമാണ്! 2018 ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കം ഉണ്ടായി. ഭാഗത്തെല്ലാം വെള്ളം കയറി മുടിഞ്ഞ് തേച്ച് കഴിയില്ലേ? കുട്ടനാട് മുഴുവൻ മുങ്ങിയില്ലേ? അങ്ങനെ പാണ്ടനാടൊക്കെ മുങ്ങിപ്പോയി. ഭയങ്കര ജലപ്രളയം ഉണ്ടായപ്പോൾ നമ്മുടെ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ബ്ലേഡ് കമ്പനി നടത്തുന്ന ഒരു അച്ചായനുണ്ടായിരുന്നു. അയാൾ പ്രധാനമായിട്ടും ബ്ലേഡിന് കൊടുക്കുന്ന ആട്ടോ ഡ്രൈവർമാർക്കാണ്. ഇയാൾക്ക് ബെൻസ് കാറൊക്കെ ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെങ്ങാണ്ട വീട്, 2ാം നിലയിൽ അയാൾ താമസിക്കുന്നത്. അപ്പോൾ ഇയാൾ പമ്പ ഇഞ്ഞ് കയറി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എറപ്പുഴ പാലം ചങ്ങന്നൂരിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറമല്ലേ, അതിഞ്ഞ് കയറി വരുമെന്ന് ഇയാൾ തീരെ വിചാരിച്ചില്ല. ബസ് സ്റ്റാൻഡിൻ്റെ പകുതി മുങ്ങിപ്പോയി. അന്ന് രക്ഷാപ്രവർത്തനത്തിനായി ആരോഗ്യവകുപ്പിൻ്റെ ബാറ്റോടുകൂടി ഞാൻ അതിന് കൂട്ടത്തിൽ ഇങ്ങനെ നടക്കായിരുന്നു. അവർ റബ്ബർ ബോട്ടിനകത്ത് ഇങ്ങനെ കയറി കാഴ്ച കണ്ടുകൊണ്ട് നടക്കുക. അന്നേരം ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ പകുതിയിൽ കൂടുതൽ വെള്ളം കയറി മുങ്ങി. തെരുവ് നായ്ക്കൾ മുഴുവൻ അതിൻ്റെ മേളിൽ കയറി നിൽക്കുന്നുണ്ട്. അതുങ്ങൾക്ക് മനസ്സിലായി ഇതെല്ലാം മുങ്ങിപ്പോന്നിട്ട് ഈ അച്ചായന് മനസ്സിലായില്ല മുങ്ങുമെന്ന്. തെരുവ് നായ്ക്കൾക്ക് മനസ്സിലായി മുങ്ങുമെന്ന്. അതെല്ലാം കൂടെ KSRTC സ്റ്റാൻഡിൻ്റെ മേളിൽ കയറി നിൽക്കുക. ഞങ്ങൾ ഈ ബോട്ടിൽ പോകുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് കുരയ്ക്കുന്നുണ്ട് എല്ലാം കൂടെ കാര്യമായിട്ട്. അത് ചാടി എന്നെ മണ്ടേ കയറി. ഇപ്പം ബസ് സ്റ്റാൻഡും ഇല്ല, പൊളിച്ചു കളഞ്ഞു അല്ലേ. അപ്പോൾ വെള്ളം കയറി വരുമെന്ന് ഈ കക്ഷി തീരെ വിചാരിച്ചില്ല ഈ ബ്ലേഡ് കമ്പനി. അടിയിലെ നില ബെൻസുകാരൊക്കെ കിടക്കുക, മൊത്തം വെള്ളം കയറി മുകളിലെത്തിയ നിലയ്ക്കും കയറുമെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് വാവിട്ട് നിലവിളിച്ചു. റെസ്ക്യൂ ടീം വന്നിട്ട് ഇയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അപ്പം ഞാൻ മുളക്കുഴ ക്യാമ്പിലാണ്.
മുളക്കുഴ ക്യാമ്പിലേക്ക് വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയ ഒരുപാട് സാധുക്കൾ, കുടുംബങ്ങളിൽ പെട്ടവർ, അമ്മമാർ, കുഞ്ഞുങ്ങളെ, ഓട്ടോ ഡ്രൈവർമാർ ഒരുപാട് പേരുണ്ട്. അവരുടെ ഇങ്ങനെ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വസ്ത്രങ്ങൾ കൊണ്ടു കൊടുക്കുക, വൈകുന്നേരം എല്ലാത്തിനെയും കൂട്ടിയിരുന്ന് കഥ പറയുക, തമാശ പറയുക, പൊട്ടിച്ചിരിപ്പിക്കുക. എന്താ കാര്യം? ഭാരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറയുന്നു, സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ഫലിതം പോലെ ഒരു രസമുള്ള മറ്റൊന്ന് നവരസങ്ങളിൽ വേറൊന്നില്ല. അതുകൊണ്ട് വൈകാരികമായി ത്രസിച്ചിരിക്കുമ്പോൾ നേരം പോക്ക് പറഞ്ഞാൽ മതി, സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടും. ഇവരോടിങ്ങനെ ഓരോ നേരം പോക്കൊക്കെ പറയും, ചിരിച്ച് വൈകുന്നേരം നാടൻ പാട്ടൊക്കെ പാടി തുള്ളിച്ചെല്ലാം മറപ്പിക്കാനുള്ള ശ്രമമാണ് എൻ്റെ. അപ്പോൾ ഓട്ടോ ഡ്രൈവർമാർ കുറേ പേര് വെള്ളം കയറിയതിൻ്റെ പേരിൽ അവരെ കുടുംബസഹിതം വന്ന് ഈ ക്യാമ്പിൽ കിടക്കുന്നുണ്ട്. വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട് ഓട്ടോ ഡ്രൈവർമാരാണ്. അന്നേരമാണ് അവർക്കെല്ലാം ബ്ലേഡിന് പൈസ കൊടുത്ത് ഈ കക്ഷിയെ അവർ റെസ്ക്യൂക്കാർ രക്ഷിച്ചു കൊണ്ടുവന്ന് ജീപ്പിൽ കൊണ്ടുവന്ന് ഈ ക്യാമ്പിലോട്ട് ഇറക്കി വിടുന്നത്. എല്ലാവരും ഇങ്ങനെ വെള്ളം ഇവിടെ എല്ലാം കയറും, എന്തെല്ലാം സംഭവിക്കുന്ന അറിയത്തില്ല, പല പല വിഷമത്തിൽ നിൽക്കുക. ഇയാളിങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഒരു ഓട്ടോ ഡ്രൈവർ ചോദിച്ചു, അളിയാ നീയും ഇഞ്ഞു വന്നോ എന്ന്. അയ്യോ, എല്ലാവരും കൂടെ ചിരിയായിപ്പോയി. സംഘർഷം ലഘൂകരിക്കാൻ ഫലിതം എത്ര മനോഹരമാണെന്ന് നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പണ്ടേ പറഞ്ഞു. മറ്റൊരു സംഭവം പറയാം. നമ്മുടെ പത്മജ വേണുഗോപാൽ, കെ കരുണാകരൻ ലീഡറുടെ മകൾ, അവർക്ക് ലീഡർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയമാണ്. നായനാരെന്ന് പ്രതിപക്ഷ നേതാവാണ്. അവർക്കെന്തോ ഒരു മാരകമായ രോഗം സംശയിച്ചു. അന്ന് ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല, ഇതുപോലെ ആശുപത്രികളെ സാങ്കേതിക പുരോഗതി ഒന്നുമില്ല. അമേരിക്കയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളല്ലേ, ഗുരുതരമായ രോഗമെന്ന് സംശയിച്ചു. മെഡിക്കൽ കോളേജ് പരിശോധിച്ചപ്പോൾ സംശയിച്ച് അങ്ങ് അമേരിക്കയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഡൽഹിയിൽ ചെന്ന് കേരള ഹൗസിൽ താമസിക്കുകയാണ്. നായനാരെന്ന് പ്രതിപക്ഷ നേതാവാണ്. ചിരിയും ചിന്തയും ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ. കരുണാകരനും കുടുംബമായിട്ടൊക്കെ നായനാർ ഭയങ്കര വലിയ ബന്ധമാണ്. അവർ പുറമെയാണ് രാഷ്ട്രീയ എതിരാളികൾ, അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഭയങ്കര സൗഹൃദമാണ്. അപ്പോഴാരോ പറഞ്ഞു കൊടുത്തു, പത്മജ കേരള ഹൗസിൻ്റെ ഇന്ന മുറിയിലുണ്ട്, രോഗമാണെന്ന് പറഞ്ഞു. ഭയങ്കര വൈകാരിക രംഗമാണ്, കരച്ചിലും പിഴിച്ചിലും എല്ലാം എന്ന് പറഞ്ഞു. ഇപ്പം നായനാർ ചെന്ന് പത്മജയെ കണ്ടു. പത്മജയെ നിനക്കെന്നാ കുഴപ്പം? നേരം പറഞ്ഞ് എനിക്ക് ഗുരുതരമായ രോഗമാ ചേട്ടാന്നും പറഞ്ഞ് പത്മജ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അമേരിക്കയിൽ പോവുകയാണ്, മരിച്ചു പോകുന്നുള്ള വിശ്വാസത്തിൽ പത്മജ കരയുക. അപ്പം നായനാർ ചോദിച്ചു, നിനക്ക് ഗുരുതരമായ രോഗമെന്ന് ആരാ പറഞ്ഞത്? എൻ്റെ അച്ഛൻ തന്നെ. എടുത്ത വായിലെ നായനാർ ചോദിച്ചു, അങ്ങാര് എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ? കേൾക്കാൻ എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും കൂടെ അങ്ങ് ചിരിച്ചു. പത്മജയുടെ കരച്ചിൽ മാറി, പത്മജയും ചിരിച്ചു. പിന്നെ അമേരിക്കയിൽ പോയി പരിശോധിച്ച് അവർക്കൊരു കുഴപ്പമില്ലായിരുന്നു. അതാണ് വൈകാരിക സംഘർഷങ്ങൾ അയക്കാൻ ഫലിതം വളരെ പ്രയോജനപ്പെടും. 1. 2, ആശയങ്ങൾ സ്ഥാപിക്കാൻ ഫലിതം പോലെ മറ്റൊരു രസമില്ല എന്ന് നാട്യശാസ്ത്രം. ഇതെല്ലാം ഗുരുദേവനിലേക്ക് കൊണ്ടുവരാൻ പോവുക. നാട്യശാസ്ത്രം വിശദീകരിച്ച ഫലിത പ്രയോഗത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം നമ്മെ പഠിപ്പിച്ചത് മഹാഗുരുവാണ്. അതിലേക്ക് കൊണ്ടുവരിക. 2ാമത്തെ ഗുണമാണ് ആശയങ്ങൾ പ്രതിഫലിപ്പിക്കാൻ ഫലിതം പോലെ മറ്റൊന്നില്ല. ഒരിക്കലേ APJ അന്തരിച്ച ദിവസം, APJ അനുസ്മരണത്തോടനുബന്ധിച്ച് നമ്മുടെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലെ ടെക്കികളെല്ലാം കൂടി ഒരു സമ്മേളനം കൂടി. അതിൽ ഉദ്ഘാടനം ചെയ്ത ഒരു സയൻറ്റിസ്റ്റാണ്. എനിക്കതിൽ മുഖ്യ പ്രഭാഷണമാണ്. പൊതുവേ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് മൊരഞ്ഞു കുത്തിയിരിക്കുന്ന കക്ഷികളാണ്. ചിരിക്കാനേ അറിയത്തില്ല, ചിരിക്കാൻ മറന്നുപോയി, സർവ്വസമയവും യന്ത്രത്തിൽ നോക്കി ഇരിക്കല്ലേ. അങ്ങനെ ഇരിക്കുക. എനിക്ക് മുമ്പേ പ്രസംഗിച്ച ശാസ്ത്രജ്ഞൻ ഉദ്ഘാടനം മുഴുവൻ ക്വാണ്ടം ഫിസിക്സും പറഞ്ഞുകൊണ്ടാണ്. അതും കൂടെ കേട്ടപ്പോഴേക്ക് അത് മതിയായി. അപ്പം ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ഇപ്പോഴും അവർ പലപ്പോഴും എന്നെ ഫോണിൽ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും പറയുന്നൊരു കാര്യമാണ്, രാവിലെ മുതൽ ഈ യന്ത്രത്തിന് മുമ്പിൽ കുത്തിയിരുന്ന് ബോറടിച്ചിട്ട് ഉച്ച കഴിഞ്ഞുള്ള അനുസ്മരണ സമ്മേളനത്തിലും അതിനേക്കാൾ വലിയ ക്വാണ്ടം ഫിസിക്സ് കേട്ട് തകർന്നിരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ ജീവച്ഛവങ്ങളായി പോകരുത്. നിങ്ങളെ ടെക്കികളെന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് പണി തരാൻ വേണ്ടിയാണ്. നിങ്ങളാരും ടെക്കികളല്ല, മനുഷ്യരാണ്. മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചിരിക്കണം, യന്ത്രത്തിന് മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചിരിക്കുന്നവരാകണം. ഒരേ ചിന്ത ഏതു സമയവും എങ്ങനെയെല്ലാം പ്രോഗ്രാം ചെയ്യാം, എങ്ങനെയെല്ലാം വർക്ക് അറ്റ് ഹോം ചെയ്യാം, എങ്ങനെയെല്ലാം പൈസ ഉണ്ടാക്കാം, എങ്ങനെയെല്ലാം ശമ്പളം കൂട്ടാം, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് വാതായനങ്ങളൊന്ന് തുറന്നിടണം. മനസ്സ് പല വഴിക്കും കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങൾ അകാലത്തിൽ മരിച്ചു പോകും. അതുകൊണ്ട് അതിന് ഞാൻ ഉടൻ തന്നെ
ആശാൻ്റെ വരികൾ പാടി. ആശാൻ്റെ വരികൾ പാടി എവിടെ പോലീസ് ട്രെയിനിങ് വേണമെങ്കിലും, നേഴ്സന്മാർക്ക് വേണമെങ്കിലും, ടെക്കികൾ വേണമെങ്കിലും, കുക്കികൾ വേണമെങ്കിലും ആശാൻ്റെ വരികൾ ഏതിലാണ് ഉപയോഗിക്കാൻ പറ്റാത്തത്? കരുതുപതിക ചെയ്യ വയ്യ ചെയ്യാൻ വരുതി ലഭിച്ചിട, വലുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം, പരമഹിതമറിഞ്ഞുകൂടായു സ്ഥിരതയുമില്ലതി നിന്ദ്യമീ നരത്വം. ഈ കവിത, ഈ ശാഖയുടെ പേര് കൊടുത്തിരിക്കുന്ന ആർ ശങ്കറിൻ്റെ പേരാണല്ലേ. 970 പുനലൂർ SN കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ആർ ശങ്കർ അവിടെ പ്രസംഗിച്ചപ്പോൾ ഈ കവിത ഉദ്ധരിച്ചു. എന്തെന്നറിയോ? അദ്ദേഹത്തെ ഇവിടെ ജയിലിലിട്ട സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ജയിലിലടച്ചിരുന്ന അദ്ദേഹത്തെ അന്നേരം പറഞ്ഞു, ഏതൊരു വൈതരണികൾ മുമ്പിൽ വന്ന് പെട്ടാലും ശരി, തരണം ചെയ്യാൻ കഴിയാത്തൊരു കാര്യം വന്നാൽ എനിക്ക് ശക്തി നൽകുന്നത് ആശാന്റെ വരികളാണ്. കരുതുവതിഹ ചെയ്യ വയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം, പരമഹിതം അറിഞ്ഞുകൂടാ ആയു സ്ഥിരതയുമില്ലാതെ നിന്ദ്യമീ നരത്വം. ശരിക്കും ആർ ശങ്കരനും ആയു സ്ഥിരതയില്ലായിരുന്നു. അതാണ് ആ വരികളുടെ സമാധാനം. ടെക്കികളോട് ഞാൻ പറഞ്ഞു കൊടുത്ത ആശാന്റെ മറ്റൊരു വരിയാണ്, ഏകമുഖമായി ഗുണമെഴില്ലറികയെങ്ങും ലോകം ഇതിൽ നന്മയോട് തിന്മ പൊരുതുന്നു. അതാണ് മാഴ്കരുതു മഞ്ജുമുഖി സത്യമൊട സത്യം കാകലിതമായ പൊരുളാണു ഭുവനം കേൾ, ഏകമുഖമായി ഗുണമെഴില്ലറികയെങ്ങും പാരിതിൽ നന്മയോട് തിന്മ പൊരുതുന്നു. ഈ വരികൾ ആദ്യം പാടി. ഏകമുഖമായി ഗുണമെഴില്ലറിക. ഒറ്റമുഖത്ത് ഒരേ ലക്ഷ്യത്തോടെ ഒരു തരത്തിൽ പോകുന്നവരാരും മനുഷ്യരല്ല. വൈവിധ്യത ഉണ്ടാകണം, അതിലാണ് ആസ്വാദ്യത വരുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, നമ്മൾ സദ്യ കഴിക്കാറുണ്ടല്ലോ, ഉണ്ട്. ഇലയിൽ വിളമ്പുന്നതിൽ ഏറ്റവും പ്രയോജനമുള്ള കറി ഏതാണെന്ന് ചോദിച്ചു. ടെക്കികളോടാണ് ചോദിച്ചത്. ടെക്കികൾക്ക് അറിയാമോ എന്താ കറിയെന്ന്? അവർക്കാകെ അറിയാവുന്ന കറി ഇൻ ഹറി മാത്രമാണ്, അല്ലേ? അവർക്കറിയത്തില്ല. ഇലയിൽ വിളമ്പുന്ന കറികളിൽ ഏറ്റവും പ്രയോജനമുള്ള കറി ഏതാ? അവിയലാണ്. കോണ്ടിനെൻ്റൽ മെനുവിൽ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ കോണ്ടിനെൻ്റൽ മെനുവിൽ ഇപ്പോൾ അവിയൽ കയറിയിട്ടുണ്ട്. അതെ, അതാണ്. അവിയലായത് കൊണ്ടാണ് അത്രയും ഗുണവും രുചിയും അതിന് വരുന്നത്. കാരണം പല ജാതി സാധനങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഏകമുഖമായി ഗുണമെഴില്ലറികയെങ്ങും ലോകം ഇതിൽ നന്മയോട് തിന്മ പൊരുതുന്നു. നിങ്ങളുടെ മനസ്സുകൾ കുറേ വിശാലമാകണമെന്ന് പറഞ്ഞിട്ട് ആ ആശയം ഞാൻ ഈ ടെക്കികളെ പറഞ്ഞു മനസ്സിലാക്കിയത് ഒരു ഫലിതത്തിലൂടെയാണ്. ഫലിതം ഇതായിരുന്നു. അങ്ങ് പാശ്ചാത്യ നാട്ടിൽ 3 ശാസ്ത്രജ്ഞന്മാർ, ഒരാള് ഫിസിക്സിൻ്റെ സയൻറ്റിസ്റ്റാണ്, അടുത്ത ആള് കണക്കിൻ്റെ സയൻറ്റിസ്റ്റാണ്, മൂന്നാമതൊരാൾ കെമിസ്ട്രിയുടെ സയൻറ്റിസ്റ്റാണ്. ഇവർ 3 പേരും കൂടെ ചേർന്ന് യാത്ര പോയി, കാട് കാണാൻ പോയി. വനപ്രദേശങ്ങളിലൂടെ എല്ലാം കുറേ നടന്ന്, കുറേ ദിവസമെല്ലാം നടന്നലഞ്ഞ് ട്രെക്കിംഗ് എല്ലാം നടത്തി നാട്ടിലേക്ക് തിരിച്ചു. സമാധാനമായിട്ട് വിശാലമായൊരു തടാകത്തിൻ്റെ കരയിൽ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും കെമിസ്ട്രിയുടെയും ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ ഇരുന്നു. ഈ ഫിസിക്സിൻ്റെ തലയ്ക്കകത്ത് ഫിസിക്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചിന്തയില്ല. മാത്സ് ശാസ്ത്രജ്ഞൻ്റെ, ഗണിതശാസ്ത്രജ്ഞന് തലച്ചോറിൽ മുഴുവൻ ഗണിതം മാത്രമേ ഉള്ളൂ. കെമിസ്ട്രിയുടെ ശാസ്ത്രജ്ഞൻ്റെ തല മുഴുവൻ കെമിസ്ട്രിയേ ഉള്ളൂ. 3 പേര് ഇങ്ങനെ തടാകത്തിൽ നോക്കിയിരിക്കുകയാണ്. പ്രവിശാലമായ തടാകം. നോക്കിയിരുന്നപ്പോൾ അവരുടേതായ ചിന്തകളിൽ ഫിസിക്സും മാത്സും കെമിസ്ട്രിയും വന്നു. ഫിസിക്സ് അങ്ങോട്ട് തലയെ കത്തി കയറിയപ്പോൾ ഫിസിക്സിൻ്റെ സയൻറ്റിസ്റ്റ് പറഞ്ഞു, ഐ ഷാൽ മെഷർ ദ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ. ജലത്തിൻ്റെ സാന്ദ്രത ഞാൻ നോക്കട്ടെ. ഫിസിക്സാണ്. ഇയാൾ ഓടിച്ചെന്ന് വെള്ളത്തിലോട്ട് അങ്ങ് എടുത്തിയാടി. ഇയാളുടെ മനസ്സിൽ ഈ സാന്ദ്രത മാത്രമേ ഉള്ളൂ. മുങ്ങിപ്പോകുമെന്ന് അറിയത്തില്ല, നീന്തും അറിയത്തില്ല. ഇയാൾ ഡെൻസിറ്റി നോക്കാൻ ചാടിയതാ. കുറച്ചു നേരമായിട്ട് അളിയനെ കാണുന്നില്ല. അപ്പൊ കണക്കിൻ്റെ ശാസ്ത്രജ്ഞൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഐ ഷാൽ മെഷർ ദ വോളിയം ഓഫ് ദ വാട്ടർ. വെള്ളത്തിൻ്റെ ആഴം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് വരട്ടെ. മറ്റേ ആൾ ഡെൻസിറ്റി നോക്കിക്കൊണ്ടിരിക്കുക, ഇതുവരെ കയറി വന്നില്ല. അയാളുടെ മനസ്സിൽ കണക്കേ ഉള്ളൂ, മുങ്ങിച്ചത്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വെള്ളത്തിൻ്റെ ആഴം അളക്കാം. ഐ ഷാൽ മെഷർ ദ വോളിയം ഓഫ് ദ വാട്ടർ. കണക്കിൻ്റെ ശാസ്ത്രജ്ഞനും എടുത്തിയാടി. ഇയാളും കയറി വരുന്നില്ല. അപ്പോൾ ടെക്കികൾ, ഇപ്പം നിങ്ങൾ ചിരിക്കുന്നവർ ടെക്കികൾ കുറേശ്ശെ ചിരിക്കാൻ തുടങ്ങി. അടുത്ത വാക്യം പറഞ്ഞപ്പോഴത്തേക്ക് പൊട്ടിച്ചിരിയായി. ഇപ്പോഴും അവരിടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. വല്ലപ്പോഴും പല ക്ലാസ്സിനും മരണയെന്നും പറയാറുണ്ട്. അവസാനം അതിൻ്റെ ക്ലൈമാക്സ് എവിടെയാണ്? കെമിസ്ട്രിയുടെ ശാസ്ത്രജ്ഞൻ്റെ മനസ്സിൽ കെമിസ്ട്രി മാത്രമേ ഉള്ളൂ. ഈ 2 കൂട്ടുകാർ മുങ്ങിച്ചത്താന്ന് അയാൾക്ക് അറിയത്തില്ല. അയാൾ അവിടെ നിന്ന് പറഞ്ഞു, ഐ കെയിം ടു എ കൺക്ലൂഷൻ ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ സോളിബിൾ ഇൻ വാട്ടർ. കെമിസ്ട്രിയുടെ തത്വമാണ്. മനുഷ്യൻ വെള്ളത്തിൽ അലിഞ്ഞു പോകുമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അയാൾ ഇടയിൽ നടന്നങ്ങ് പോയി. അതാണ് ഏകമുഖമായി ഗുണമെഴില്ലറിക. ഒരു ആശയം അവരിലേക്ക് സംവദിപ്പിക്കാൻ
വേഗം ഒരു ഫലിതം കൊണ്ട് എനിക്ക് കഴിഞ്ഞു. നിങ്ങൾ കമ്പ്യൂട്ടറിൽ മാത്രം ഇരുന്നാൽ പോരാ, ബോറടിക്കുന്ന ജോലി മാത്രം പോരാ, പല വിധത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആകണമെന്ന് പറയാനൊരു ഒറ്റ ഫലിതം കൊണ്ട് എത്ര മനോഹരം എൻ്റെ ആശയം സംവേദിപ്പിക്കാൻ കഴിഞ്ഞു. ഇതാണ് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പറഞ്ഞത്, ഒരാശയം അടിച്ചുറപ്പിക്കാൻ ഫലിതം പോലെ മറ്റൊരു മാധ്യമമില്ല. മൂന്നാമത് പറഞ്ഞത് ഒരിക്കലും മറക്കാത്ത ആശയങ്ങൾ കൊടുക്കാൻ. അതാണ് മറക്കാത്ത ആശയം. ഫലിതത്തിലൂടെ പറഞ്ഞ ആശയം മറക്കുമോ? മറക്കത്തില്ല. സ്വാമി തൃപ്പാദങ്ങൾ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു കാണും, എത്ര കോടാനുകോടി വാക്യങ്ങൾ പറഞ്ഞു കാണും. പക്ഷെ ആ പറഞ്ഞ ഫലിതങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മറക്കുമോ? മറക്കുമോ? ഇല്ല. അതാണ് ഫലിതത്തിൻ്റെ ഗുണം. അതുകൊണ്ടല്ലേ ഇപ്പോഴും ജഗതിയുടെ കാര്യം പറയാൻ നമ്മൾ ഊറിച്ചിരിക്കുന്നത്. എന്താ? അയാൾ ചെയ്ത വികൃതികൾ ഓർത്തിട്ടാ അല്ലേ? സത്യൻ്റെ പേര് പറഞ്ഞാൽ നമുക്ക് ചിരി വരത്തില്ല, പ്രേം നസീറിൻ്റെ പറഞ്ഞാൽ ചിരി വരത്തില്ല. കാരണം ജഗതി ചെയ്ത് നമ്മൾ മറക്കത്തില്ല, കാരണം അത് ഫലിതമാണ്. അതുകൊണ്ട് തന്നെ നാട്യശാസ്ത്രം പറയുന്നു ഫലിതം എങ്ങനെ ഉണ്ടാകുന്നു. ഒരു ചെടി നമ്മൾ നടുന്നു, അതിന് ആദ്യം ഇലകൾ വരുമ്പോൾ അതിനെ പല്ലവിതം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തളിരില്ല. പല്ലവം എന്ന് പറഞ്ഞാൽ തളിരില്ല. പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേ ദലമർമരങ്ങളെന്ന് ആശാൻ വീണഭൂമിയിൽ പറഞ്ഞില്ലേ? അതാണ് ലാളിച്ചു പെറ്റലതയൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ. പല്ലവം എന്ന് പറഞ്ഞാൽ തളിരില്ല. ഒരു ചെടി നട്ടാൽ ആദ്യം അത് പല്ലവിതം ആകും. പിന്നെ അത് കുറച്ചുകൂടി മുറ്റിക്കഴിയുമ്പോൾ ഈ ഇല, ഇത് തളിരങ്ങ് ഇലയാകും. അപ്പോൾ അത് പർണിതം ആകും. പർണമെന്ന് പറഞ്ഞാൽ ഇല. ഒരു ചെടി ആദ്യം പല്ലവിതമായി പർണിതമായി, അത് കഴിഞ്ഞാൽ പിന്നെന്താകും? പൂക്കൾ വരും. അപ്പോൾ എന്ത് പറയും? പുഷ്പിതമെന്ന് പറയും. പല്ലവിതമായി പർണിതമായി പുഷ്പിതമായി കായ വന്നു. കായ വന്നാലോ ഫലിതം ആയി. ഫലം വന്നാൽ ഫലിതം ആയി. ഫലിതം എന്നത് അവസാന വാക്കാണ്. ഫലിക്കുന്നതാണ് ഫലിതം. പല്ലവിതമായി പർണിതമായി പുഷ്പിതമായി ഫലിതമായി, പിന്നെ അതിന് മാറ്റമില്ല. ആ ഫലിതം എത്രമാത്രം മനുഷ്യനെ ആഴത്തിൽ സ്പർശിക്കും. നാറാണത്ത് ഭ്രാന്തൻ്റെ ഇത് ഫലിതമല്ലേ? രാവിലെ മുതൽ കല്ലുരുട്ടി കയറ്റുക. തൃത്താലെ പ്രസംഗിക്കാൻ രായരുമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ കല്ലുരുട്ടി കയറ്റി. തൃത്താല ക്ഷേത്രത്തിൽ ഞാൻ പല പ്രാവശ്യം പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ മലയുടെ മുകളിൽ കയറി താഴോട്ട് നോക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കമ്മിറ്റിക്കാരോട് എനിക്കൊന്നും അതുപോലെ കല്ലുരുട്ടണമെന്ന്. അവരെൻ്റെ കൂടെ കൂടി. രാവിലെ 7 മണി മുതൽ ഉരുട്ടിയിട്ട് 12 മണിക്കാണ് കല്ല് മേളിച്ചെന്നത്. നടക്കാൻ തന്നെ പ്രയാസമാണ്. നാറാണത്ത് ഭ്രാന്ത് ചെയ്തതുപോലെ ഞാനും ഒരു ഭ്രാന്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. താഴോട്ട് ഉരുട്ടിയിട്ടപ്പോൾ നല്ല രസമാണ്. ആ മാർഗം ഒന്ന് ചിന്തിച്ച് നോക്കിയതാണ്. എന്തൊരു വലിയ സന്ദേശമാണ് നൽകുന്നതല്ലേ? അതൊരു ഫലിതമല്ല, മണ്ടത്തരത്തിലെ ഫലിതമാണ്. അതൊരാശയം നമ്മളിൽ സംവേദിപ്പിക്കുകയാണ്. ഒരിക്കലും മറക്കാത്ത ആശയം. കഷ്ടപ്പെട്ടത് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിടിവിട്ടാൽ താഴെ പോകുമെന്ന് പഠിപ്പിച്ച ഒരു മഹാസന്ദേശം ഞാൻ വ്യാഖ്യാനിക്കണ്ടല്ലോ. എത്രയെത്ര പദവികൾ തകർന്നു പോയ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലകം പഠിപ്പിച്ച ആ തത്വം നാറാണത്ത് ഭ്രാന്തൻ്റെ ആ മണ്ടത്തരത്തിൻ്റെ ഫലിതം എത്ര ഡെപ്തുള്ളതാണ്. അതാണ് ഫലിതം. സ്വാമി വിവേകാനന്ദൻ പൊതുവെ ഗൗരവക്കാരനാണ്. പക്ഷെ അദ്ദേഹം ചില സമയത്ത് പൊട്ടിച്ചിരിപ്പിക്കുന്ന ചില നർമ്മങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ആ നർമ്മങ്ങളൊക്കെ ഫലപ്രദമായിരുന്നു. അപ്പോൾ ആരുമായിട്ടും ഒരിക്കലും വാദപ്രതിവാദത്തിന് സ്വാമി വിവേകാനന്ദൻ നിന്നിട്ടില്ല. വാദപ്രതിവാദത്തിന് നിൽക്കത്തില്ല, ആരുമായിട്ടും തർക്കിക്കാൻ നിൽക്കത്തില്ല, അങ്ങ് പോവും. ഒരു പത്രക്കാരൻ ഒരിക്കൽ സ്വാമിയോട് ചോദിച്ചു, ആരുമായിട്ടും അങ്ങ് വാദപ്രതിവാദത്തിന് നിൽക്കുന്നില്ലല്ലോ, ആരും അങ്ങയുമാ തർക്കിക്കുന്ന കണ്ടിട്ടില്ല, അതെന്താന്ന് ചോദിച്ചു. നേരെ സ്വാമിജി പറഞ്ഞു, ഞാനൊരാളെ ഒരു തത്വം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവൻ മണ്ടത്തരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ പറയും യു ആർ റൈറ്റ്, നീ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് മലപ്പുറംകാർ പറയുന്ന പോലെ തടി കഴിച്ചിലാക്കും. അവിടുത്തൊക്കെ വിട്ടുപോകും. ഈ മണ്ടത്തരത്തിൽ തൂങ്ങി നിൽക്കുന്നതിനോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല, അവൻ തിരുത്തപ്പെടത്തില്ല. വെറുതെ നമ്മുടെ എനർജി വേസ്റ്റ് ആക്കാം. അപ്പോൾ സ്വാമിജി പറയും യു ആർ റൈറ്റ്, നീ പറഞ്ഞതാണ് ശരിയെന്നും പറഞ്ഞ് വിട്ടുകളയെന്ന് പറയും. ഉടനെ പത്രക്കാരൻ പറഞ്ഞു ദാറ്റ് ഈസ് ഇറാഷണൽ ആൻഡ് റോങ്. ആ പറഞ്ഞ അഭിപ്രായം യുക്തിരഹിതവും തെറ്റുമാണ്. ഒരുത്തം മണ്ടത്തരമായി തർക്കിക്കുന്ന നേരം അവനെ വിട്ടുപോകുന്നത് ഇറാഷണൽ ആർ റോങ്, യുക്തിരഹിതവും മണ്ടത്തരവുമാണെന്നും പറഞ്ഞ് പത്രക്കാരൻ തർക്കിക്കാൻ നിന്നു.
അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്. സ്വാമി വിട്ടങ്ങ് പോയി പത്രക്കാരൻ വടി വിഴുങ്ങി അങ്ങ് നിന്നുപോയി. അതാണ് നർമ്മത്തിൻ്റെ മർമ്മം. സ്വാമി ചിന്മയാനന്ദജി വളരെ ഗൗരവക്കാരനാണ്. ഗീതാജ്ഞാനം എന്തെന്ന് മനസ്സിലാക്കി ഗീത എന്തെന്ന് 16-ാം വയസ്സിൽ പഠിക്കാൻ ശ്രമിച്ചതാണ് അവിടുത്തെ യജ്ഞം. കേട്ടതാണ് അവസാനം സമാധിയാകുന്നത് വരെയുള്ള യജ്ഞം. പിറകെ നടന്നതുകൊണ്ടാണ് സനാതനധർമ്മവും ഭഗവത്ഗീതയും സംസ്കൃത ഭാഷ പഠിക്കാനൊക്കെ ഇടയായത്. നേരം പോക്ക് പറയാറില്ല, വളരെ ഗൗരവമാണ്. ടൈഗർ എന്ന നാട്ടുകാർ ചെറുപ്പത്തിൽ വിളിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും ടൈഗറിൻ്റെ ഗർജനം പോലാണ് സ്വാമിയുടെ സംഭാഷണവും. പട്ട 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 പട്ടാന്ന് പാറപ്പുറത്ത് ചിരട്ട വരയ്ക്കുന്ന ശബ്ദമല്ലേ, കേട്ടാൽ ചങ്ക് കിട്ടുന്ന അവതരണമാണ്. പക്ഷെ ഒരിക്കൽ അദ്ദേഹം ഒരു കോമഡി പറഞ്ഞു, ഓർത്തോർത്ത് ചിരിച്ചു പോകുന്ന ഒരു കോമഡി. ഒരു സന്യാസി സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഒരു 7-8 മണിയായപ്പോൾ തെരുവിലൂടെ, എന്തോ ഒരു ഉദാഹരണം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഒരു തെരുവിലൂടെ ഞാൻ നടന്നു പോകുകയായിരുന്നു. അപ്പോഴുണ്ടൊരു കുട്ടി, ഒരു 10-11 വയസ്സുള്ള കുട്ടി തെരുവിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിന്ന് പഠിക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിന്ന് പഠിക്കുന്നു. നേരം പെട്ടെന്ന് ഈ സ്വാമി ചിന്തിച്ചടാ, ഇവൻ എബ്രഹാം ലിങ്കൻ്റെ പിന്തുടർച്ചക്കാരനാണ്, ഇവൻ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിന്ന് പഠിക്കുന്നത് കൊള്ളാമല്ലോ. അവൻ്റെ അടുത്ത് ചെന്നു. അടുത്ത് ഈ സ്വാമി ചോദിച്ചു, മക്കളെ നീ എന്തിനാ തെരുവിളക്കനെ കീഴിൽ വന്ന് പഠിക്കുന്നു? വീട്ടിലിരുന്ന് പഠിച്ചൂടെ? അവിടെ വിളക്കും കാര്യമൊന്നുമില്ലേ? വിളക്കും എല്ലാം ഉണ്ട് സ്വാമിജി, പക്ഷെ അവിടെ നിന്ന് പഠിക്കാൻ ഒക്കത്തില്ല. എന്താ കാര്യം? അച്ഛനും അമ്മയും കൂടെ സദാ അടിയും വഴക്കുമാണ്, അവിടെ നിന്ന് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാമി ചോദിച്ചു, എന്താ നിൻ്റെ വീട്ടിൽ ചെന്നതിനൊരു പരിഹാരം ഉണ്ടാക്കാം, നിൻ്റെ മാതാപിതാക്കളെ കണ്ട് സംസാരിച്ചിട്ട് എൻ്റെ കാര്യം. എന്താണ് നിൻ്റെ അച്ഛൻ്റെ പേര്? അപ്പോൾ കുട്ടി പറഞ്ഞത്, അത് ചോദിച്ചാൽ 2 പേരും കൂടെ അടി കൂടുന്നത്. മനസ്സിലായില്ലേ? നിൻ്റെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോഴാ എൻ്റെ അച്ഛനും അമ്മയും കൂടെ വഴക്ക് കൂടുന്നത് അതിനാന്ന്, എൻ്റെ അച്ഛൻ്റെ പേര് ചോദിച്ചിട്ടാണ് വഴക്ക് കൂടുന്നതെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി സ്വാമിക്ക്. അങ്ങനെ ചിന്മയനാകെ ഒരു തമാശ പറയുന്നത് ഞാൻ കേട്ടുള്ളൂ. പിന്നെ അതിന് വേറെ വിശദീകരണം അദ്ദേഹം പറഞ്ഞു പോവുകയായിരുന്നു. മഹാഗുരു സ്വാമി തൃപ്പാദങ്ങൾ, എൻ്റെ ഗുരുവിൻ്റെ ഭാഷയിൽ തന്നെ പറയാം, സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞ നർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനം അതുതന്നെയാണ്. ഇത് നമ്മുടെ ശിവനാണ്. അതിൽ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞ 3 പ്രതിഫലങ്ങളുമില്ലേ? 1, സംഘർഷം ഒഴിവാക്കി. അരിപ്പുറം പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് ഒരിക്കലും നമുക്ക് ഒരു ആചാരം തകർക്കാൻ പറ്റില്ല. വി ക്യാൻ സ്മാഷ് ആൻ ആട്ടം ബട്ട് വി ക്യാൻ സ്മാഷ് പ്രജുഡീസ്. ഒരാറ്റത്തെ നമുക്ക് തകർക്കാം, പക്ഷേ ആചാരത്തെ തകർക്കാൻ പറ്റത്തില്ല. പറ്റുമായിരുന്നു ചെറുപ്പക്കാരികളെല്ലാം കൂടെ ശബരിമലയിൽ കയറത്തില്ലായിരുന്നു. സുപ്രീം കോടതി വിധിച്ചതല്ലയോ, കയറാൻ പറ്റിയോ? ആചാരം തകർക്കാൻ പറ്റില്ല. പരമ്പരാഗതമായ ഒരു ആചാരം മഹാഗുരു തകർത്തപ്പോൾ അതിന് കൊടുങ്കാറ്റിൻ്റെ പ്രചണ്ഡതയുണ്ടായിരുന്നു, പക്ഷേ നിതാന്ത സംയമനം. ആ സംഘർഷം ഒഴിവാക്കിയത് ഒറ്റ പ്രയോഗത്തിലാണ്. ഇത് നമ്മുടെ ശിവനാണ്. ശരിക്കൊരു നർമ്മമല്ലേ അത്? അതിൻ്റെ മർമ്മം എത്ര വലുതാണ്! അന്ന് അടങ്ങിയ കൊടുങ്കാറ്റ്. ഇനി നോക്കേ, ഒരാശയം സംവദിപ്പിക്കാൻ, നാട്യശാസ്ത്രം പറഞ്ഞു, ഒരാശയം ജനങ്ങൾക്ക് സംവദിപ്പിക്കാൻ ഫലിതം പോലും രസമില്ല. ഈ പറഞ്ഞ ആശയം എല്ലാവർക്കും നന്നായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലേ ഗുരുദേവൻ്റെ ആശയം? 3, അവിസ്മരണീയമായ ആശയം നിലനിർത്താൻ ഈ ഒരു ഫലിതം മതി. ഇന്നും ആശയം നിലനിൽക്കുകയാണ്. ഇനി നോക്കുക, എത്ര സന്ദർഭങ്ങളിൽ ഇതുപോലെ പൊട്ടിച്ചിരിപ്പിക്കുന്ന എന്നാൽ ഒരുപാട് ചിന്തിക്കുന്ന മർമ്മമുള്ള നർമ്മങ്ങൾ ഗുരുദേവൻ പറഞ്ഞുപോയി. ചട്ടമ്പി സ്വാമി തിരുവടികൾ, ഇവർ തമ്മിലെ സഹപാഠികളായിരുന്നു. ഒരിക്കലും ചട്ടമ്പി സ്വാമി തിരുവടികൾ ഗുരുദേവൻ്റെ സന്യാസ ഗുരു ഒന്നുമല്ല. അതിനൊക്കെ വേറെ രേഖകളൊക്കെ ഒരുപാടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ പരാമർശിക്കാൻ നിൽക്കുന്നില്ല. 2 പേരും തമ്മിൽ പരസ്പരം വളരെ ബഹുമാനമായിരുന്നു, വളരെ സ്നേഹമായിരുന്നു. അങ്ങനെ ശിവഗിരിയിൽ ഒരു സ്കൂൾ സ്ഥാപിക്കാനും പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഹോസ്റ്റൽ സ്ഥാപിക്കാനും ഗുരുദേവൻ സാമ്പത്തിക പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ കരുനാഗപ്പള്ളിയിൽ ഗുരുദേവൻ വന്നു. കരുനാഗപ്പള്ളി കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗുരുദേവ ക്ഷേത്രമുണ്ട്, അല്ല ഒരു ക്ഷേത്രമുണ്ട്, ഒരു ദേവീക്ഷേത്രവും ഗുരുമന്ദിരവും ഉണ്ട്. കഷ്ടകാലം എത്രമാത്രം ചെറുതായിപ്പോയി നമ്മുടെ സമുദായം എന്ന് ആലോചിക്കണം. അവിടെ ശാഖയുടെ വാർഷികത്തിൽ എന്ന് ഞാൻ ചോദിച്ചു, ഈ കരുനാഗപ്പള്ളി കോഴിക്കോട് നമ്മുടെ SNDP ശാഖയുടെ കീഴിലുള്ള ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ആരാന്ന് ചോദിച്ചു. നമശിവ ഒരാൾക്കും അറിയില്ല. TV കാണട്ടെ, എല്ലാവരും ലോകം കാണട്ടെ. ഗുരുദേവൻ അവിടെ പ്രതിഷ്ഠ നടത്തിയത് അതറിയത്തില്ല അവിടുത്തെ, ആ ശാഖക്കാർക്ക് അറിയത്തില്ല ഗുരുദേവൻ ആ പ്രതിഷ്ഠ നടത്തിയത്. എന്തൊരു ഭീകരാവസ്ഥയാണെന്ന് ഞാൻ ചിന്തിച്ചു. എന്തൊരു അപലപനീയമായ സംഗതികളാണ് ഇതൊക്കെ. പോട്ടെ,
അങ്ങനെ കരുനാഗപ്പള്ളി ഭാഗത്ത് ഗുരുദേവൻ ഇങ്ങനെ കളക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചട്ടമ്പി സ്വാമി തിരുവടികൾ തീരെ സുഖമില്ലാതെ പന്മനയിൽ വിശ്രമത്തിലാണെന്നറിഞ്ഞു. സതീർത്ഥ്യരാണ്. അയ്യാവു സ്വാമിയുടെ അടുത്ത് പഠിക്കാൻ പോയ യോഗവിദ്യ പഠിക്കാൻ പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചട്ടമ്പി സ്വാമി തിരുവടികളെ കാണാൻ വേണ്ടി ഗുരുദേവൻ പോയി പന്മന ചെന്നു. ചട്ടമ്പി സ്വാമി തിരുവടികൾ കണ്ടു. കണ്ടപ്പോൾ ചോദിച്ചു, നാണു പാർവത്യാരുടെ പണി തുടങ്ങിയോന്ന് ചോദിച്ചു. പാർവത്യാരെന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാരെന്ന് പറഞ്ഞാൽ പഴയ തഹസീൽദാർ. ഇന്നത്തെ തഹസീൽദാരുടെ റാങ്കാണ് പ്രവൃത്തിയാർ. അതാണ് പാർവത്യാരുടെ പണി തുടങ്ങി. എന്താ കാര്യം? പ്രവൃത്തിയാരാണ് ആ കാലഘട്ടത്തിൽ കരം പിരിക്കുന്നത്. ഇന്നത്തെ പോലെ വില്ലേജ് ഓഫീസറല്ല. കരമടയ്ക്കണേ തഹസീൽദാരുടെ അടുത്ത് വേണം അടയ്ക്കാൻ, പ്രവൃത്തിയാറിൻ്റെ അടുത്ത് വേണം കൊണ്ടടയ്ക്കാൻ. അവിടെയാണ് കരം പിരിക്കുന്നത്. അങ്ങനെ കരം പിരിക്കുന്ന പ്രവൃത്തിയാരുടെ പണി നാണോ തുടങ്ങിയോ എന്ന് ചോദിച്ചു. മറുപടി, പരമഭട്ടാരക ചട്ടമ്പി സ്വാമി തിരുവടികൾ ഞാൻ ആദരിക്കുന്നു. മറുപടി, ഗുരുദേവൻ്റെ മറുപടി, പ്രവൃത്തി തുടങ്ങി ആരില്ല. ആ നർമ്മത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു വലിയ മർമ്മമുണ്ട്. എന്തെന്നറിയോ? പ്രവൃത്തി തുടങ്ങി, പ്രവൃത്തിയാരെന്നല്ലേ പറയുന്നത്, പ്രവൃത്തി തുടങ്ങി ആരില്ല. ആരെന്ന് പറയുന്ന സാധനം ഉള്ളത് തെങ്ങിൻ്റെ തടിയിലാണ്. ആ തെങ്ങിൻ്റെ തടി കൊണ്ടുണ്ടാക്കുന്നൊരു ഉപകരണമുണ്ട്. തേങ്ങ പതിക്കുന്ന ഉപകരണം പാര കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും പാര ഞാൻ കണ്ടിട്ടില്ല. എത്രയോ ലോകരാജ്യങ്ങളിൽ ഞാൻ പോയി തേങ്ങ പതിക്കാൻ പാര ഞാൻ കണ്ടിട്ടില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ നാളികേരം ഉണ്ടാകുന്നത് ഫിലിപ്പൈൻസിലാണ്. അവിടെയും തേങ്ങ പതിക്കുന്നത് കളമാന്തി പോലൊരു സാധനം, ഇങ്ങനെ ഒരു അടിയും ഒരു പിടിയും തേങ്ങ പൊളിഞ്ഞു വരും. പാര കുത്തി തേങ്ങ പതിക്കുന്ന കേരളത്തിലേ ഉള്ളൂ. അതുകൊണ്ട് പാര കണ്ടുപിടിച്ചവൻ മലയാളിയാവുന്നു. അതാണ് പറഞ്ഞ പ്രവൃത്തി തുടങ്ങി ആരില്ല എന്ന് പറഞ്ഞത്. ചട്ടമ്പി സ്വാമികൾ എനിക്ക് വെച്ചതൊരു പാരയാണ്. അതുകൊണ്ട് എൻ്റെ ഈ പാരയില്ല, പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അതാണ് പ്രവൃത്തി തുടങ്ങി ആരില്ല. ശിവഗിരിയിൽ ധർമ്മസംഘത്തിൽ ഗുരുദേവൻ ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകമാണ്. ബ്രഹ്മചാരികളും സന്യാസിമാരും ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകിച്ചാണ്, ഒന്നിച്ചിരുന്നല്ല. അപ്പോൾ അതിലൊരു ശിഷ്യനൊരു തോന്നൽ വന്നു. ആ ശിഷ്യൻ നേരിട്ട് മഹാഗുരുവിനോട് തന്നെ നേരിട്ടങ്ങ് ചോദിച്ചു, നമുക്ക് ഗുരുവിനും ശിഷ്യന്മാർക്കും ഒന്നിച്ചിരുന്ന് കഴിച്ചൂടെ? ചോദ്യം അസ്ഥാനത്താണെന്നുള്ളത് ഗുരുദേവൻ അറിയാം. അന്നേരം മറുപടി ഒന്നും പറഞ്ഞില്ല. ഒന്നിച്ച് കഴിക്കുക തന്നെ ചെയ്യാം. നാളെ ഉച്ച മുതൽ അതിവിടെ ആരംഭിക്കുകയാണ്. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശിഷ്യന്മാരും സ്വാമി തൃപ്പാദങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. വൈകുന്നേരവും അങ്ങനെ തന്നെ, അടുത്ത പ്രഭാതത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ ഈ മനസ്സിനകത്തിരി കന്മഷമുണ്ടായിരുന്ന ശിഷ്യനൊക്കെ വിചാരിച്ചു, സംഗതി നന്നായി, ഗുരുദേവനോടൊപ്പം ഇരുന്ന് എല്ലാ നേരവും കഴിക്കാമല്ലോ. രണ്ടാമത്തെ ദിവസം ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ ഇലയെല്ലാം വെച്ച് ഭക്ഷണവും വിളമ്പി ശിഷ്യന്മാർ കാത്തിരിക്കുക. ഗുരുദേവനെ കാണുന്നില്ല. ഗുരുദേവൻ ധ്യാനത്തിലാണ്. 1 മണിക്കൂർ കാത്തിരുന്നു, കാണുന്നില്ല. ഗുരുദേവൻ 24 മണിക്കൂറല്ല 3 ദിവസം പട്ടിണി ഇരിക്കലേ. അതൊക്കെ അവിടത്തേക്ക് ശീലമാണ്. അത് സാധാരണ മനുഷ്യനല്ലല്ലോ. 1 മണിക്കൂറായി, 2 മണിക്കൂറായപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തു? ഗുരുദേവൻ വരാൻ കാത്തിരുന്നില്ല. ഭക്ഷണം കഴിച്ചേച്ച് എഴുന്നേറ്റു. ഭക്ഷണം കഴിച്ചെഴുന്നേറ്റപ്പം ഗുരുദേവൻ വരുന്നു. നമ്മെ കാത്തിരിക്കാൻ മനസ്സില്ലാത്തവരോടൊപ്പം നാം എങ്ങനെ ഭക്ഷണം കഴിക്കും? അതോടുകൂടി ശിഷ്യൻ്റെ സോക്കേട് തീർന്നു. ഗുരുദേവനോടൊപ്പം ഭക്ഷണം എന്നുള്ള നിയമം അവിടെ ഇല്ലാതായി. പക്ഷേ അടുത്തൊരു നർമ്മത്തിൽ നല്ലൊരു പ്രയോഗമുണ്ട്. അതിന് തൊട്ടടുത്ത മാസം കോഴിക്കോട് ഈ ശിഷ്യന്മാരെല്ലാം കൂടെ ഗുരുദേവൻ്റെ കൂടെ പോയി കോഴിക്കോട് കുതിരവട്ടം ഭ്രാന്താശുപത്രിയിൽ പോയി. അവിടുത്തെ സൂപ്രണ്ട് ഗുരുദേവൻ്റെ ഒരു ഭക്തനായിരുന്നു. ഭ്രാന്താശുപത്രിയിൽ വലിയ സദ്യ ഒരുക്കി. ഗുരുദേവനെയും ശിഷ്യന്മാരെയും സൽക്കരിക്കാൻ വേണ്ടി വലിയ സദ്യ ഒരുക്കിയിട്ട് സൂപ്രണ്ട് ഗുരുദേവനും ശിഷ്യന്മാർക്കും ഒന്നിച്ച്, അന്ന് നിലത്തിരുന്നാ കഴിക്കുന്നത്, ഡൈനിങ് ടേബിൾ ഒന്നുമില്ല. ഈ ഡൈനിങ് ടേബിളാണ് നമ്മളെ ഇത്രയും കുഴപ്പത്തിലാക്കിയത്. നിലത്തിരുന്ന് കഴിക്കലാണ് ശരി. കണ്ടോ, എത്രയോ പഴയ കൊട്ടാരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. തിരുവിതാംകൂർ കൊട്ടാരം ഉൾപ്പെടെ തൃപ്പൂണിത്തുറ കൊട്ടാരം, പഴയ കൊട്ടാരങ്ങളുണ്ട്. പഴയ 4 കെട്ടുകളും 8 കെട്ടുകളുമുണ്ട്. അവിടെ എല്ലാം ഈ ഉപകരണങ്ങളെല്ലാം പണിഞ്ഞു കൊടുത്ത പഴയ തച്ചന്മാരാണ്. അവരാരും ഡൈനിങ് ടേബിൾ പണിഞ്ഞിട്ടില്ല. കൊരണ്ടി പലകയും
നിലത്തിരുന്ന് കഴിക്കുന്ന സംവിധാനങ്ങളുമാണ്. പോട്ടെ, അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം നിലത്ത് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി വെച്ചു. ഗുരുദേവന് സെപ്പറേറ്റ് എല്ലാം കൂടെ ഒന്നിച്ചു വെച്ചപ്പോൾ ഗുരുദേവൻ വന്ന് ആദ്യം ഭക്ഷണം കഴിക്കാനിരുന്നു. ശിഷ്യന്മാർക്കില്ല, ശിവഗിരിയിലെ ഓർമ്മ ബാക്കി കിടക്കുകയാണ്. കൂടിരുന്നാൽ ഇനി കുഴപ്പമാവോ, 3-4 ദിവസം പട്ടിണി ഇരിക്കേണ്ടി വരുമോ, പണി എങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല. അങ്ങനെ ശിഷ്യന്മാരൊന്ന് വരണ്ട് നോക്കി നിന്നു. ഉടൻ വന്നു സ്വാമി തൃപ്പാദങ്ങളുടെ കമന്റ്, ഇത് ഭ്രാന്താശുപത്രിയാണ്, ആർക്കും എന്തും കാണിക്കാം എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം എല്ലാ നേരവും ഇരുന്ന് കഴിക്കണമെന്ന് നീ ആവശ്യപ്പെടുന്ന ഒരു ഭ്രാന്താണെന്ന് അതിനകത്ത് സൂചനയില്ലേ? ഇത് ഭ്രാന്താശുപത്രിയാണ്, ആർക്കും എന്തും കാണിക്കാം, ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അവരിരുന്ന് കഴിച്ചു പോരുന്നു. എന്നിട്ട് അവിടെ സന്യാസം ദീക്ഷ സ്വീകരിക്കാൻ വേണ്ടി വേദാന്തം പഠിച്ചു കൊടുക്കുന്ന കുറേ ബ്രഹ്മചാരികൾ. ഈ എല്ലാവരും വൈകുന്നേരമാകുമ്പോൾ ശാരദാ മഠത്തിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എത്തണം. അത് മഹാഗുരു ഉണ്ടായിരുന്നപ്പോൾ നിബന്ധനയാണ്. അങ്ങനെ ചില ബ്രഹ്മചാരികൾ ആദ്യമായിട്ട് വന്ന് ചേർന്നതേ ഉള്ളൂ, ചെറുപ്പക്കാരല്ലേ, അവർ ഈ പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല. ആരൊക്കെ പോകത്തില്ല എന്ന് ഗുരുദേവൻ നോട്ട് ചെയ്തു. അതാരും പറഞ്ഞു കൊടുക്കുക, അറ്റൻഡൻസ് എടുക്കുകയൊന്നും വേണ്ട. അവിടെ അറിയാം, കണക്കെല്ലാം കൃത്യം അറിയാം, ആരൊക്കെ ഉണ്ടെന്നും എത്ര പേരുണ്ടെന്നും ആരൊക്കെ വരുന്നെന്നുള്ള കൃത്യമായിട്ട് അറിയാമല്ലോ. അടുത്ത ദിവസം കലവറയിൽ ചെന്ന് പാചകക്കാരനെ വിളിച്ച് എന്തോ ഒരു നിർദ്ദേശം കൊടുത്തു. അതെന്താണെന്ന് ആരും അറിഞ്ഞില്ല. തലേന്ന് പ്രാർത്ഥനയ്ക്ക് വരാതിരുന്ന ബ്രഹ്മചാരികളെല്ലാം പിറ്റേന്ന് ഉച്ചഭക്ഷണത്തിലിരുന്നപ്പോൾ അവരുടെ ആരുടെയും കറിയിൽ ഉപ്പില്ല. ഉപ്പിടരുതെന്ന് പറഞ്ഞു കൊടുത്താണ് ഗുരുദേവൻ. ഇന്നാരുടെ എല്ലാം കറിക്ക് ഉപ്പില്ലാതെ കൊടുക്കണം. ഞങ്ങൾക്ക് ഉപ്പില്ല, അത് ഉപ്പിടരുതെന്ന് ഗുരുദേവൻ പറഞ്ഞതാണ്. എന്തൊരു തമാശയാണത് അല്ലേ? എന്താണ് കാര്യം? ഉപ്പെന്ന് പറയുന്നത് നന്ദിയാണ്. എൻ്റെ വാപ്പ എപ്പോഴും പറയുന്നത്, മക്കളെ ഉപ്പ് കൂട്ടി ചോറ് കഴിക്കണം. നമ്മുടെ പഴമക്കാരെല്ലാം പറയും. പഴയ കാലത്ത് സദ്യ വിളമ്പിയാൽ ആദ്യം ഇല വെച്ചിട്ട് ഇലയിൽ ആദ്യം വിളമ്പുന്നത് എന്താ വിളമ്പുന്നേ? ഉപ്പാ വിളമ്പുന്നേ. ഇപ്പോൾ ഉപ്പും ഇല്ല, സാമ്പാറും ഇല്ല. പാത്രവും കൊണ്ട് നേരെ ചെന്നിട്ട് നുള്ളിപ്പറക്കി തന്നെത്താൻ വിളമ്പി തിന്നോണം അല്ലേ? ബൊഫേ പാശ്ചാത്യൻ്റെ സംസ്കാരം. ഇല വെച്ചിട്ട് ഉപ്പ് വയ്ക്കുന്നത് എന്തിനാ? നന്ദിപൂർവ്വം ഈ ഭക്ഷണം കഴിക്കണം. ഈ ഭക്ഷണം നിനക്ക് വിതരണം ചെയ്തവനോട് നന്ദി ഉണ്ടാകണം. മാത്രമല്ല, ഇത് തന്ന ഒടേതമ്പുരാനോടും നന്ദി വേണം. അതിനെ ഉപ്പ് വിളമ്പിയാ തുടക്കുന്നത്. ഗുരുദേവൻ പറഞ്ഞതാണ്, സന്ധ്യാസമയത്ത് ശാരദാമഠത്തിൽ പ്രാർത്ഥിക്കാൻ വരാത്ത ബ്രഹ്മചാരികൾക്കാർക്കും ഉപ്പിട്ട കറി കൊടുക്കണ്ട. ഇപ്പൊ പരാതി കിട്ടി, ഉപ്പില്ലാത്ത കറി കിട്ടിയ ബ്രഹ്മചാരികളെല്ലാം കൂടെ ഗുരുദേവൻ്റെ അടുത്ത് തൊഴുതോണ്ടെന്ന് പറഞ്ഞു, ഭക്തി ഉപ്പ് പോലെയാകണം. ഉപ്പ് കൊടുക്കാതിരുന്നവരെ പറ്റിച്ചെന്ന് മാത്രമല്ല, ആ ഉപദേശത്തിന് ഡെപ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഭക്തി ഉപ്പ് പോലെയാകണം എന്ന് പറഞ്ഞാൽ കറിക്ക് ഉപ്പ് കൂടിയാ കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഉപ്പ് കുറഞ്ഞാ കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഉപ്പിൻ്റെ സാന്നിധ്യം അറിയരുത്. ഭക്തി അതുപോലാണ്. സാന്നിധ്യം അറിയരുത്. ഒരുപാട് കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അറിയരുത് ജാതി വികാരങ്ങൾ. മനുഷ്യൻ അറിയാത്ത ഭക്തി അവൻ്റെ ഉള്ളിൽ ഉപ്പ് പോലെ ആയിരിക്കണം. ഇനി നോക്കൂ, സിലോണിലേക്ക്, പഴയ സിലോൺ, ഇപ്പോഴത്തെ ശ്രീലങ്ക. ഗുരുദേവൻ പോവുകയാണ്, സിലോണിലേക്ക് പോവുകയാണ്. രാമേശ്വരത്തെത്തി. അപ്പോഴാണ് ഒരു ശിഷ്യൻ കൊണ്ടുവന്നിട്ട് ഒരു കാഷായ വസ്ത്രം കൊടുത്തു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഗുരുദേവൻ കാഷായ വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഒറ്റ ഒരു തവണ സിലോണിൽ പോയപ്പോൾ. മഞ്ഞ വസ്ത്രം ജീവിതത്തിൽ ഒരിക്കലും ധരിച്ചിട്ടില്ല. പക്ഷേ ഗുരുദേവൻ്റെ ചിത്രങ്ങളിലോ പ്രതിമകളിലോ മഞ്ഞ വസ്ത്രം ധരിപ്പിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. കാരണം തീർത്ഥാടനത്തിന് ഗുരുദേവൻ തിരഞ്ഞെടുത്ത നിറമാണ് ആ മഞ്ഞയുടെ നിറം. ഭഗവാൻ ഇഷ്ടപ്പെട്ട നിറം, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇഷ്ടപ്പെട്ട നിറം. മഞ്ഞയുടെ പ്രാധാന്യം ഞാൻ ഒരുപാട് പാടനാട് ഈഷ്ടി പറഞ്ഞില്ലേ? മഞ്ഞയുടെ പ്രാധാന്യം പ്രസംഗിച്ചില്ലേ അവിടെ? ഇല്ലേ? പുഷ്പയും ഹരിലാലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. മഞ്ഞയുടെ പ്രാധാന്യം അവിടെയും പറഞ്ഞു. അതാണ്. അതുകൊണ്ട് മഞ്ഞ വസ്ത്രം ധരിപ്പിക്കുന്നതിൽ യാതൊരു ശരി തന്നെയാണത്. പക്ഷെ ഒരിക്കൽ മാത്രമേ കാഷായ വസ്ത്രം ഗുരുദേവൻ ധരിച്ചുള്ളൂ. അത് ഈ സിലോണിൽ പോകുന്ന സമയത്താണ്. അപ്പം ശിഷ്യൻ കൊണ്ട് കാഷായ വസ്ത്രം കയ്യിൽ കൊടുത്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയ ആചാര്യന്മാരെ വേഷം കെട്ടിയവർ, ആചാര്യന്മാരെന്ന് പറയാൻ പറ്റത്തില്ല, വിവിധ മതങ്ങളിൽ ആചാര്യവേഷം കെട്ടി നടക്കുന്ന, മനുഷ്യരെ പറ്റിക്കുന്ന കപടഭക്തിയുള്ള
ആത്മീയ നേതാക്കളെ മുഴുവൻ കേൾക്കാൻ കൊള്ളാവുന്ന ഒന്നാന്തരം ഒരു നർമ്മമാണ് ഗുരുദേവൻ പ്രയോഗിച്ചത്. കാഷായ വസ്ത്രം കയ്യിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ ശിഷ്യൻ കൊടുത്തപ്പം ഗുരുദേവൻ അത് വാങ്ങിച്ചൊന്ന് നോക്കി. എന്താ ഇത്? ഇതൊരു കാഷായ വസ്ത്രം. എന്തിനാണിത്? ഇവിടത്തേക്ക് ധരിക്കാൻ. നാം ഇത് ധരിക്കാറില്ലല്ലോ. നമ്മൾ സിലോണിലേക്ക് ആദ്യമായി പോവുകയല്ലേ. അവിടെ ഹൈന്ദവ വിശ്വാസികളും പിന്നെ ബുദ്ധമതക്കാരും ഒക്കെ ധാരാളം ഉണ്ട്. അപ്പം ഇതൊന്ന് ധരിച്ചാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് തോന്നി. തമിഴന്മാരൊക്കെ ഉണ്ട്. കാഷായ വസ്ത്രത്തോട് അവർക്ക് ആദരവ് കൂടുതലാണ്. അതുകൊണ്ട് ധരിച്ചാൽ കൊള്ളാം. ഒരു ശിഷ്യൻ കൊടുത്ത ഒരു കാണിക്കയായതുകൊണ്ട് മഹാഗുരുവിന് അങ്ങനെ സവിശേഷതയുണ്ട്. ആരെന്തു കൊടുത്താലും സ്വീകരിക്കും, ആരെയും നിഷേധിക്കത്തില്ല. ആരെന്തുകൊണ്ട് സമർപ്പിച്ചാലും സ്വീകരിക്കും. എൻ്റെ മഹാഗുരു പറഞ്ഞൊരു അനുഭവമുണ്ട്. അത് വളരെ വൈകാരികമായൊരു സംഭവമാണ്. കായിക്കര കടപ്പുറത്തൂടെ ഗുരുദേവൻ ഇങ്ങനെ നടക്കുകയാണ് അവധൂതനായി. കുറേ ശിഷ്യന്മാർ പിറകെ പോകുന്നുണ്ട്. ഗുരുദേവന് സമമായി ആരും നടക്കില്ല. ഗുരുദേവൻ നടക്കും. ഗുരുദേവൻ നടക്കാൻ വലിയ സ്പീഡായിരുന്നു. നല്ല വേഗതയാണ് ഗുരുദേവനോട്. അങ്ങനെ ഗുരുദേവൻ വേഗത്തിൽ നടക്കും. ശാന്തമായിട്ടല്ല, ഒറ്റ പോക്കാണ്, എട്ടമ്പലം നോക്കാതെ. ശിഷ്യന്മാർ ഇത്തിരി അകലം വിട്ടേ നടക്കൂ. അങ്ങനെ പോകുന്ന സമയത്ത് കായിക്കര കടപ്പുറത്ത് നമ്മളൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. തിരയടിച്ചു കയറി തെങ്ങിൻ്റെ ചുവട്ടുള്ള മണലെല്ലാം ഇളകുമ്പോൾ ഈ തെങ്ങ് ചരിഞ്ഞു വീഴും. അതിങ്ങനെ ചരിഞ്ഞു കിടന്ന് വളരും. 4-5 വയസ്സുള്ള ഒരു കുഞ്ഞ്, മുക്കുവ കുടിലെ കുഞ്ഞാണ്, ധീവര സമുദായത്തിൽപ്പെട്ട ഒരു കുഞ്ഞാണ്. അവന് ചരിഞ്ഞു കിടക്കുന്ന ഈ തെങ്ങ് ചാരി ഇങ്ങനെ നിൽക്കുന്നു. 4-5 വയസ്സേ ഉള്ളൂ. അവൻ്റെ കയ്യിൽ എന്തോ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. അവനിങ്ങനെ ഗുരുദേവൻ്റെ നേരെ ഒന്ന് നീട്ടും, പിന്നെ പുറകോട്ട് വലിക്കും, പിന്നെ ഒന്ന് നീട്ടും, പിന്നെയും പുറകോട്ട് വലിക്കും. ഇതെന്തുവാ സംഭവം എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ആ പിടിച്ചിരിക്കുന്നത് എന്താണ്, അവൻ്റെ കൈക്കുള്ളിൽ എന്താണെന്ന് ഒരാൾക്കറിയാം. ആർക്കേ? ഗുരുദേവനറിയാം. എത്ര വിളിച്ചു വെച്ചാലും അറിയാം. അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പോൾ ഗുരുദേവൻ നേരെ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ചെന്നിട്ടോ ഒരു പാരണ സ്വീകരിക്കുന്നതുമാതിരി 2 കൈയും നീട്ടി ആ കുഞ്ഞിൻ്റെ മുമ്പിൽ നിൽക്കുന്നു വിശ്വഗുരു. ലോകം കണ്ടുപഠിക്കേണ്ട ഇതൊക്കെ. ലോകം കണ്ടുപഠിക്കണം, കേട്ടുപഠിക്കണം. എന്തൊരു അഹങ്കാരമോ! കുഞ്ഞുങ്ങൾ അടുത്ത് വന്ന് അടുപ്പിക്കുമോ? യേശുദേവൻ തന്നെ പറഞ്ഞില്ലേ, നിയന്ത്രണം വിട്ട് പറഞ്ഞില്ലേ, കുട്ടികളെ കടത്തിവിടുമെന്ന്. കവർണോങ്കുന്നിലേക്ക് കയറിയപ്പോൾ കുട്ടികളെ തടച്ചു കളഞ്ഞു. ശിശുക്കൾ ദൈവത്തിൻ്റെ പ്രിയ സന്തതികളാണ്, അവരെ കടത്തിവിടുമെന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ കാണാം. കുഞ്ഞുങ്ങളെ പലരും തടഞ്ഞു കളയും. ഇടാ കുഞ്ഞുങ്ങളെ ബഹളമിടാ, കുട്ടികൾ ബഹളമിടാ, അടങ്ങിയിരി, മറ്റേത് മറിച്ചത്, ആഹാരം കഴിക്കാൻ വന്നാൽ അവരെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കും. തെറ്റ്. ഗുരുദേവൻ കുഞ്ഞുങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ കഥകൾ വേറെയുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ചെന്നു, കൈ ഇങ്ങനെ നീട്ടി നിൽക്കുന്നു. അവൻ്റെ കൈക്കുള്ളിലുണ്ടായിരുന്ന ഒരു കണ്ണിമാങ്ങയാണ്. ഒരു കണ്ണിമാങ്ങ. കടപ്പുറത്ത് മാവുണ്ടാകത്തില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു വിശിഷ്ട ഭോജ്യമാണ്. 4-5 വയസ്സ്. എവിടെയോ അച്ഛൻ്റെ അമ്മയും കൂടെ പോയപ്പോൾ കിട്ടിയ ഒരു കണ്ണിമാങ്ങ അവടുത്ത് കയ്യിൽ വെച്ചിരിക്കുക. അത് മഹാഗുരുവിനെ കാണിക്കയായി കൊടുക്കുക. അവൻ ഒരു കണ്ണിമാങ്ങ നമുക്ക് കുഞ്ഞുങ്ങൾ വെച്ച് തീട്ടിയാൽ നമ്മൾ വാങ്ങുമോ? നിഷേധിച്ചിട്ട് പോവും. അതാണ് സ്വാമി തൃപ്പാദങ്ങൾ. കൈ നീട്ടി വാങ്ങി, ആ മാങ്ങ വാങ്ങി അവനോട് വാങ്ങി അവനെ അനുഗ്രഹിച്ചിട്ട് ഗുരുദേവൻ നടന്നുപോയി. അതാണ്, ആരെന്തു കൊടുത്താലും അവിടുന്ന് സ്വീകരിക്കുമായിരുന്നു. ഒന്നും കൊടുക്കാതിരിക്കുന്നവർക്ക് പണിയും കിട്ടും കേട്ടോ. അതുകൂടെ ആലോചിച്ചോ. ഒരുപാട് പൈസ ചെലവും കടവും ഒക്കെ ഉണ്ട് ഈ ഗുരുമന്ദിരത്തിന്. ഞാൻ അറിഞ്ഞു. കയ്യിൽ വെച്ചുകൊണ്ട് കൊടുക്കാതിരിക്കരുത്, അറിയാതെ ചോർന്നു പോകും. പണി കിട്ടിക്കഴിഞ്ഞേ അറിയത്തുള്ളൂ പണി കിട്ടിയതാണെന്ന്. അതുകൊണ്ട് എല്ലാവരും ഒറ്റ വിജയം, നമ്മളിങ്ങനെ ജീവിക്കാൻ ഇടയാക്കിയത് ആരാന്നും. അതായത് നേരത്തെ പറഞ്ഞു ഉപ്പ് കൂട്ടി കഴിക്കണമെന്ന്. എന്തിനാ രാപ്പകലില്ലാതെ, പ്രായം കണക്കിലെടുക്കാതെ അവിശ്രമം ലോകം മുഴുവൻ ഗുരുദേവ ധർമ്മങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് എന്തിനാ നടക്കുന്നത് ചോദിച്ചാൽ, ഒരു ചെറിയ നന്ദിക്ക് വേണ്ടിയാണ്. പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ അവസരം ഉണ്ടായത് പുനലൂർ SM കോളേജ് ഉള്ളതുകൊണ്ടാണ്. എൻ്റെ സാഹചര്യം ഇപ്പം ഞാൻ പറയുന്നില്ല. ആ ഒരു നന്ദിക്ക് വേണ്ടി പ്രസംഗിക്കുന്നില്ല, വേറെ ഒന്നും ആരിന്നും ഒന്നും നേടാനല്ല, ഒരു സംഘടനാ നേതൃത്വത്തിന് വരാനല്ല. ഞങ്ങളുടെ നാട്ടിലൊരു ശാഖയുണ്ട്. അത് SNDPയുടെ ബൈലോ അനുസരിച്ച് ഈഴവ സമുദായത്തിൽ ജനിക്കണമെന്നില്ല. SNDP ചേരാൻ ആർക്കും ചേരാം. എന്നെ ശാഖയിൽ ചേർക്കാമെന്ന് പറഞ്ഞത് അവർക്ക് ജനറൽ സെക്രട്ടറി. നാട്ടിലെ ശാഖയിൽ ചേരാൻ പറഞ്ഞു. MP ശ്രീമാർ കൂടുള്ള സമയമാണ്. ശ്രീമാർ പറഞ്ഞു നമുക്ക് യോഗ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുവരണ്ട, ഞാൻ അതിന് വന്ന ആളല്ല, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ വന്നത് എന്നെ ഗുരുധർമ്മം പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക മരിക്കുന്നവരെ, അത്ര തന്നെ. ട്രസ്റ്റിൽ ചേർക്കാൻ തുടങ്ങി. ജനറൽ സെക്രട്ടറി പറഞ്ഞു ട്രസ്റ്റിൽ, SN ട്രസ്റ്റിൽ ചേർക്കാം.
25,000 രൂപ പ്രവേശന ഫീസ്, അത് ഞാൻ കൊടുത്തോളാം, ചേർന്നോളാം പറഞ്ഞു. ട്രസ്റ്റിൻ്റെ മണ്ടേ വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞു, വേണ്ട, അതൊക്കെ വന്നാൽ എൻ്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടും, അങ്ങേയും ചോദ്യം ചെയ്യപ്പെടും. എന്തിനാ ബിഷപ്പ് ഡോക്ടറെ ഇത്ര പൊക്കിയെന്ന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ധർമ്മം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും, അത് മാത്രമാണ് ലക്ഷ്യം. അത് നന്ദിക്ക് വേണ്ടിയാണ്. നമ്മെ ഇങ്ങനെ ജീവിക്കാൻ സാഹചര്യം ഉണ്ടാക്കി തന്നത് ആരാന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇങ്ങനൊരു ഗുരുദേവനില്ലായിരുന്നെങ്കിൽ ഈ സഹോദരിമാരാരും ഈ പട്ടുസാരിയും സ്വർണ്ണമാലയും ഇതൊന്നും ധരിക്കില്ലായിരുന്നു. നമ്മളിൽ ആരും സർക്കാർ ജോലി കയറൂലായിരുന്നു. നമുക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നില്ല. ആ നന്ദിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്തു കൊടുത്താലും ആരെന്തു കൊടുത്താലും ഗുരുദേവൻ വാങ്ങുമായിരുന്നു. പക്ഷേ 2 പാദകാണിക്ക് മാത്രം ഗുരുദേവൻ മടക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്. എന്തും സ്വീകരിക്കുമായിരുന്നു, ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ. 2 തിരികെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന്, സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല, അവിടെ ഗുരുദേവൻ എഴുന്നള്ളിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ സംഭാവന കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി പാദകാണിക്കായി കുറച്ച് പൈസ അവിടെ കൊണ്ടുവച്ചു. കൊടുക്കുന്നതെല്ലാം ഗുരുദേവൻ സ്വീകരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി അവിടെ കാണിക്ക കൊണ്ടുവച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, മോളെ അതങ്ങ് കയ്യിലെടുത്തോ, തിരിച്ച് അച്ഛൻ്റെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. കുട്ടി അന്തം വിട്ട് നോക്കിയിരുന്നു. അച്ഛന് കൊണ്ട് കൊടുക്കോ, അത് നാറുന്നതാണെന്ന് പറഞ്ഞു. ആ പണം നാറുന്നതാണെന്ന് പറഞ്ഞു. ആർക്കും അന്നേരം മനസ്സിലായില്ല. പിന്നെയാ മനസ്സിലായി കുട്ടിയുടെ അച്ഛൻ ചെത്തുകാരനാണ്. അയാൾ പശ്ചാത്തപിച്ചു, ഗുരുദേവൻ്റെ വെച്ചത് സാഷ്ടാംഗം വീണു, മേലാ ചെത്താൻ കയറില്ല എന്ന് പറഞ്ഞു. കാണിക്ക സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ മടക്കി കൊടുത്തു. പിന്നൊരിക്കൽ മടക്കി കൊടുത്ത് കോട്ടയത്ത് വെച്ചാണ്, നാഗമ്പടത്ത് വെച്ച്. അവിടുന്ന് എഴുന്നള്ളി നടിച്ചപ്പോൾ നാട്ടുകാരെല്ലാം വന്ന് ഓരോ സമുദായം കെട്ടിപ്പടുക്കണം, പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കണം, ഇതിനെല്ലാം പൈസ വേണ്ടേ? ഗുരുദേവൻ ആരോടും ചോദിച്ചിട്ടല്ല, അറിഞ്ഞു കൊണ്ടു കൊടുക്കുന്നതാണ്. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കാണിക്കകൾ കൊണ്ടു കൊടുക്കുന്നു. ഒരു വീട്ടമ്മ, ഭർത്താവ് മരിച്ചുപോയി, 2-3 കുഞ്ഞുങ്ങൾ, കഷ്ടിച്ച് ജീവിക്കാനുള്ള പണിയെടുത്ത്, കൂലിപ്പണിയെടുത്തും എന്തോ ചെറിയ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുക. അവർക്ക് ഗുരുവിന് എന്തെങ്കിലും കൊടുക്കണമെന്ന് നിർബന്ധമായി തോന്നിയപ്പോൾ മരിച്ചുപോയ ഭർത്താവ് ചരടിൽ കെട്ടി കഴുത്തിൽ തൂക്കിയ ഒരു സ്വർണ്ണ താലി ഉണ്ടായിരുന്നു. മിന്നെന്ന് പറയും, മിന്ന്, അതുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചുപോയി, അവളുടെ കഴുത്തെ കിടക്കുന്ന താലി, അതിൻ്റെ വില എത്രയാണെന്ന് ആലോചിക്കണം. അത് അഴിച്ചു കൊണ്ടുപോയി വിറ്റു. ആരും അറിയുന്നില്ല. താലി പൊട്ടിച്ച് വിറ്റ കഥയൊന്നും ആരും അറിയുന്നില്ല. ഈ അമ്മ അവസാനം 5 രൂപ കൊണ്ടുവന്ന് ഗുരുദേവൻ്റെ പാദകാണിക്കായി വെച്ചു. ഗുരുദേവൻ ഉടനെ അടുത്തിരുന്ന സെക്രട്ടറിയോട് പറഞ്ഞു, ഈ 5 രൂപ നമ്മുടെ കണക്കിൽ എഴുതിക്കോളൂ. എന്നിട്ട് 5 രൂപ കയ്യിലെടുത്തിട്ട് ആ വീട്ടമ്മയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിക്കോളൂ, ഇത് വേണ്ട, ഇത് കൊണ്ടുപോയിക്കോളൂ. കൊണ്ടുപോയി കച്ചവടം തുടങ്ങാൻ പറഞ്ഞു. ഈ വീട്ടമ്മ തന്നെ സാക്ഷ്യം വഹിക്കുന്ന സംഭവമാണിത്. അവരെ തിരികെ കൊണ്ടുപോയി, ആ പൈസ തിരികെ കണ്ണുനീരോടെ കൊണ്ടുപോകുമ്പോൾ വഴിയരികിൽ ഒരു മനുഷ്യൻ്റെ ഒരു പറമ്പിൽ കിടന്ന മുഴുവൻ കപ്പയും അയാൾ വിൽക്കാനിരിക്കുക. എന്തോ സീസൺ മാറി വരുന്നത് കൊണ്ട് വേറെന്തോ കൃഷി ഇറക്കാൻ മുഴുവൻ കപ്പയും കൂടി, ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കപ്പ എടുത്തിട്ട് മുറ്റത്ത് കൊണ്ടുവച്ച് വിൽക്കുന്ന ഒരു കച്ചവടം ഉണ്ട്. അയാൾ പറഞ്ഞു, ഈ കപ്പ നിങ്ങളങ്ങ് എടുത്തോ. നേരം പറഞ്ഞ് എൻ്റെ പൈസ ഇല്ല, ഉള്ളത് തന്നാൽ മതി. ഈ 5 രൂപ കൊടുത്തു. പറമ്പിലെ കപ്പ മുഴുവൻ കിട്ടി. കപ്പ ബിസിനസ് തുടങ്ങി. അവസാനം ബിസിനസിൻ്റെ മേൽ ബിസിനസ്സായി. കോട്ടയം പട്ടണത്തിലും പരിസരങ്ങളിലുമുള്ള ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്യാസ് ഏജൻസി ആയാലും ശരി, ഫൈനാൻസിയേഴ്സ് ആയാലും ശരി, മോട്ടോർ വാഹനങ്ങൾ വിൽക്കുന്നതായാലും ശരി, കാണുന്ന ആ കുടുംബത്തിൻ്റെ, പെരിങ്ങാട്ട് കുടുംബത്തിൻ്റെ കഥയാണ് ഈ അതിലെ മുത്തശ്ശിയുടെ കഥയായി പറഞ്ഞത്. 5 രൂപ ഗുരുദേവൻ തിരിച്ചു കൊടുത്തത്, താലി പൊട്ടിച്ച കണ്ണുനീരോടെ കൊണ്ടുവച്ചത് അവിടത്തേക്ക് അറിയാമായിരുന്നു. അങ്ങനെ 2 കാണിക്ക തിരികെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ആരെന്തു കൊടുത്താലും സ്വീകരിക്കുമായിരുന്നു. എന്തു കൊടുത്താലും, ഒരു ഉണ്ണിയപ്പം കൊടുത്താലും സ്വീകരിക്കും, കണ്ണിമാങ്ങ കൊടുത്താലും സ്വീകരിക്കും, ഒരു ചക്രം കൊടുത്താലും സ്വീകരിക്കും. എന്തു ദീപവുമാം ഇലയുമാം കുസുമവുമാം. അതുകൊണ്ടൊരു ശിഷ്യൻ്റെ മനസ്സാണ് ഈ കാവ്യവസ്ത്രം. അത് പറയാനാണ് ഞാൻ കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ കാവ്യവസ്ത്രം വാങ്ങിച്ച് ഉടുക്കാൻ ഗുരുദേവൻ തീരുമാനിച്ചു. കാരണം തിരിച്ചു കൊടുത്താൽ ശിഷ്യന് സങ്കടം വരും. ശിഷ്യനെ സങ്കടം ആരെയും കണ്ണീരണിയാൻ ഗുരുദേവൻ സമ്മതിക്കത്തില്ല. ഗുരുദേവൻ ചിരിപ്പിക്കാനാണ് ശ്രമിച്ച ജീവിതം മൊത്തം. സന്തോഷം വാരി വിതറാനാ. അതുകൊണ്ട് ആ കാവ്യവസ്ത്രം കയ്യിൽ വാങ്ങി ഒന്ന് നിവർത്ത് നോക്കി ഒന്ന് കുടഞ്ഞു. ഉടുക്കാൻ വേണ്ടി ഒന്ന് കുടഞ്ഞിട്ട് ഗുരുദേവൻ അത് ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, അഴുക്ക് പറ്റിയാൽ അറിയത്തില്ല. ഒരു നർമ്മമല്ലേ, കാവ്യം എത്ര ദിവസം വേണേലും എടുത്തുകൊണ്ടാക്കാം, അഴുക്ക് പറ്റിയാൽ അറിയത്തില്ല.
ബാഹ്യമായി നമ്മൾ ചിന്തിച്ചപ്പോൾ കാവിയിൽ അഴുക്ക് പറ്റിയാൽ അറിയത്തില്ല എന്നാ പറഞ്ഞത്. അതിൻ്റെ ഉള്ളിലൊരു മർമ്മമുണ്ട്. എന്താണ് ആ മർമ്മം? കാണിക്കുന്ന ഏതൊരു വൃത്തികേടുകൾക്കും ഒരാത്മീയ വസ്ത്രം കൊണ്ട് മൂടിയാൽ ആ അഴുക്കാരും അറിയത്തില്ല. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ചിന്തിച്ചാൽ മതി. പിന്നെയോ സ്ത്രീകളെ പറ്റിക്കാൻ ഏറ്റവും നല്ല വേഷം കാഷായ വേഷമാണെന്ന് ചരിത്രാതീത കാലഘട്ടത്തിലുണ്ടായ മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ കാവ്യമായ രാമായണത്തിൽ വാൽമീകി പറഞ്ഞു വന്നു. അപ്പോൾ അടുത്ത ആഴ്ച രാമായണം തുടങ്ങുകയാണ്. രാമായണ മാസം തുടങ്ങുക, കർക്കിടകം 1. സ്ത്രീകളെ പറ്റിക്കാൻ ഏറ്റവും നല്ല വേഷം കാഷായ വേഷമാണെന്നാണ് പറഞ്ഞത്. ഡോക്ടർ എം ബഷീർ അല്ല, പിന്നെയോ വാൽമീകിയാണ്. പഞ്ചവടിയിലായിരുന്ന സീതാദേവി മാരീചൻ വേഷം മാറി വന്ന കഥ നമുക്കറിയാം. മാനിൻ്റെ രൂപത്തിൽ. ഇപ്പം മാനിനെ വേണമെന്ന് പറഞ്ഞു ഭർത്താവ് അതിനെ പിടിക്കാൻ പോയി. അപ്പോൾ അടിക്കടന്നപ്പോഴത്തെ മാരീചൻ എന്ത് ലോകത്തിൽ ആദ്യത്തെ മിമിക്രി ആർട്ടിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ മാരീചനാണ്. കാരണം അവൻ അവിടെ കിടന്ന് ശ്രീരാമൻ്റെ ശബ്ദത്തിൽ ആലച്ചത് അനുജ ലക്ഷ്മണ ഓടിവാൻ. അപ്പോൾ ലോകത്തിൽ ആദ്യത്തെ മിമിക്രിക്കാരൻ മാരീചനാണ്. അത് കേട്ടപ്പോൾ ലക്ഷ്മണൻ ഓടി. ലക്ഷ്മണൻ പോകാൻ തയ്യാറായില്ല. ലക്ഷ്മണന് മനസ്സിലായി തൻ്റെ ജ്യേഷ്ഠൻ അവതാരമൂർത്തിയാണ്, അപകടപ്പെടുത്താൻ പറ്റൂല. അന്നേരം സീതാദേവി പറഞ്ഞ വാക്കുകളെല്ലാം ഉണ്ടല്ലോ നമുക്കറിയാം. കടുവാക്കുകൾ ചൊല്ലിപ്പോയി. അത് ചിന്താവിഷ്ടയ സീതയിൽ പിന്നെ ആശാൻ എടുത്ത് പാടിയിട്ടുണ്ട്, അത് പറയാൻ പോകുന്നില്ല, പോട്ടെ. എന്നിട്ട് ലക്ഷ്മണൻ പോയി. പോകാൻ നേരം ത്രികാലജ്ഞാനമുണ്ടായിരുന്ന ലക്ഷ്മണൻ, പരമസാത്വികനായ ലക്ഷ്മണൻ, ജ്യേഷ്ഠത്യമേ രക്ഷിക്കാൻ വേണ്ടി ഒരു വര വരച്ചു. അതാണ് ലക്ഷ്മണരേഖ. നമുക്കറിയാം ലക്ഷ്മണരേഖ. പുതിയ തലമുറയ്ക്ക് അറിയാമോ എന്നറിയത്തില്ല, പഴയ ആൾക്കാർക്ക് അറിയാം. അതാണ് നമ്മുടെ മണ്ണടി ഉച്ചബലി. മണ്ണടിക്കായൽ ഉച്ചബലി പ്രസിദ്ധമാണ്. വർഷങ്ങളോടെ അവിടെ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. കുറേ വർഷത്തിന് മുമ്പ് ഞാൻ അവിടെ പ്രസംഗിച്ചു. തലേന്ന് ഉച്ചബലിയുടെ വലിയ ജനമാണ്. പിറ്റേത് രാവിലെ അന്ന് അടൂർ താലൂക്ക് ആശുപത്രിയിൽ എനിക്ക് ജോലി. തലേന്ന് മണ്ണടി പ്രസംഗം കഴിഞ്ഞ് പിറ്റേന്ന് ആശുപത്രി വന്നു. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഒരു ചായ കുടിക്കാൻ ഇറങ്ങി. ബേക്കറിയിൽ ചെന്നു. 5-6 ചെറുപ്പക്കാർ അവിടെ ഇരിക്കുന്നു. അവന്മാർ +1 +2 പഠിക്കുന്നവന്മാരാണ്. അവന്മാർ തലേന്നത്തെ പ്രസംഗം കേട്ട് അതിനെപ്പറ്റിയെല്ലാം കമൻ്റെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ എന്തോ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ലക്ഷ്മണൻ എന്തോ ഒരു പരാമർശം വന്നു. കുഞ്ഞുങ്ങളിങ്ങനെ വേദാന്തം എന്നോട് ചോദിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, മക്കളെ ലക്ഷ്മണരേഖ എന്തെന്നറിയോ? ഒരുത്തൻ പറഞ്ഞു എനിക്കറിയാം. അപ്പോൾ എനിക്ക് സന്തോഷമായി. എടാ, 21-ാം നൂറ്റാണ്ടിലെ +1 വിദ്യാർത്ഥിക്ക് ലക്ഷ്മണരേഖ അറിയാം. ഞാൻ പറഞ്ഞു എന്താണ് മക്കളെ ലക്ഷ്മണരേഖ, നീ പറയൂ. നീ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അന്നേരം അതിപ്പോൾ എന്തോ അറിയാനാ, രാജേന്ദ്രൻ്റെ കടയിൽ 10 രൂപ കൊടുത്താൽ പാറ്റായെ കൊല്ലാൻ കിട്ടുന്ന ചോക്കിൻ്റെ പേരാണ് ലക്ഷ്മണരേഖ. ഒരു തരക്കേടുമില്ല. അവൻ പഠിച്ചു വെച്ചിരിക്കുക ലക്ഷ്മണരേഖ അതാണ്, ചോക്കിൻ്റെ പേരാ. ഞാൻ ആദ്യം വിചാരിച്ചത് വെറുതെ പറയാന്ന്. ഉടൻ തന്നെ രാജേന്ദ്രൻ്റെ കടയിൽ ചെന്നു. പാറ്റായെ കൊല്ലുന്ന ചോക്കുണ്ടോ? ഉണ്ട്. പേര് നോക്കിയപ്പോൾ ലക്ഷ്മണരേഖ. ബെയർ കമ്പനിയുടെ സാധനം, ഉയർന്ന കമ്പനിയുടെയാ. ഈ കമ്പനിയെ എനിക്ക് പരിചയമില്ല. ഈ ചോക്കിൻ്റെ പിറകിലെ ഇവരുടെ അഡ്രസ്സ് അടിച്ചിട്ടുണ്ട്. അപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷിൽ കത്തെഴുതി, മേലാൽ ഈ പേര് പ്രയോഗിക്കരുത്, ഇത് ഭാരതീയരെ മുഴുവൻ അപമാനിക്കുന്ന ഇടപാടാണ്, ലക്ഷ്മണരേഖ പാറ്റായി കൊല്ലുന്ന ചോക്കല്ല എന്ന് എഴുതി. ഇപ്പം ചോക്കിൻ്റെ പേര് മാറ്റിയെന്നാണ്. ഇപ്പം ആ പേര് വരുന്നില്ല സാധനം. വിപ്ലവമൊന്നും ഉണ്ടാക്കാൻ പോയില്ല, കത്തെഴുതിയേ ഉള്ളൂ. ഏതായാലും നിന്നും തോന്നുന്നത് ലക്ഷ്മണരേഖ. ലക്ഷ്മണരേഖ വരച്ചിട്ട് സീതാദേവിയോട് പറഞ്ഞു, എന്തെല്ലാം പ്രകോപനമുണ്ടായാലും ഈ വര വിട്ട് കടക്കരുത്. ഇന്നത്തെ പെൺപിള്ളാർക്ക് പറ്റിയത് ലക്ഷ്മണരേഖ ഉല്ലംഘിക്കുന്നുണ്ടാണ്. വീടുകളിൽ ലക്ഷ്മണരേഖ ഉണ്ടായിരുന്നു. അത് രേഖ വരച്ചത് ലക്ഷ്മണനല്ല, നമ്മുടെ അമ്മൂമ്മമാരാണ്. അമ്മൂമ്മമാർ ലക്ഷ്മണൻ രേഖ വരച്ചത് അമ്പ് കൊണ്ടാണ്. അമ്മൂമ്മ രേഖ വരയ്ക്കാൻ അമ്മൂമ്മമാരുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ടായിരുന്നു, ഈ ചക്ക ഇളക്കുന്ന ആയുധം. തുടുപ്പുണ്ടായിരുന്നു. അഹങ്കാരം കാരിക്കുന്ന പെൺപിള്ളേർക്ക് തുടുപ്പ് വെച്ച് കൊടുക്കുമായിരുന്നു വീക്ക്. ഇപ്പോൾ തുടുപ്പും ഇല്ല, അമ്മുമ്മയില്ല. അതാ ഈ പിള്ളേർക്ക് ഇത്രയും അഹങ്കാരം വരാൻ കാര്യം. അത് ഇത് ലംഘിക്കരുതെന്ന് പറഞ്ഞു വെച്ചു. ലക്ഷ്മണൻ പോയി. ആ സമയത്താണ് രാവണൻ അടിച്ചുകൊണ്ട് പോകാൻ വരുന്നത്. രാവണൻ വന്ന 10 തലയും 20 കൈയും കൊണ്ട് സ്വന്തം വേഷത്തിലാണോ വന്നത്? ആണോ? ആ വേഷത്തിൽ വന്നാൽ സീതാദേവി ഇറങ്ങിപ്പോവോ? ഇല്ല. പിന്നെ എങ്ങനെയാ രാവണൻ വന്നത്? പച്ച മലയാളത്തിൽ എഴുത്തച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉടജാങ്കണേ വന്നു നിന്നിദൂദശാനനൻ. ജടയും വൽക്കലവും കാഷായവും ധരിച്ചൊരു സന്യാസിയുടെ വേഷത്തിലാണ് വന്നത്. അയ്യോ, ശ്രീരാമൻ്റെ ഭാര്യയായിട്ട് പോലും ലക്ഷ്മണൻ പറഞ്ഞിട്ട് പോലും സന്യാസിയെ കണ്ടപ്പോൾ ഒടേതമ്പരാനേ എന്നും പറഞ്ഞ് സീത ഇറങ്ങി അങ്ങ് പോയി.
അതാണ് പെണ്ണിനെ പറ്റിക്കാൻ ഏറ്റവും നല്ല വേഷം സന്യാസി വേഷമാണെന്ന് വാത്മീകി എഴുതി വെച്ചു. പക്ഷേ മലയാളികൾക്ക് മനസ്സിലായത് സന്തോഷ് മാധവൻ അപ്പോഴാണ് നമുക്ക് ഇവിടെ കിട്ടിയത് അല്ലേ? അതാണ് ഗുരുദേവൻ പറഞ്ഞത്. കൊള്ളാം, വേഷം കൊള്ളാം, അഴുക്ക് പറ്റിയാൽ അറിയത്തില്ല. ജഡിലോ മുഞ്ചി ലുഞ്ചിതകേശം കാഷായാംബര ബഹുകൃതവേഷം പശ്യന്നഭിനജ പശ്യതി മൂടോ ഉദരനിമിത്തം ബഹുകൃതവേഷം. 1000 ആണ്ടുകൾക്കപ്പുറം ആദിശങ്കരൻ പാടിത്തന്നത് ഈ ആശയമാ. ഗുരുദേവൻ നർമ്മത്തിലൂടെ കാഷായ വസ്ത്രത്തോട് പറഞ്ഞ ഈ ആശയമാണ് ശങ്കരൻ പറഞ്ഞു തന്നത്, ആദിശങ്കരൻ പറഞ്ഞത്. ജഡിലോ മുഞ്ചി ലുഞ്ചിത കേശം കാഷായാംബര ബഹുകൃതവേഷം. അവൻ സത്യം കണ്ടാലും കാണുന്നില്ല. പശ്യന്നഭിനജ പശ്യതി മൂടോ ഉദരനിമിത്തം ബഹുകൃതവേഷം. വേഷം കെട്ടാൻ പറ്റിയ വേഷമാണെന്ന് നർമ്മത്തിലൂടെ പറഞ്ഞ. ഇനി ഇതുപോലൊരു പ്രയോഗം തന്നെയായിരുന്നു തീർത്ഥാടനത്തിന് അനുവാദം കൊടുക്കുമെന്ന് നാഗമ്പടൻ ക്ഷേത്രത്തിൽ വെച്ച് റൈറ്ററും വൈദ്യരും കൂടെ എഴുതിക്കൊണ്ട് വന്നു. തീർത്ഥാടനത്തിൻ്റെ ഘടകങ്ങളെല്ലാം ചോദിച്ചു. എല്ലാത്തിനും ഗുരുദേവൻ ഉത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ ഉത്തരവും ചോദ്യവും ഏതാണ്ട് അവസാനിക്കാറായപ്പോൾ കൊല്ലംപറമ്പിൽ കൊച്ചുപാപ്പി, ഒരു കോടിമതക്കാരനായ കൊല്ലംപറമ്പിൽ കൊച്ചുപാപ്പി ഒരു ചോദ്യം ചോദിച്ചു. റൈറ്ററുമല്ല വൈദ്യരുമല്ല, ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നാണ് ചോദിച്ചു. കോടിമതക്കാരനായ കൊല്ലംപറമ്പിൽ കൊച്ചുപാപ്പി മഹാഗുരുവിനോട് ചോദിച്ചു, തീർത്ഥാടനത്തിന് പോകുമ്പോൾ രുദ്രാക്ഷം ധരിക്കണമോ? എല്ലാവരും തീർത്ഥാടനത്തിന് മാലയിടുമല്ലോ, രുദ്രാക്ഷം ധരിക്കണോ? പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു നർമ്മമാണ് ഗുരുദേവൻ പറഞ്ഞത്. രുദ്രാക്ഷം പച്ചവെള്ളത്തിൽ അരച്ചു കുടിച്ചാൽ പലജാതി രോഗങ്ങളും മാറി കിട്ടും. കാട്ടിക്കൂട്ടലുകളല്ല വേണ്ടത്, പിന്നെയോ സത്യം പഠിച്ചു മനസ്സിലാക്കിയുള്ള പ്രവൃത്തിയാണ് വേണ്ടതെന്ന് എത്ര മനോഹരമായ ഒരു പരിഹാസത്തിലൂടെ ഗുരുദേവൻ അത് പഠിപ്പിച്ചു കൊടുത്തു. കൊടുങ്ങല്ലൂർ ഗുരുദേവൻ എഴുന്നള്ളിയിരിക്കുന്നു. ഗുരുദേവനെ വളരെ ആദരിക്കുന്ന ഒരു നമ്പൂതിരി ഇല്ലം ഉണ്ട് അവിടെ. നമ്പൂതിരി ഇല്ലത്തിലെ ഇപ്പോഴത്തെ തലമുറക്കാരിയായ ഒരു വല്യമ്മ ഗുരുദേവനെ കാണാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. ഗുരുദേവൻ എഴുന്നള്ളി എന്ന് പറഞ്ഞുകൊണ്ട് വല്യമ്മ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് വല്യമ്മ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ കൊന്നോത്തില്ലത്തിലെ നീലകണ്ഠൻ നമ്പൂതിരിയുടെ വാരസ്യാർ നമ്പൂതിരിയുടെ നേത്യാരാണെന്ന് പറഞ്ഞു. പറഞ്ഞത് ആരോടാ? ഗുരുദേവനോടാണ്. ആ പറഞ്ഞത് മുഴുവൻ അഹങ്കാരമല്ലേ? ഒറ്റയടി ഗുരുദേവനോട് ചോദ്യം, വീട്ടിലും ഇങ്ങനെ തന്നെ ആണെന്നോ പറയുന്നത്? ഇനി അതിനേക്കാൾ വലിയൊരു പ്രഹരം കൊടുക്കേണ്ടതുണ്ടോ? വീട്ടിൽ ഇങ്ങനെ തന്നെ ആണെന്നോ പറയുന്നത്? തീർന്നു അതോടെ. ഏറെ സംവാദങ്ങളും ഒരുപാട് നർമ്മങ്ങളും പ്രയോഗിച്ച് വാഗ്ഭടാനന്ദ ഗുരുവിനോടാണ്. വാഗ്ഭടാനന്ദ ഗുരുദേവനെ കാണാൻ ചെന്നു. ആലുവ അദ്വൈതാശ്രമത്തിൽ ചെന്നു. ഗുരുദേവൻ ഇങ്ങനെ നിരന്തരം പ്രതിഷ്ഠകൾ നടത്തുന്നു. വാഗ്ഭടാനന്ദൻ ഈ പ്രതിഷ്ഠകളോട് താല്പര്യമില്ല, അദ്വൈതിയാണ്, കടുത്ത അദ്വൈതിയാണ്. ഗുരുദേവൻ എന്തിനാ പ്രതിഷ്ഠ നടത്തിയെന്ന് നമുക്കറിയാം. അക്ഷരാഭ്യാസമില്ലാതിരുന്നൊരു സമൂഹത്തിന് അറിവ് പകരാൻ വേണ്ടി പ്രതിഷ്ഠയിലൂടെ ഭക്തിയിലൂടെ അറിവിൻ്റെ നികുഞ്ചങ്ങൾ തുറന്നു കൊടുക്കുകയായിരുന്നു ഗുരുദേവൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാ പ്രതിഷ്ഠ. കാരണം പ്രതിഷ്ഠകൾ കുറേ നടത്തി, ക്ഷേത്രം കുറേ പ്രതിഷ്ഠ. അവസാനം പറയും, ഇനി നമുക്ക് വേണ്ടത് ദേവാലയങ്ങളല്ല വിദ്യാലയങ്ങളാണ്. പിന്നെയും പറഞ്ഞു, എല്ലാ വിദ്യാലയങ്ങളോടൊപ്പം ഒരു വായനശാല വേണം. ലോകത്താരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ആരാധനാലയത്തോടൊപ്പം വായനശാല വേണം. ആ വായനശാലയിൽ എല്ലാ മതവിഭാഗങ്ങളുടെ ഗ്രന്ഥങ്ങളും ഉണ്ടാകണം. ഇതിനപ്പുറം എന്ത് പഠിപ്പിക്കാനാ? അല്ല, പക്ഷേ വാഗ്ഭടാനന്ദന് അത്ര പിടുത്തം പോലെ ഈ പ്രതിഷ്ഠ നടന്നതിൽ ആദ്യം ഗുരുദേവനെ കണ്ട ഉടനെ പറഞ്ഞ ആദ്യത്തെ വാക്യം, നാം നിങ്ങളുടെ സ്വാമിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല, സ്വാമിയുടെ തത്വങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. വാഗ്ഭടാനന്ദൻ എന്നോടാണ് പറഞ്ഞത്, ഞാൻ ആദ്യം എന്ത് ചോദിക്കും? എന്തുകൊണ്ട് യോജിക്കുന്നില്ല എന്ന് ചോദിക്കില്ലേ? ഉടനെ ഗുരുദേവൻ കൊടുത്ത മറുപടി, ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു. അതിൻ്റെ തിരിച്ചടി എന്താണെന്നറിയാമോ?
ഗുരുദേവൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്ന് പറയാൻ വാഗ്ഭടാനന്ദൻ്റെ അഭിപ്രായം ശരിയാണെന്ന് വരും. വാഗ്ഭടാനന്ദൻ്റെ അഭിപ്രായം ശരിയാണെന്ന് പറഞ്ഞാൽ ഗുരുദേവൻ്റെ അഭിപ്രായം തെറ്റല്ലെന്ന് വരും. അത് തെറ്റല്ലെന്ന് പറഞ്ഞാൽ വാഗ്ഭടാനന്ദൻ പറഞ്ഞത് ശരിയല്ലെന്ന് വരും. ഇതിൻ്റെ വേദാന്തം ഞാൻ വ്യാഖ്യാനിക്കാതെ വളരെ ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം. കൊച്ചിക്കാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. കൊച്ചിക്കാരൻ കൊച്ചാപ്പ് പറഞ്ഞു കൊച്ചിക്കാരെല്ലാം കള്ളന്മാരാണെന്ന്. വാഗ്ഭടാനന്ദനും ഗുരുദേവൻ എന്നുള്ള ഈ സംവാദം വേദാന്തത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറേ പ്രയാസമാണ്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരാശയം സംവദിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഫലിതമാണെന്ന് ഭരതമുനിയുടെ നാട്യശാസ്ത്രം. ഒറ്റ ഫലിതത്തിലൂടെ ഈ സംവാദത്തിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാം. കൊച്ചിക്കാരൻ കൊച്ചാപ്പ് പറഞ്ഞു കൊച്ചിക്കാരന്മാരെല്ലാം കള്ളന്മാരാണെന്ന്. അപ്പോൾ പറഞ്ഞത് കൊച്ചാപ്പു അല്ലേ? അയാൾ കൊച്ചിക്കാരനല്ലേ? അപ്പോൾ ഈ പറഞ്ഞത് കള്ളമല്ലേ? അപ്പോൾ കൊച്ചാപ്പ് പറഞ്ഞത് കള്ളമാണെങ്കിൽ കൊച്ചിക്കാരെല്ലാം സത്യസന്ധന്മാരല്ലേ? കൊച്ചിക്കാരെല്ലാം സത്യസന്ധന്മാരാണെങ്കിൽ കൊച്ചാപ്പ് പറഞ്ഞത് സത്യമല്ലേ? അത് സത്യമാണെങ്കിൽ കൊച്ചിക്കാരെല്ലാം കള്ളന്മാരല്ലേ? കൊച്ചിക്കാരെങ്കിലും കള്ളന്മാരാണെങ്കിൽ കൊച്ചാപ്പ് പറഞ്ഞത് സത്യമല്ലേ? അപ്പോൾ ഇത് സത്യമാണോ കള്ളമാണോ എന്ന് ലോകാവസാനം വരെ തീരുമാനിക്കാൻ പറ്റത്തില്ല. ഇതുപോലൊരു പ്രയോഗമാണ് ഗുരുദേവൻ അടിച്ചു കൊടുത്തത്. നാം താങ്കളോട് യോജിക്കുന്നു. നാം ഗുരുവിനോട് യോജിക്കുന്നില്ല, നാം താങ്കളോട് യോജിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൂട്ടിമുട്ടാൻ ഇടയില്ലാത്ത അർത്ഥ സങ്കലിതം വാഗ്ഭടാനന്ദൻ തിരിച്ചടി കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വാഗ്ഭടാനന്ദൻ പറഞ്ഞു, ഗുരുവേ, നാട് നീളെ കല്ല് നാട്ടിക്കൊണ്ട് പോവുകയാണല്ലോ. പ്രതിഷ്ഠ നടത്തുന്നതിനെ പരിഹസിച്ച കല്ല് നാട്ടിക്കൊണ്ട് പോവുകയാണല്ലോ. അപ്പോൾ ഗുരുദേവൻ ഉടനെ കൊടുത്തൊരു മറുപടി, നാം നാട്ടിക്കൊണ്ട് പോകുന്നു. അത് കുഞ്ഞിക്കണ്ണൻ, ഇദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ്. വാഗ്ഭടാനന്ദൻ ഒരിക്കലും ഗുരുദേവൻ വിളിച്ചില്ല. നാം നാട്ടിയിട്ട് പോകുന്നു, കുഞ്ഞിക്കണ്ണത് കൊണ്ട് നടക്കുന്നു. രണ്ടർത്ഥമാണ്. കാതിലോട്ട് നോക്കിയിട്ടാണ് പറഞ്ഞത്. കുഞ്ഞിക്കണ്ണൻ ഒരു വാഗ്ഭടാനന്ദൻ്റെ കാതിൽ നോക്കിക്കൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത്, നാം നാട്ടിയിട്ട് പോകുന്നു, കുഞ്ഞിക്കണ്ണത് കൊണ്ട് നടക്കുന്നു. കാരണം വലിയ മഹാഗുരുവായ കുഞ്ഞിക്കണ്ണൻ്റെ കാതിൽ 2 കടുക്കൻ കിടപ്പുണ്ട്. വില കൂടിയ രത്നം പതിച്ച 2 കല്ലല്ലേ അത്. നാം നാട്ടിയിട്ട് പോകുന്നു, താൻ ഈ കല്ല് ആഭരണമായിട്ട് കൊണ്ടു നടക്കുന്നു എന്ന് ഒരർത്ഥം. രണ്ടാമത്, നാം നാട്ടിക്കഴിഞ്ഞു, അതവിടെ ഞാൻ കളഞ്ഞു, നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നു, എൻ്റെ പോക്കിന് പോകുന്നു. ഗുരുദേവൻ സ്വേച്ഛപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ക്ഷേത്രവും പ്രതിഷ്ഠിച്ചിട്ടില്ല. ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചത് നാട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചിട്ട് ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവർ കരഞ്ഞു പറഞ്ഞപ്പോഴാണ്, ഓരോരുത്തർ ആവശ്യപ്പെട്ടപ്പോഴാണ് പ്രശ്നം നടത്തിയത്. സ്വേച്ഛപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ഗുരുദേവൻ 3 സ്ഥാപനമേ ഉണ്ടാക്കിയുള്ളൂ. അതൊന്ന് അരുവിപ്പുറത്താണ്. അവിടെ എഴുതി വെച്ച് അവിടെ എന്താ സ്ഥാപിച്ചതെന്ന്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ്, ക്ഷേത്രമല്ല, സ്ഥാനമാണ്. രണ്ടാമത് സ്വന്തം ഇഷ്ടപ്രകാരം സ്ഥാപിച്ചത് ശാരദാ മഠമാണ്. ക്ഷേത്രമാണോ? അല്ല. മൂന്നാമത് ഗുരുദേവൻ സ്ഥാപിച്ച അദ്വൈത ആശ്രമമാണ്. സ്ഥാനം, മഠം, ആശ്രമം. അതുകൊണ്ട് പ്രതിഷ്ഠയൊന്നും ഗുരുദേവൻ സ്വന്തം ആവശ്യപ്രകാരം ചെയ്തതല്ല. എന്നിട്ട് വീണ്ടും ഗുരുദേവൻ കൊടുത്തു വാഗ്ഭടാനന്ദന് അടുത്തടി. ചോദിച്ചു, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ താങ്കളുടെ പേരെന്താണ്? കുഞ്ഞിക്കണ്ണൻ. ആ കുഞ്ഞിക്കണ്ണുകൊണ്ട് നോക്കിയതായത് മനസ്സിലാകാത്തത് വലിയ കണ്ണുകൊണ്ട് നോക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? മനസ്സ് ചെറുതായി പോയത് കൊണ്ടാണെന്നാ. ഇപ്പോഴും കുഞ്ഞിക്കണ്ണൻ അത് മനസ്സിൽ കൊണ്ടുനടക്കാൻ ഞാൻ നാട്ടിയിട്ടങ്ങ് പോയി. അപ്പോൾ ഒരു വേദാന്തത്തിലെ ഒരു കഥ എനിക്ക് ഓർമ്മ വന്നു ഇത് വായിച്ചപ്പോൾ. വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. 2 യുവ സന്യാസിമാർ ഒരു ഗുരുവിൻ്റെ അടുത്ത് അഭ്യസിക്കായിരുന്നു. കുറേ ബ്രഹ്മചാരികൾ, അതിൽ കൂട്ടത്തിൽ 2 പേര് ഇങ്ങനെ ഗുരുവിനോട് അടുത്ത് കഴിയാൻ. അന്നേരം ഗുരു ഇവരെ 2 പേരെ ഒരു ദേശാടനത്തിന് പറഞ്ഞയച്ചു. നാടെല്ലാം കണ്ടിട്ട് വരാൻ പറഞ്ഞയച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണനെയും കുചേലിനെയും കൂടെ വിറപിടിക്കാൻ പറഞ്ഞു വിട്ടു. അല്ല, പറഞ്ഞു വിട്ടു. ആ ദേശാടനത്തിന് ഇവർ പോകുന്ന സമയത്ത് ഒരു പുഴക്കരയിലെത്തി. അപ്രതീക്ഷിതമായി ഏതാനും നിമിഷം മുമ്പ് മഴ പെയ്തിട്ട് പുഴയിൽ കരകവിഞ്ഞ് വെള്ളമൊഴുകുന്നു. അതിൻ്റെ കരയിൽ 18ഓ 19ഓ വയസ്സുള്ള അതിസുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെണ്ണ് ഒരു പാറപ്പുറത്തിരുന്ന് കരയുന്നു. യുവ യോഗികൾ 2 പേരും അടുത്തിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ദേവൻ എന്നാണ് ഒരാളുടെ പേര്, മറ്റൊരാളുടെ പേരിൽ വിശ്വനാഥൻ എന്നും. പിന്നെ ദീക്ഷ സ്വീകരിച്ച് പിന്നെയാണ് ദീക്ഷ കൊടുക്കുന്നത്. ദീക്ഷ സ്വീകരിക്കാൻ വേറെ പേരായി. ഈ ദേവൻ കുറെ കൂടെ
അറിവ് കൂടിയ മനുഷ്യനാണ്. ഈ വിശ്വനാഥൻ പറഞ്ഞു, ഉദാഹരണത്തിന് പേരുകളൊക്കെ ഉദാഹരണത്തിന് പറയുന്ന ശരിയായ പേരൊന്നും അല്ല. അപ്പോൾ ദേവൻ എന്ന് പറയുന്ന ആള് ചെന്ന് ഈ പെൺകുട്ടിയുടെ കരച്ചിലിൻ്റെ കാര്യം അന്വേഷിച്ചാൽ വിശ്വനാഥൻ അത് തീരെ പിടിച്ചില്ല. പല പെൺപിള്ളാരും പലയിടത്തിരുന്ന് കരയിച്ചു പോട്ടെ, നമ്മളെ ബ്രഹ്മചാരികളല്ലേ, വേദാന്തം പഠിക്കാൻ പോകുന്നവരല്ലേ, ദീക്ഷ സ്വീകരിക്കാൻ പോകുന്നവരല്ലേ, വല്ല പെൺപിള്ളാരോട് ഇങ്ങനെ പോയി പറയാൻ കൊള്ളാമോ? നേരം പറഞ്ഞു, ഒരു മനുഷ്യ സ്ത്രീ ഒറ്റയ്ക്കിരുന്ന് കരയല്ലേ വിജനമായ പ്രദേശത്ത്, നേരം സന്ധ്യ മയങ്ങല്ലേ, അവളുടെ സങ്കടകാര്യം അന്വേഷിക്കണ്ടേ? പോയി അന്വേഷിച്ചു. അവൾ എന്തിനാ കരഞ്ഞു ചോദിച്ചാൽ പുഴയുടെ അങ്ങേ കരയിലാണ് അവളുടെ അമ്മയുള്ളത്. ഈ അമ്മയ്ക്ക് സുഖമില്ല, മരുന്ന് വാങ്ങിക്കാൻ പോയതാ. വൈദ്യരടുത്ത് പോയി മരുന്നും കൊണ്ട് വന്നപ്പോൾ അപ്രതീക്ഷിതമായി മഴ പെയ്തു. പുഴയിൽ വെള്ളം കയറിക്കൊണ്ട് അക്കരെ കടക്കാൻ പറ്റില്ല. ഇനി കടത്തുവെള്ളമുള്ളതോ കുറേ നടന്ന് മുകളിൽ ചെല്ലണം, അപ്പോഴത്തേക്ക് നേരം ഇരുട്ടിപ്പോകും. ആ കടത്തുവെള്ളവും കരയിൽ അടുപ്പിച്ചുണ്ടാകും, പോകാൻ കഴിയുന്നില്ല. അതിനെ കുട്ടിയിരുന്ന് കരയുന്നത്. അപ്പം ദേവൻ പറഞ്ഞു, എനിക്ക് നീന്തറിയാം, ഈ കൂടെ വന്നിരിക്കുന്ന വിശ്വനാഥന് നീന്തറിയാം. നമ്മൾ പുഴ നീന്തി കിടക്കുന്നു, നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ തോളെ കയറി ഇരിക്കൂ, ഞാൻ അക്കരെ കൊണ്ടാക്കി തരാം. അപ്പോൾ വിശ്വനാഥൻ ദേവനെ ഒന്ന് ചുരണ്ടി, ഒന്ന് മാന്തി, കാലിലൊരു ചവിട്ടി. എന്താ കാര്യം, 18 വയസ്സുള്ള ചെറുപ്പക്കാരി പെണ്ണിനെ തോളെ കയറ്റുന്നു, എനിക്ക് കയറ്റാൻ പറ്റിയില്ല എന്നുള്ള ചിന്തയല്ല. പിന്നെയോ നമ്മൾ വേദാന്തികളാണ്, വേദാന്തം പഠിക്കാൻ പോകുന്ന ബ്രഹ്മചാരികളാണ്, ഇത് ചെയ്യാൻ കൊള്ളാമോ? തോളെ കയറ്റി അക്കരെ കൊണ്ടിറക്കി. അവൾ നന്ദി പറഞ്ഞ് തൊഴുത് സന്തോഷത്തോടെ അവൾ പോവുകയും ചെയ്തു. സംഭവമെല്ലാം കഴിഞ്ഞ്, ദേശാടനെല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാർ രണ്ടുപേരും കൂടെ ഗുരുവിൻ്റെ അടുത്ത് വന്നു. ഗുരുവിൻ്റെ അടുത്ത് വന്നപ്പോൾ വിശ്വനാഥൻ പറഞ്ഞു, ദേവൻ ചെയ്ത് മുഴുവൻ തെറ്റാണ്. കരികരാ ചെറുപ്പമായ 18-19 വയസ്സുള്ള ആദിസുന്ദരി പെണ്ണിനെ തോളെ കയറ്റി ഇയാൾ നീന്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ദേവനെ ശരിക്കും അറിയാവുന്ന ഗുരു വിശ്വനാഥനോട് പറഞ്ഞു, ചെറുപ്പക്കാരി പെണ്ണിനെ പുഴയ്ക്കക്കരെ കടത്തിവിട്ടതൊരു മനുഷ്യത്വമാണ്. ദേവൻ താഴെ ഇറക്കിയപ്പോഴേ അവളെ കളഞ്ഞു, നീ ഇപ്പോഴും കൊണ്ടടക്കുക. ദേവൻ അക്കരെ കൊണ്ടിറക്കിയപ്പോഴേ അവളെ കളഞ്ഞു, വിശ്വനാഥൻ ഇപ്പോഴും കൊണ്ടടക്കുക, നിനക്ക് സന്യാസം പറ്റിയതല്ല. അതാണ് കുഞ്ഞിക്കണ്ണോടും പറഞ്ഞത്, നാം കല്ല് നാട്ടിയിട്ട് പോന്നു, താൻ ഇപ്പോഴും അത് കൊണ്ടടക്കുന്നു. ഇനി അങ്ങനെയുള്ള 9:15 പോന്നു, അവിടെ നമുക്ക് നിർത്താം അല്ലേ? ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ട കയ്യോട്ടിക്കളിയോ നൃത്തമോ ഏതാണ്ടൊക്കെ ഉണ്ട്. തിരുവാതിര എല്ലാം കൊണ്ട്, തിരുവാതിരയുണ്ട്, ഭക്ഷണമുണ്ട്. അതുകൊണ്ട് ഇനി നീട്ടുന്നത് ശരിയല്ല, പറഞ്ഞാൽ തീരത്തില്ല. ഒരു 125ഓളം ഗുരുദേവൻ്റെ നർമ്മങ്ങൾ ഇങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പലയിടത്തു നിന്നായി നേരിട്ട് കേട്ടത്, പലരും പറഞ്ഞത്, പുസ്തകങ്ങൾ വായിച്ചത് എല്ലാം. ഓരോ നർമ്മത്തിലും ഒരുപാട് പ്രായോഗിക സാമർഥ്യം ഗുരുദേവൻ വെച്ചിരുന്നു. അതാണ് എൻ്റെ മഹാഗുരു തുടങ്ങിയ ആ വാക്യത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകട്ടെ. വളരെ ലളിതമായ സംഭാഷണം, ചൂർണിക രൂപത്തിലുള്ള അവതരണം, ഒപ്പം ഫലം നിറയുന്ന ഫലിതമുള്ള സംസാരങ്ങൾ, ഇതെല്ലാം കൊണ്ട് ഒരു വലിയ സമൂഹത്തെ മാറ്റത്തിരുത്തലിൽ പരിശ്രമിച്ച് വിജയിച്ച മഹാഗുരുവിൻ്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് ഈ പ്രഥമ കൺവെൻഷന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതിനെ ക്ഷണിച്ചതിന്, ഇതിന് കൂടെ നിന്നതിന് എല്ലാവരോടും, അനിൽ പി ശ്രീരംഗത്തോടും, അതുപോലെ ഈ പരിസരങ്ങളിൽ എവിടെ വന്നാലും കാത്തുനിന്ന് മാർഗദർശിയായി ഓരോ സ്ഥലത്ത് കൊണ്ടെത്തിച്ച് അത് തീരുന്നത് വരെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട രാജേന്ദ്ര പ്രസാദിനോടും എല്ലാവരോടും, എല്ലാ യൂണിയൻ ഭാരവാഹികളും, ഹരിലാൽ, പുഷ്പ, ദേവികാമ്മയുടെ എല്ലാവരോടും ഒരുപാട് നന്ദിയും കടപ്പാടും കൃതാർത്ഥതയും എല്ലാം അറിയിച്ചുകൊണ്ട് അടിയൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അറിവില്ലായ്മയോ അഭാവങ്ങളോ വന്നെങ്കിൽ ക്ഷമിക്കണമെന്ന പ്രാർത്ഥനയോടെ ഗുരുധർമ്മം ജയിക്കട്ടെ. നന്ദി.